നിങ്ങൾക്ക് കിട്ടിയാലോ? ഏജന്റ് ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏജന്റ് ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏജന്റ് ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏജന്റ് ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏജന്റ് ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏജന്റ് ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏജന്റ് ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? ഏജന്റ് ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് ഹലോ മക്കളെ, ഹലോ, വെൽക്കം ടു ഏഗൻ ഫാമിലി. ഹലോ, ഇതാ എല്ലാവരും എത്തി. ഇതാ നമ്മുടെ ഒരാള് പാർവതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഇതാ ഹലോ, വെരി 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 ഗുഡ് ഈവനിങ്. നമ്മൾ നമ്മുടെ ഇംഗ്ലീഷിന്റെ എക്സാമിന്റെ ഇതാ ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സ് പോർഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണല്ലേ. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സ് ആണ്. ബാക്കി നമ്മുടെ കുറച്ച് ഏരിയ നമ്മുടെ ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെയും നാളത്തെ മോർണിംഗ് ബൂസ്റ്ററും ആയിട്ട് ഡീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഐഫോണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. യെസ്, നിങ്ങൾക്കൊരു കിഡിലൻ ഓഫർ ആയിട്ടാണ് ഏഗൻ വന്നിട്ടുള്ളത്. ക്രിസ്മസ് സർപ്രൈസ്. ഓക്കെ, അപ്പോൾ
ക്രിസ്മസ് സർപ്രൈസ് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാം ആയിട്ട് ഏഗൺ കാത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് മാരത്തോൺ ലൈവ് ഷെയർ ചെയ്യൂ, iPhone 14 സ്വന്തമാക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ മാരത്തോൺ ലൈവ് മാക്സിമം ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 ആൾക്കാർക്കും പിന്നെ ഒരു 3 ഗ്രൂപ്പിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കും ആവാം അല്ലെ, ആ ഭാഗ്യശാലി നിങ്ങളാവാം. ഓക്കെ, ഗുഡ് ഈവനിങ്. ആരുടെ നെയിം മാറ്റി നോക്കാനാണ് ചോട്ടു. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ്. ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സ് പോർഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് 2 മാർക്കിന് വരാറുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇപ്പം മിസ് ആദ്യം തന്നെ ഈ ഗ്രാമർ എടുത്തിടുന്നത്. അപ്പോൾ അതായത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററും കൂടിയാണ്. നമുക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്, കംപ്ലീറ്റ് ദ സെന്റൻസ് സൂട്ടബ്ലി ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ്. അടുത്ത ഓപ്ഷൻ ആണ് ഇഫ് ഐ ഹാഡ് റിട്ടൺ ദി എക്സാം ഡാഷ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളൊരു സംഭവം വന്നു, അല്ലെങ്കിൽ ഇതാ ഈ ഇഫ് വരുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യും? പ്രജിത് സാറിനെ കൊണ്ട് നമ്മൾ പാട്ട് പാടിപ്പിക്കും. പ്രജിത് സാർ ഇവിടെ പാട്ട് പാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, പ്രജിത് സാറിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാനാണ് ഇവിടെ നമ്മൾ മാരത്തോണിൻ്റെ ഫസ്റ്റ് നമ്മുടെ ഒരു ഈ ക്ലാസ്സിൻ്റെ ബേസിൽ ക്ലാസ്സിൻ്റെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രജിത് സാറിൻ്റെ പാട്ടാണ്. സാറിനെ കൊണ്ട് ഇപ്പോഴേ പാടിക്കണ്ടല്ലോ, സാർ ഇപ്പോൾ വന്ന് ഇരുന്നിട്ടുള്ളൂ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പാടിപ്പിച്ചാൽ പോരെ? ഓക്കെ, എനിവേ അപ്പോൾ ഇതാ നമ്മുടെ കണ്ടീഷണൽ സെന്റൻസസ് അല്ലേ, നമ്മുടെ കണ്ടീഷണൽ സെന്റൻസസിലേക്ക് കടക്കാൻ പോവാണ് നമ്മൾ. കണ്ടീഷണൽ സെന്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് സെന്റൻസസ് ദാറ്റ് ടോക്സ് അബൌട്ട് എ കണ്ടീഷൻ. ഒരു കണ്ടീഷനെ പറ്റി സംസാരിക്കുന്ന സെന്റൻസസിനെയാണ് നമ്മൾ കണ്ടീഷൻ സെന്റൻസ്. സാറിനോട് പാടാൻ പറയാട്ടോ ചോട്ടു സാറിൻ്റെ വൻ ഫാനാണെന്ന് തോന്നുന്നു. ചോട്ടു, നമുക്ക് സാറിനെ കൊണ്ട് പാടിപ്പിക്കാം. സാർ സാർ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുള്ളൂ, നമുക്ക് സാറിനെ കൊണ്ട് പാടിപ്പിക്കാം. ക്ഷമിക്കുക. ഓക്കെ, മിസ് പാട്ട് പാടാനോ? മൈ ഗാഡ്, അത് നമുക്ക് പാടാം, നമുക്ക് എല്ലാവർക്കും പാടാം. കുറച്ചൊന്നും കഴിയട്ടെ, നമ്മൾ ആ ഒരു ക്ലാസ്സിലേക്ക് കണ്ട് കയറട്ടെ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷണൽ സെന്റൻസസ് നമുക്ക് 3 ടൈപ്പ് പഠിക്കാനുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസന്റ് സിമ്പിളിൻ്റെ കൂടെ വിൽ ഓർ വോൺ പ്ലസ് വേർബ് വരുന്നു. ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ഈ സെന്റൻസിനെ ആദ്യം നോക്കുക. ഇഫ് യു വർക്ക് ഹാർഡ്. ഓക്കെ, അതായത് നീ ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? പ്രസന്റിലല്ലേ. ടീച്ചർക്ക് എൻ്റെ ചോട്ടു ഞാൻ പാടാം, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ, ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ് വരുന്നത്? പ്രസന്റിലാണ് വരുന്നത്. അത് നമ്മുടെ കണ്ടീഷണൽ സെന്റൻസിൽ ആക്ച്വലി ഞാനിതിങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പാടില്ല, 0 കണ്ടീഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ പ്രസന്റ് വരികയാണെങ്കിൽ, അതായത് V1 ഫോമിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾക്ക് ഒരു വിൽ പ്ലസ് V1 വരും എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറയാണ് ഇഫ് യു വർക്ക് ഹാർഡ് ആണ് നമ്മുടെ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ എങ്കിൽ നമ്മൾ എന്ത് പറയും? നമുക്ക് എന്ത് പറയാൻ പറ്റും? യു വിൽ സ്കോർ ഗുഡ് മാർക്സ് എന്ന് പറഞ്ഞൂടെ? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? എവിടെ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കും, മിസ് പാട്ടൊക്കെ പാടാം, നമുക്ക് അപ്പോൾ വിൽ പ്ലസ് V1 കൊടുക്കാൻ പറ്റില്ലേ? അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യെസ്, ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുമ്പോൾ ഇഫ് യു വർക്ക് ഹാർഡ് നമുക്ക് എന്തുണ്ട്? വിൽ പ്ലസ് V1 ഉണ്ട്. ഓക്കെ, ഐ വിൽ ബൈ യു ഐസ്ക്രീം. വിൽ പ്ലസ് V1 വന്നാലോ? വിൽ പ്ലസ് V1 വന്നാൽ ഇവിടെ നമുക്ക് V1 ഉണ്ട്. ഇഫ് യു ഈറ്റ് ടു മച്ച് V1 വന്നു. ഇവിടെ എന്താണ്? വിൽ പ്ലസ് V1. അപ്പൊ ഫസ്റ്റ്, യെസ്, വെരി ഗുഡ് ഹരിനന്ദ്, എന്താണ്? യു വിൽ വിൻ എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇഫ് യു ഈറ്റ് ടു മച്ച് യു വിൽ ഗെയിൻ വെയിറ്റ് അല്ലേ? യു വിൽ ഗെയിൻ വെയിറ്റ്. അപ്പൊ ഇവിടെ എന്ത് വന്നു? വിൽ പ്ലസ് V1 വന്നു. ഇഫ് യു ഡു നോട്ട് അറൈവ് ഓൺ ടൈം, നീ കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ അഗെയിൻ എന്താണ്? V1. വി ഷാൽ നോട്ട് വെയിറ്റ് ഫോർ യു. അഗെയിൻ ഇത് ഷാൾ പ്ലസ്
V1. അപ്പോൾ will or shall plus V1 ആണ് എന്ത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസിൽ വരുന്നത്. V1 ഒരു സ്ഥലത്താണെങ്കിൽ will അല്ലെങ്കിൽ shall plus V1. If it rains, we will stay at home. നിങ്ങൾ വിചാരിക്കും മിസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലെ, മിസ് എന്ത് പണിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതാ നിങ്ങൾ ഇതിൽ ഏത് സെന്റൻസസ് ആണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ഫോളോ ചെയ്യുന്നത് എന്ന് നോക്കാം. ആരാ പറയാൻ നോക്കട്ടെ, ഇതിൽ ഏത് സെന്റൻസിലാണ് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ കാണാനുള്ളത്? നോക്ക്, നിങ്ങൾക്കൊരു എനർജി ഇല്ല കേട്ടോ. നമ്മുടെ എക്സാം ആവാറായി, ക്രിസ്മസ് എക്സാം ആണ്. നമ്മൾ ഫുൾ ചില്ലായിട്ട് പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഒരുമാതിരി ഇങ്ങനെ ബലം പിടിച്ച് മസിൽ പിടിച്ചിരിക്കരുത്. ഓക്കെ, 2 and 3. If you help me now, I will help you later. Okay. And 2 and 3, yes. ആരൊക്കെയാ പറഞ്ഞത്? നമ്മുടെ റീഷ്ണ നല്ല നെയിമാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് റീഷ്ണ കേൾക്കണത്. ഓക്കെ, റീഷ്ണ ഉണ്ട്, നമ്മുടെ ചോട്ടു ഉണ്ട്, പിന്നെ നമ്മുടെ മിസ് ബാബു ഹൈ ഇട്ടിട്ടുള്ളൂ അല്ലേ? അത് ശരി. ഓക്കെ, അപ്പോൾ അതാ കുറേ ആൾക്കാർ സെക്കൻഡും തേർഡും പറയുന്നുണ്ട്. യെസ്, കറക്റ്റ് ആണ്. അത് രണ്ടും നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനിൽ വരുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് സെറ്റ് അല്ലേ? ഫസ്റ്റ് കണ്ടീഷൻ സെറ്റ് അല്ലേ? ഫസ്റ്റ് കണ്ടീഷൻ ഞങ്ങൾക്ക് അറിയാം മിസ്സേ, അതിനി വന്നാൽ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നവരൊക്കെ ഒരു ഫയർ ഇമോജി ഇട്ടേ. ഫയർ ഇമോജി വരട്ടെ, ഫയർ ഇമോജി വരട്ടെ. എവിടെ എവിടെ എവിടെ? കൃഷ്ണ സി, വെരി ഗുഡ്. അമീന, ലുട്ടാപ്പി, ഓക്കെ ലുട്ടാപ്പി സെറ്റാണ്. ഓക്കെ, ചോട്ടൂന് സെറ്റാണ് അല്ലേ? അപ്പോൾ ചോട്ടൂന് സെറ്റാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇവൻ, ആഷിഫ്, വെരി വെരി ഗുഡ്. അപ്പോൾ ഇതാ നമ്മൾ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസിലേക്ക് പോകും. ഈ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടുമിക്ക കേസസിലും ഇമാജിനറി സെൻറ്റൻസ് ആവും അല്ലേ? നമ്മൾ കാര്യമായിട്ട് മറ്റുള്ളവരെ കളിയാക്കുമ്പോഴൊക്കെ പറയുന്നൊരു സംഭവം, ഞാൻ ദുൽഖർ സൽമാൻ ആണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ സിനിമയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു മൂഡില്ലേ, ആ ഒരു വൈബ് സെൻറ്റൻസ് ആണ് ഇഫ് ഐ വർ യു ഐ വുഡ് സ്റ്റഡി ഹാർഡ്. കാരണം ഞാൻ നിങ്ങളാവില്ലല്ലോ, നിങ്ങൾ ഞാനാവില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ ഇഫ് ഐ വർ യു ഐ വുഡ് സ്റ്റഡി ഹാർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസസ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? പാസ്റ്റ് സിമ്പിൾ പ്ലസ് വുഡ് പ്ലസ് വെർബ്, അതാണ് വരുന്നത് അല്ലേ? പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിലാണ് ഇവിടെ നമുക്ക് ഓക്കെ V2 ഫോമിലാണ് നമുക്കിത് കിട്ടുന്നത്. എന്ത്? ഇഫ് ഐ വർ യു. അപ്പോൾ ഈ ഫൈവർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അപ്പം തന്നെ എന്ത് സെക്കൻഡ് കണ്ടീഷണലാണ് അല്ലേ? ഇഫ് ഹി വൺ ദ ഗെയിം, ഇഫ് ഹി വിൻ ദ ഗെയിം അല്ല പറയുന്നത്, ഇഫ് ഹി വൺ ദ ഗെയിം എന്താണ്? V2 ഫോമിലാണ്. വി വുഡ് ത്രോ എ ഹ്യൂജ് പാർട്ടി. എഗെയിൻ എന്താ വരുന്നത്? വുഡ് പ്ലസ് V1 ഫോമിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പുറത്ത് V2 വരുമ്പോൾ അവിടെ എന്താ വരുന്നത്? വുഡ് പ്ലസ് V1. അങ്ങനെ ഒരുപാട് ആലോചിക്കേണ്ട. V1 നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം അല്ലേ? മിസ്സിൻ്റെ നെയിം, ഓ സോറി, അത് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ? അപ്പം ഞാനിതാ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റീസിലെ ഒരാളാണ്. എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ഷോർട്ടായിട്ട് SR വിളിക്കാം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും വിളിക്കാം. ഓക്കെ, അപ്പം ശ്രീലക്ഷ്മി എന്നാണ് എൻ്റെ പേര്. ഹായ്. ഇഫ് ഐ വർ ദ പ്രസിഡന്റ്, ഇതൊക്കെ പറയാൻ എളുപ്പമാണല്ലേ? ഞാൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഞാൻ അത് കൊണ്ടുവന്നേനെ ഇത് കൊണ്ടുവന്നേനെ എന്നൊക്കെ. അപ്പോൾ അതേപോലെ ഇഫ് ഐ വർ പ്രസിഡന്റ് എന്താണ്? V2. ഐ വുഡ് എൻഷ്യൂർ ഈക്വൽ വേജ് അല്ലേ? അപ്പോൾ വുഡ് പ്ലസ് V1. ഇഫ് ഐ വർ ഇൻ ബെറ്റർ ഷേപ്പ്, ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവം, ഞാൻ കുറച്ചുകൂടെ മെലിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഞാൻ അടിപൊളിയാവുമായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ അടിപൊളിയാണ്, എന്നാലും ഞാൻ പറയാം ഇഫ് ഐ വർ ഇൻ എ ബെറ്റർ ഷേപ്പ് അല്ലേ? ഇഫ് ഐ വർ ഇൻ എ ബെറ്റർ ഷേപ്പ് ഇതെന്താണ്? V2 വുഡ് പ്ലസ് V1. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ഏതാണ്? നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് കണ്ടീഷൻ എടുത്താണ്, അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് എടുക്കാൻ എളുപ്പമായിരിക്കും. ഇതിന് SP എന്ന് പറയലില്ല കേട്ടോ, ഇതൊന്നും SP അല്ല. ഞാൻ ഇതിലും നന്നായിട്ട് SP അടിക്കും. ഓക്കെ, ഇതിനടുത്ത് അമീൻ ഷാജഹാൻ എന്താണ്? ഇഫ് യു വർ എ ബേർഡ് ഐ വുഡ് സ്റ്റിൽ ലവ് യു. ഇത് നമുക്ക് അറിയാവുന്നൊരു സംഭവമാണ് അല്ലേ? നമ്മൾ റീൽസിൽ കാര്യമായിട്ട് ഈ ലവേഴ്സിൽ ഗേൾ ഫ്രണ്ട്സിനെ കളിയാക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഫീഡ്സ് വരാറുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ ഇങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ വരാറുണ്ട്. സംഭവം എന്താ വെച്ചാൽ,
ഗേൾസ് എപ്പോഴും ചോദിക്കും ഞാനൊരു പുഴുവായിരുന്നെങ്കിലും നിനക്ക് എന്നെ പ്രേമിക്കാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ ചോദിക്കും എന്നുള്ളത്. എനിവേ അപ്പൊ ഇത് അങ്ങനത്തെ ഒരു സെന്റൻസ് ആണ്. ഇഫ് യു വർ എ ബേർഡ് ഐ വുഡ് സ്റ്റിൽ ലവ് യു. നീ ഒരു ബേർഡ് ആയിരുന്നെങ്കിലും ഐ വുഡ് സ്റ്റിൽ ലവ് യു അല്ലേ. അപ്പൊ അതെന്താണ്? സെക്കൻഡ് കണ്ടീഷൻ ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മക്കളെ, നമുക്ക് വന്ന ക്വസ്റ്റ്യനിൽ ഇഫ് ഐ ഹാഡ് റിട്ടൺ ദി എക്സാം എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് കണ്ടീഷൻ ആണോ? യെസ് ഓർ നോ? അത് സെക്കൻഡ് കണ്ടീഷൻ ആണോ? ക്ലാസ് 11 എവിടെ? നിങ്ങൾ ഇപ്പോഴും പേരിങ്ങനെ മാറ്റി കളിക്കല്ലേ? എന്ത് പരിപാടിയാണ് ചോട്ടു ആൻഡ് സോട്ടു? അല്ല. യെസ് ചോട്ടു പറയുന്നുണ്ട് അല്ലാന്ന്. അമീൻ ഷാജഹാൻ പറയുന്നുണ്ട് അല്ലാന്ന്. പിന്നെ ചോട്ടു പറയുന്നുണ്ട് ആണെന്ന്. ചോട്ടു എവിടെയെങ്കിലും ഉറച്ചു നിൽക്കൂ. എന്താണ്? അല്ല അല്ലേ? അല്ല. കാരണം എന്താ? ഹാഡ് റിട്ടൺ ആണ്. സെക്കൻഡ് ഫോം ആണോ? നമ്മൾ V2 ഇതാണോ പഠിച്ചത്? അല്ലല്ലോ. അപ്പൊ അല്ല. അപ്പൊ ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആയിരിക്കും? യെസ്, ഇത് തേർഡ് കണ്ടീഷണൽ സെന്റൻസ് ആണ്. ചോട്ടോ ഓക്കെ. അപ്പൊ തേർഡ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുമ്പോൾ ഏത് ഫോമിലാണ് വരുന്നത്? യെസ്, പാസ്റ്റ് പെർഫെക്റ്റിന്റെ കൂടെ വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിക്കിൾസ്. ബുദ്ധിമുട്ട്. പാർട്ടിക്കിൾ എന്നാ പറയുന്നത്. പാർട്ടിസിപ്പിൾസ്. അപ്പോൾ അതെങ്ങനെയാണ് വരിക? ഐ വുഡ് ഹാവ്. അപ്പോൾ ദാ വുഡ് പ്ലസ് ഹാവ് എന്നിട്ട് കൂടിയ വരുന്നത് ഇഫ് യു ഹാഡ് ടോൾഡ് മീ അല്ലേ. അപ്പം ഇത് യെസ്, ഇഫ് യു ഹാഡ് ടോൾഡ് മീ. നമുക്ക് ഹാഡ് ടോൾഡ്, ഹാഡ് വാഷ്ഡ് ഒക്കെ വരുമ്പോൾ എന്താണ് വരുന്നത്? വുഡ് പ്ലസ് ഹാവ് ആണ് വരുന്നത്. അതായത് നമ്മുടെ തേർഡ് കണ്ടീഷൻ എന്താണ്? വുഡ് പ്ലസ് ഹാവ് ആണ്. അപ്പുറത്ത് എന്ത് വരുമ്പോൾ വരിക? ഹാഡ് പ്ലസ് വരുമ്പോൾ. ഓക്കെ. ഇഫ് ഷീ ഹാഡ് സ്പോക്കൺ ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നു, കാരണം ഞാൻ ഇംഗ്ലീഷിൽ അടിപൊളിയാണ് അല്ലേ. ഇഫ് ഷീ ഹാഡ് സ്പോക്കൺ ഇംഗ്ലീഷ്, ഹാഡ് പ്ലസ് സ്പോക്കൺ വരുമ്പോൾ ഇപ്പുറത്ത് എന്ത് വരും? നമുക്കറിയാം വുഡ് പ്ലസ് ഹാവ് വരും അല്ലേ. വി വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ്. ഇത് നോക്കുക, ഇത് V1 ഫോമിലല്ല വരുന്നത്. ഓക്കെ, ഇത് V1 ഫോമിലല്ല വരുന്നത്. ഇത് പാസ്റ്റ് ഫോമിലാണ് വരുന്നത്. നമ്മുടെ തേർഡ് ഫോമിലാണ് വരുന്നത്. ഇഫ് ഹി ഹാഡ് ബീൻ ടോൾ, അവന് നല്ല ഹൈറ്റ് ഉണ്ടാവുമായിരുന്നെങ്കിൽ അവൻ ഹാപ്പി ആവുമായിരുന്നു. ഹി വുഡ് ഹാവ് ബീൻ ഹാപ്പി. ബീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, പാസ്റ്റിലാണ് വരുന്നത്. വുഡ് ഹാവ് ബീൻ ഹാപ്പി. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം. അപ്പം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് യു ഹാഡ് റിട്ടൺ ദി എക്സാം, നീ ആ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താ വരിക? ആൻസർ എന്താ വരിക? ഇഫ് ഐ ഹാഡ് റിട്ടൺ ദി എക്സാം. നിങ്ങൾ പറ, പോരട്ടെ, ആൻസേഴ്സ് പോരട്ടെ. ഇഫ് ഐ ഹാഡ് റിട്ടൺ ദി എക്സാം എന്താണ് വരിക? ഹായ് നോ. ആദിത്യൻ നായർ പ്രൊഡക്ഷൻസ് എന്താണ് വരിക? ആരുമില്ല ഇവിടെ. വുഡ് ഹാവ് പാസ്. ഷൊട്ടു ആണല്ലേ. ഓക്കെ, ഷൊട്ടു. പാസ് അല്ല, പാസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പം എന്ത് വരും? വുഡ്. ഐ വുഡ് ഹാവ് passed. യെസ്. ഓക്കെ, പാസ് ദി എക്സാം. പാസ്. ഐ വുഡ് ഹാവ് won. യെസ്. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആണ്. കണ്ടീഷണൽ സെന്റൻസസ് വന്നാൽ ക്ലിയർ ആണ് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊന്ന് കണ്ടീഷണൽ സെന്റൻസ് തിരഞ്ഞൂടെ? നിങ്ങൾക്ക് ഇതൊന്ന് കണ്ടീഷണൽ സെന്റൻസസ്. വുഡ് ഹാവ്, ഹരിനന്ദ് വുഡ് ഹാവ്. പിന്നെ ഗോട്ട് ആണോ വരിക? ഗോട്ടൻ ആണ് വരിക. ഓക്കെ, ഗോട്ട് വരും. ഗെറ്റ്, ഗോട്ട്, ഗോട്ടൻ, ഗോട്ട്. യെസ്, ഗോട്ടും വരും. ഓക്കെ, ഓക്കെ, ക്ലിയർ അല്ലേ? കണ്ടീഷണൽ സെന്റൻസ് ക്ലിയർ അല്ലേ? അപ്പം ഈ ഒരു സ്ലൈഡിൻ്റെ കൂടെ, അതായത് നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞ് ഈ നോട്ട്സിൻ്റെ കൂടെ കുറച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് തന്നാൽ നിങ്ങൾ ചെയ്യില്ലേ? ഈ ഒരു സ്ലൈഡിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തന്നാൽ ഓക്കെ അല്ലേ? സുഖമാണ് ബാബു. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം ഇത്രയും ഓക്കെ അല്ലേ? ടീച്ചർക്ക് സുഖമാണ്. ടമ്മി, ടീച്ചർക്ക് സുഖമാണ് കേട്ടോ. ടീച്ചർ സുഖമായതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസസ് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്രാമർ ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്കൊരു കുറച്ച് ഡിസ്കസ് ചെയ്താലോ? ഡിസ്കോസ് റെഡിയാണ്. അപ്പം നമ്മൾ ഡിസ്കോസിലേക്ക് മൂവ് ചെയ്യല്ലേ?
ഇവിടെ അതാ ഇപ്പൊ ഇതുവരെ ഞാൻ മിണ്ടാണ്ട് പിടിച്ചു വെച്ച് നിൽക്കുമായിരുന്നു. എന്ത് നമ്മള് 52 ആയിരിക്കുന്നു. ഇനി നിങ്ങൾ വിചാരിച്ചതാ സിമ്പിൾ ആയിട്ട് നമുക്ക് 100, 200, 500, 1K ഒക്കെ ഈസി ആയിട്ട് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. നിങ്ങൾ പ്രത്യേകിച്ച് ക്ലാസ് 11ൽ എനിക്കൊരു എക്സ്ട്രാ കോൺഫിഡൻസ് ഉണ്ട്. നല്ല അടിപൊളി കുട്ടികളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മുടെ ജിപ്സാമിൻസും രഘുരാമിൻസും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല അടിപൊളി മക്കളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഷോട്ടോ. യെസ്, അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എന്ത് തരും ക്വസ്റ്റ്യൻ ആയിട്ട്? നമുക്ക് കോൺവെർസേഷൻ നോക്കിയാലോ? കോൺവെർസേഷൻ മിസ് ബാബു, ടീച്ചർക്ക് സുഖാണെടാ, ടീച്ചർക്ക് നല്ല സുഖമാണ്. ഓക്കെ, ഏത് വരെയാണ് ആക്ച്വലി ഏത് വരെയാണ് പോർഷൻ ഉള്ളതെന്നുള്ളതിന് ഒരു 2 വേർഷൻ ഞാൻ കേട്ടു കേട്ടോ. ഒരു ടീം പറഞ്ഞത് യൂണിറ്റ് 4 വരെ ഉണ്ട്, അതായത് എൻറ്റയർ യൂണിറ്റ് 4 വരെ ഉണ്ട്. ഫസ്റ്റ് ടേമിൻ്റെ ഒരു 20%. പക്ഷെ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം എക്സാം നടന്നിട്ടില്ലല്ലോ. അപ്പോൾ യൂണിറ്റ് 4ൻ്റെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് വരെ ഉള്ളൂ എന്നും കേട്ടു. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഫുൾ നോട്ട്സ് ഫുൾ സംഭവങ്ങൾ നിങ്ങൾ സെറ്റായിരിക്കും. എവിടെ നിന്ന് ചോദിച്ചാലും നമ്മൾ എഴുതും. അതെങ്ങനെയുണ്ട്? ഓക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇത് നല്ല കോമഡിയാണ്. കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മളൊരു ക്യാരക്ടർ ആയിരിക്കും അല്ലേ? ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചല്ലേ? ക്വസ്റ്റ്യൻ ടാഗിലൊന്നും കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതും സെറ്റാക്കിയിട്ട് പോവാം. അപ്പോൾ കോൺവെർസേഷനിൽ നിങ്ങൾക്ക് യൂഷ്വലി ഒരു ക്യാരക്ടറിനെ തരും. അപ്പോൾ നിങ്ങൾ ആ ക്യാരക്ടർ ഏത് കഥയിലെയാണ്, ആ ക്യാരക്ടറിൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുക. യെസ്, റെക്ക് ഓഫ് ടൈറ്റാനിക് ആണ് നമ്മുടെ 4th യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ? പക്ഷെ ഞാൻ അതാ പറഞ്ഞ, റെക്ക് ഓഫ് ടൈറ്റാനിക് ഉണ്ട് ഇല്ല 2 വേർഷനും ഞാൻ കേട്ടു. ബട്ട് റെക്ക് ഓഫ് ടൈറ്റാനിക് നമ്മൾ എന്തായാലും ഇവിടെ പഠിച്ചിട്ടേ പോവുള്ളൂ. കാരണം ഇനി ബൈ ചാൻസ് റെക്ക് ഓഫ് ടൈറ്റാനിക് എന്ന് വന്നാലും ഇല്ലെങ്കിലും വി ഷുഡ് ബി പ്രിപ്പയർഡ്. ഓക്കെ, യെസ്, 1 മുതലുണ്ട്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ ആരും നോക്കാതെ പോകരുത്. ഫസ്റ്റ് യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 20% ആണ് വരുന്നതെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് വരാൻ ഉള്ള ക്വസ്റ്റ്യൻസ് ചാൻസസ് വളരെ ഹൈ ആണ്. ഓക്കെ, മതി. അപ്പോൾ കോൺവെർസേഷൻ, നോ യുവർ ക്യാരക്ടേഴ്സ് വെൽ ആൻഡ് പ്ലേ ദം വെൽ. ഒരു ക്യാരക്ടറായിട്ട് നിങ്ങൾ നന്നായിട്ട് ആക്ട് ചെയ്യുക. ഡു നോട്ട് ഓവർ എക്സ്പ്ലെയിൻ. അതെനിക്ക് എപ്പോഴും പറയാനുള്ളതാണ്. സംസാരിച്ചോളൂ, അനാവശ്യമായിട്ട് തള്ളരുത്, പ്രത്യേകിച്ച് ആൻസർ ഷീറ്റിൽ. ഓക്കെ, യൂസ് കോൺട്രാക്റ്റഡ് ഫോം. കോൺട്രാക്റ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഓരോ കോൺട്രാക്റ്റഡ് ഫോം വീതം പെട്ടെന്നിട്ടെ. എവിടെ ലൈവ് ചാറ്റിൽ എവിടെ കോൺട്രാക്റ്റഡ് ഫോംസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് വരട്ടെ. എന്താണ് ഇപ്പം ഞാൻ പറയാണ്, കോൺട്രാക്റ്റഡ് ഫോംസ് യൂസ് ചെയ്യണം. നിങ്ങളൊക്കെ തലയാട്ടി കേട്ടു. ഓക്കെ മിസ്സേ, കോൺട്രാക്റ്റഡ് ഫോംസ് യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്താ യൂസ് ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് നമ്മളൊരു കോൺട്രാക്റ്റഡ് ഫോം എന്ന് പറയാം? ഹായ് എന്നാണോ? റജ, ഹായ് ഒരു കോൺട്രാക്റ്റഡ് ഫോം ആണോ? ഐ കാണ്ട്. യെസ് ലുട്ടാപ്പി, വെരി ഗുഡ്. ഐ കാണ്ട്, ഐ കൻ നോട്ട് എന്നുള്ളതാണ് എന്ത്? ഐ കാണ്ട് എന്ന് പറയുന്നത്. വോണ്ട് യു? യെസ്, കോൺവെർസേഷനിലല്ലേ, അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് സംസാരിക്കാം. ഐ കാണ്ട്, വോണ്ട് യു. ഓക്കെ, എന്താണ്? ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ ഉണ്ട്. ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ട്. ക്യാരക്ടർ സ്കെച്ച് പറയുന്നുണ്ട്. നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ലൈവും നാളത്തെ മോർണിംഗ് ബൂസ്റ്ററും നിങ്ങൾ ഒട്ടും മിസ് ചെയ്യാതിരിക്കുക. നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് നമ്മൾ എക്സാമിന് പോവുള്ളൂ. ഓക്കെ, വുഡൻറ്റ്, യെസ്, കാണ്ട്, ഐ ഹാവ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ കോൺട്രാക്റ്റഡ് ഫോംസ് എന്ന് പറയാം. ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻ ടാഗ്സ്. ക്വസ്റ്റ്യൻ ടാഗ്സ് നിങ്ങൾക്ക് അറിയില്ലേ? I will be there. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ വരിക? won't I. ഒരു കോമന്റ്, I'll be there, won't I എന്ന് പറയുന്നത് ഈ won't I എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓക്കെ, ഹായ് ആൻറ്റോ ജോൺ. അപ്പോൾ won't I എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് സെറ്റ് അല്ലേ? അപ്പോൾ ഇതാ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാം. നിങ്ങൾ മാക്സിമം ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് യൂസ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുക, ഞെട്ടുക, അമ്മേ അങ്ങനെ സംഭവിച്ചോ, ഞെട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ കോൺവെർസേഷനിൽ വരുമ്പോൾ കോൺവെർസേഷൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കുറച്ചുകൂടെ നാച്ചുറൽ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കോൺവെർസേഷൻ എഴുതി കഴിഞ്ഞാൽ നന്നായിട്ട് വായിക്കുക. എന്തിനാ വായിക്കുന്നത്? ഇതിന് വല്ല ലോജിക്കൽ കണക്ഷനും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ലോജിക്കൽ കണക്ഷൻ അവിടെയാണ് നമുക്ക് മാർക്ക് പോകുന്നത്. മനസ്സിലായോ? നമ്മളിങ്ങനെ സർ എവിടാണ് വീട്? എൻ്റെ വീട് കോട്ടയത്താണ്. അത് കഴിഞ്ഞിട്ട് ഈ കോട്ടയമായിട്ട് ഒരു ബന്ധമില്ലാണ്ട് നിങ്ങൾ വേറെ എന്തൊക്കെയോ പറയാം. സർ ഫ്രാങ്കിന്റെ ശവകുടീരം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കോട്ടയ്ക്കിലിരിക്കുന്ന സാറും ശവകുടീരം തമ്മിൽ എന്താ ബന്ധമുള്ളത്? അപ്പൊ നിങ്ങൾ ലോജിക്കലി കണക്ട് ചെയ്യാം. ഓക്കെ. ആൻഡ്രൂ ജോൺ മിസ്സിന്റെ നെയിം SR എന്നാണ്, അതായത് ശ്രീലക്ഷ്മി എന്നാണ്. ഓക്കെ. ശ്രീലക്ഷ്മി 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 ഓക്കെ, ശ്രീലക്ഷ്മി എന്നാണ് പേര്. അതാ we are close to 100. നമ്മൾ പറഞ്ഞു +1 ആണ്. എവിടെ നിങ്ങൾ നമ്മുടെ ജിപ്സാമിസ് ഒക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ഞങ്ങളുടെ ഫേവറേറ്റ് ക്ലാസ് എന്നുള്ളൊരു ലെവലിലേക്ക് വളരോ ഇല്ലയോ? ഇതാ നിർണായക നിമിഷമാണ്. 100, 150 ഒക്കെ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് കൊണ്ടുവരല്ലേ? ക്ലാസ് 11 നമ്മൾ കൊണ്ടുവരില്ലേ? ഓക്കെ. യെസ്, വെരി ഗുഡ്. അപ്പൊ ആ കോൺവെർസേഷനിൽ ഇപ്പൊ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡ്യൂറിങ് എ സ്കൂൾ ടൂർ ടു പഞ്ചാബ് യു മെറ്റ് മിസ്റ്റർ ഗുപ്ത. അപ്പൊ മിസ്റ്റർ ഗുപ്ത അറിയാവോ? മിസ്റ്റർ ഗുപ്ത ആരാണ്? ആരാണ് മിസ്റ്റർ ഗുപ്ത? എടാ കോൺവെർസേഷൻ പഠിക്കും, എന്നിട്ട് മിസ്സിന്റെ വീടിന്റെ അഡ്രസ് തരാം. ഓക്കെ. മിസ്സിന്റെ വീട് ആക്ച്വലി മലപ്പുറം ഏരിയയിലാണ്. ഓക്കെ. അപ്പോ മിസ്റ്റർ ഗുപ്ത ആണ് ആരുടെ ബറിയൽ പ്ലേസിനെ പറ്റി നമ്മൾ മിസ്റ്റർ ഗുപ്തനോട് ചോദിക്കാൻ പോകുന്നത്? ഫ്രാങ്കിന്റെ. ഫ്രാങ്കിന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആരാണ്? യെസ്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. വെരി ഗുഡ്. അപ്പൊ ഫ്രാങ്കിന്റെ സിസ്റ്ററിന്റെ പേരെന്താ? ഫ്രാങ്കിന്റെ സിസ്റ്ററിന്റെ പേരെന്താ? മാഗി. യെസ്, ലുട്ടാപ്പി. വെരി ഗുഡ്. ഫുൾ പവറിലാണല്ലോ. മാഗി ആണല്ലേ? മാഗി ആണ്. അപ്പൊ മാഗിയുടെ ഒരു നല്ല ഫ്രണ്ട് ആയിരുന്നു അല്ലേ? മാഗിയുടെ നല്ലൊരു കണക്ഷൻ ഉള്ള ആളായിരുന്നു മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ആക്സിഡന്റലി കാണാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കാണുന്നത്? നമ്മളൊരു സ്കൂൾ ടൂറിൽ പോവാണ്. അപ്പൊ നിങ്ങൾ കോൺവെർസേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്കൂൾ ടൂറിൽ പോകുന്ന കാര്യം കൊണ്ടുവരാം കേട്ടോ. ഓക്കെ. അപ്പോ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ക്വസ്റ്റ്യൻ ടാഗ് ഇടണം. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ കാണുമ്പോൾ മിസ് വിചാരിക്കും, ഇവരിത് 10ാം ക്ലാസ് പഠിച്ചാണല്ലോ, ഇവർക്ക് ഇത് ഇപ്പോഴും അറിയാലോ. ഹേ, യു ആർ മിസ്റ്റർ ഗുപ്ത, ആരൻറ്റ് യു? കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് കൊണ്ടുവന്നു? ക്വസ്റ്റ്യൻ ടാഗ് കൊണ്ടുവന്നു. അപ്പൊ ഒരാൾ വന്നിട്ട് നിങ്ങൾ മിസ്റ്റർ ഗുപ്ത അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ ഗുപ്ത എന്ത് പറയും? ഓ, എന്നോട് ആപ്പിൾ ID സൈൻ ചെയ്യുമ്പോൾ അല്ലേ പറഞ്ഞില്ല. ഓക്കെ. യെസ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് അല്ലേ? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങളൊരു യുവും കൂടി ഇട്ടോളൂ. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? യെസ്, ഞാൻ മിസ്റ്റർ ഗുപ്തയാണ്. അപ്പൊ ഇതൊരു മാന്യതയുടെ പുറത്ത് പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോളൂ. അപ്പൊ ഇതൊരു ഇൻഫോർമൽ കോൺവെർസേഷനിൽ വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ. യെസ്, സാരംഗ് എലഗന്റ് ആണ് കേട്ടോ. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ് ആണ്. ഓക്കെ, അല്ലാണ്ട് അലിറ്ററേറ്റ് അല്ല. ഓക്കെ, എലഗന്റ് ആണ്. ഓക്കെ, so beautiful, so elegant, just looking like a wow. I have read about you and the efforts you have taken for Maggie, and I wonder where Mr. Frank's burial is. Connection വന്നോ? ടീച്ചർ CBSE ആയിരുന്നു. Okay. അപ്പോൾ എനിവേ, ഐ ഹാവ് റെഡ് അബൌട്ട് യു ആൻഡ് ദി എഫേർട്സ് യു ഹാവ് ടേക്കൻ. അപ്പം ഞാൻ നിങ്ങളെ പറ്റി ഒരുപാട് വായിച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ പറ്റി അറിയാം. എനിക്ക് പറഞ്ഞു തരാമോ മിസ്റ്റർ ഫ്രാങ്കിൻ്റെ ബറിയൽ എവിടെയാണ്? അപ്പം ഇപ്പം ഞാൻ എടുത്ത ഒരു സൈക്കോളജിക്കൽ മൂവ് നിങ്ങൾ ആലോചിക്കാം. ഞാൻ ഇദ്ദേഹത്തെ പറ്റിയിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ പറ്റി വായിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്കെല്ലാം അറിയാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ പറ്റി സംസാരിക്കാൻ. പ്രജിത് സർ വന്നു. പ്രജിത് സർ ഇതാ ഇപ്പം ഇറങ്ങി പുറത്തേക്ക് പോയിട്ടുണ്ട്. പ്രജിത് സാറിൻ്റെ ചാൻസ് വരുന്നതിൻ്റെ മുന്നേ ഞങ്ങളുടെ വക ഒരു സമൂഹഗാനം എന്നാണോ പറയുക? ഗ്രൂപ്പ് സോങ്ങിനെ സംഘഗാനം, എന്തായാലും ഒരു ഗ്രൂപ്പ് സോങ് ഉള്ളതാണ്. ഓക്കെ. ഓക്കെ, യെസ്, നമ്മൾ 100 ക്രോസ് ചെയ്തു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ശ്രദ്ധിച്ചില്ല, ഐ എം സോ സോറി. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ഗുപ്ത പറയാണ്, ഐ സി വെൽ ഇറ്റ് ഇസ് അറ്റ് ഫോർട്ട് മുൻറോ നിയർ. ഇത് മക്കളെ, ഈ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ മാർക്കാണ്. ഓക്കെ, ഇത് മാർക്കാണ്. മാഗിയുടെ നെയിം മാർക്കാണ്. ഞാനിവിടെ എവിടെയോ മാഗിനെ പറ്റി ചോദിച്ചിരുന്നല്ലോ. യെസ്, മാഗിയുടെ നെയിം മാർക്സ് ആണ്.
അപ്പൊ നിങ്ങൾ ഓർക്കുക, ആ ചാപ്റ്ററിന് ഏത് ഡിസ്കോഴ്സ് വന്നോട്ടെ, ഏത് ഡിസ്കോഴ്സ് ചോദിച്ചോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ഈശ്വര, പാട്ട് തുടങ്ങുന്നതിന് മുൻപ് കുടുംബത്തെ എത്തണമെന്നോ? അതെന്ത് പരിപാടിയാണ് ബ്രോ? ദാറ്റ് ഇസ് നോട്ട് ഫൈൻ. ഓക്കെ, ഞാൻ വളരെ മോശമായിട്ട് പാടും, പക്ഷെ നിങ്ങൾ അങ്ങനെ പറയരുതായിരുന്നു. They are finding other means to keep up with their lives. We exchanged letters. She became secretary. Important. എന്തുകൊണ്ടാ ഇമ്പോർട്ടന്റ്? സെക്രട്ടറി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് സെക്രട്ടറി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്? നമ്മുടെ മാഗിയുടെ ഡ്രീം എന്തായിരുന്നു? ഡ്രീം അല്ല, പ്ലാൻ എന്തായിരുന്നു? എന്തായിരുന്നു മാഗിയുടെ പ്ലാൻ? ന്യൂ മെമ്പറോ? ഗ്രൂപ്പ് സോങ് വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞതാ. ചോട്ടുവിനെ മറക്കൂല, ചോട്ടുവിന് എനിക്ക് ഇഷ്ടമായി. ഓക്കെ, അപ്പം ഇത്തരം യെസ് കൃഷ്ണ സി, ഞാൻ അതിലേക്ക് കിടക്കുന്നു. ഓക്കെ, അപ്പം എന്താ നമ്മൾ പറഞ്ഞ സെക്രട്ടറി എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാഗിയുടെ പ്ലാൻസിൽ ഉണ്ടായിരുന്നു അല്ലേ സെക്രട്ടറി. എൻ്റെ കൃഷ്ണേ, ബിക്കം യെസ്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സെക്രട്ടറി ആവണം, ബെറ്റർ ആവണം എന്നുള്ളത്, ഫൈനാൻഷ്യലി ബെറ്റർ ആവണം എന്നുള്ളത്. അപ്പം നിങ്ങളിത് നോക്കുക, ഈ പോയിന്റ്സ് ഒക്കെ എന്താണ്? ഇതിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇത് മാർക്കിംഗ് സ്കീമാണ്. ഇത് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർക്കിംഗ് അല്ല കേട്ടോ, മാർക്കിംഗ് സ്കീമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയാം? എനി റെലവൻറ്റ് ആൻഡ് സെൻസിബിൾ പീസ് ഓഫ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ സ്പീക്കർ ആൻഡ് മിസ്റ്റർ ഗുപ്ത റിലേറ്റഡ് ടു ഹിസ് നോളജ് അബൌട്ട് ദ ഡെഡ് സോൾജർ ഫ്രാങ്ക് ആൻഡ് ഹിസ് ഫോണ്ട് മെമ്മറീസ് അബൌട്ട് മാഗി ആൻഡ് ക്ലിഫോർഡ് ഫാമിലി ഇൻ ലണ്ടൻ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഇൻഫർമേഷൻസ് മാഗിനെ പറ്റിയിട്ടും ഫ്രാങ്കിനെ പറ്റിയിട്ടും കൊടുക്കാൻ പറ്റുമോ, അത്രയും ഇൻഫർമേഷൻസ് കൊടുക്കുമ്പോൾ എന്ത് വരും? മാർക്സ് വരും. ഓക്കെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കോൺവെർസേഷൻ എഴുതിക്കൂടെ? താങ്ക് യു ക്രിഞ്ച് ഫീൽസ്. ടീച്ചറിൻ്റെ നെയിം ശ്രീലക്ഷ്മി എന്നാണ്. നിങ്ങളിങ്ങനെ ഞാൻ ക്യൂട്ടാന്ന് പറയാതെ പഠിക്കൂ കുട്ടികളെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോൺവെർസേഷൻ മനസ്സിലായില്ലേ? കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്യാരക്ടറിൻ്റെ ഷൂസിൽ കയറി നിന്ന് ആൻസേഴ്സ് എഴുതാം. ഓക്കെ, ആ ക്യാരക്ടറായിട്ട് മാറാം. ഇപ്പം നിങ്ങൾ സ്കൂൾ ടൂറിന് പോകുമ്പോൾ മിസ്റ്റർ ഗുപ്തേനെ കണ്ട് ഒരു കുട്ടിയുടെ എക്സൈറ്റ്മെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിക്കുക. ആ മിസ്റ്റർ ഫ്രാങ്കിൻ്റെ വിഷമം നിറഞ്ഞ് അല്ലെങ്കിൽ ഓർമ്മകൾ നിറഞ്ഞ ഒരു സൗണ്ടിൽ നിങ്ങൾ എപ്പോഴും ആൻസർ ബാക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ലൈക്കിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. താങ്ക് യു സോ മച്ച്. എല്ലാവരും കേട്ടോ, നിങ്ങൾക്കൊരു ടോപ്പിക്ക് മനസ്സിലായാൽ നിങ്ങൾ പോയി ലൈക്ക് ചെയ്യുക. ഒരു വട്ടം ലൈക്ക് ചെയ്താൽ പിന്നെയും മനസ്സിലായാൽ പോയി ലൈക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ പാർത്ഥവ്, നോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ഈ കോൺവെർസേഷനിൽ തന്നെ വരുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ലേ? നമ്മൾ കോൺവെർസേഷനിലൊക്കെ പഠിക്കുന്ന ആ ഒരു സംസാരമാണ്, ഒരു ഡയലോഗാണ് നമ്മുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിലുള്ളത്. നിങ്ങൾ പോകെ ഒരു ആദ്യം മിസ് ക്യൂട്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ എന്തോ ഒരു നെഗറ്റീവ് ടോണിലൊക്കെ സംസാരിക്കുന്ന എന്താ? മാരീഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടു അല്ലേ? നമ്മുടെ സെലിബ്രിറ്റീസ് ഇറങ്ങി പോകുന്നു, സെലിബ്രിറ്റീസ് സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുന്നു. അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? നല്ല ചോദ്യങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാണ്. ചില കേസസിൽ അല്ല, ബട്ട് യൂഷ്വലി നമ്മൾ എപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഓക്കെ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കണം? ക്വസ്റ്റ്യൻസ് അബൌട്ട് ദി മേജർ ഇവൻറ്റ്. ഇപ്പം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ആൾക്കാർക്ക് മാർക്സ് പോവാറുണ്ട്. എന്തുകൊണ്ടാണ് പോവാറ്? ഹായ് ഫാത്തിമ, എന്തുകൊണ്ടാണ് പോവാറ്? നമ്മളിങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ആളെ വിളിച്ചു വരുത്തിയിട്ട് രാവിലെ എന്താ കഴിച്ചത്, ഉച്ചയ്ക്ക് ഇനി ചോറുണ്ണാൻ പോകുന്നുണ്ടോ, ബിരിയാണി ഇഷ്ടമാണോ, ഇതൊന്നും ക്വസ്റ്റ്യൻസ് അല്ല അല്ലേ? നിങ്ങൾ എപ്പോഴും നോക്കുക, ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മളിത് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് പറഞ്ഞു അല്ലേ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താ? മാഗിനെ വന്ന് മീറ്റ് ചെയ്ത് ആ ഒരു അമ്മ ഭയങ്കര സിക്കായി, നമ്മൾ ആ ഒരു ക്ലൈമാക്സ് ഏരിയയിൽ എത്തിയില്ലേ? ഫ്രാങ്ക് വരുമോ, ഫ്രാങ്ക് വരില്ലേ, ഇവിടെ പ്രശ്നമാണോ, നമ്മളിങ്ങനെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു പോയിന്റ് ഒക്കെ ഉണ്ടാവില്ലേ? അവിടെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലേ? നമ്മുടെ സ്റ്റോറി ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ഉള്ള ഏരിയയിൽ
നിന്ന് നിങ്ങളുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പോവാം. അത് മാത്രമല്ല, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എപ്പോഴും അതിൽ വലിയ അച്ചീവ്മെന്റ് വന്ന ആൾക്കാർക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. അപ്പൊ ആ ഒരു ഏരിയയും കൂടെ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ഓൺ ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് സ്കോപ്പ് ഓഫ് ദി ഇവന്റ്. അപ്പോൾ ഒരു മെയിൻ സംഭവം ഉണ്ടായി, അതിന്റെ പാസ്റ്റ്, അതിന്റെ പ്രസന്റ്, അതിന്റെ ഫ്യൂച്ചർ. സ്കോപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? അതിന്റെ ഫ്യൂച്ചറിനെ ഒക്കെ പറ്റി സംസാരിക്കുക. അപ്പൊ എങ്ങനെ ഇപ്പൊ നമ്മൾ മോഹൻലാൽ, നമ്മുടെ ലാലേട്ടനെ ഇന്റർവ്യൂ ചെയ്യാണ്. എന്തിന്റെ ബേസിസിൽ? മണിച്ചിത്രത്താഴ്. അത് കാരണം എൻ്റെ ഫേവറേറ്റ് സിനിമ ആയതുകൊണ്ട് പറയാം. അപ്പം മണിച്ചിത്രത്താഴ് പോലൊരു ഭീകര സിനിമ ചെയ്തതിന് ശേഷം നമ്മൾ ലാലേട്ടനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചോദിക്കും? എങ്ങനെ ഈ സിനിമയിലേക്ക് വന്നു? സിനിമയുടെ പാസ്റ്റ് എങ്ങനെ സിനിമയിലേക്ക് വന്നു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞു അല്ലേ, അദ്ദേഹം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഉത്തരം പറഞ്ഞു. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, എന്തൊക്കെയായിരുന്നു ആ സിനിമ ചെയ്യുമ്പോൾ ലാലേട്ടൻ എന്ന വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഫീലിങ്സിലെ ഇത്രയും വലിയ ഒരു മികച്ച ഒരു കഥ, മികച്ച ഒരുപാട് ആൾക്കാരുടെ കൂടെ ചെയ്തൊരു മൂവി, അങ്ങനെ ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാലേട്ടൻ ഒരു എന്താ പറയുക, ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? ഓക്കെ, പ്രസന്റിലെ ക്വസ്റ്റ്യൻ, ഫ്യൂച്ചറിലെ ക്വസ്റ്റ്യൻ. മണിച്ചിത്രത്താഴ് എന്നൊരു വൻ സിനിമ ചെയ്തതിന് ശേഷം ഇനി ലാലേട്ടൻ്റെ സിനിമയുടെ സ്റ്റൈൽസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഏതൊക്കെ പ്രോജക്ട്സ് ആണ് നോക്കി വെക്കുന്നത്, അത് ഇതുമായി ചായ്വുള്ള ഒരു തരം പ്രോജക്റ്റ് ആണോ, നമ്മുടെ വളരെ കൂളായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടാണോ പോകുന്നത്, അങ്ങനത്തെ ഒക്കെ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട് കേട്ടോ. നമ്മുടെ പ്രജിത് മാഷ് വന്ന പാടെ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട്. അപ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എപ്പോഴും പാസ്റ്റ്, പ്രസന്റ് ആൻഡ് സ്കോപ്സ് ഓഫ് ദി ഇവന്റിനെ പറ്റിയിട്ടായിരിക്കണം. Ensure that the questions help the interviewee to elaborate. Again, yes or no questions ചോദിക്കാതെ elaborate ചെയ്യാൻ പറ്റുന്ന questions ചോദിക്കാം. ഡയറി ഉണ്ടാകില്ല, പക്ഷെ നമ്മൾ ഡയറി നോക്കിയിട്ട് പോവാം കേട്ടോ. അവോയ്ഡ് ഡയറി ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞല്ല, നമ്മുടെ ഷൊട്ടു പറഞ്ഞാണ്. അപ്പോൾ ഷൊട്ടുവിൻ്റെ ആൻസർ ആണത്. അവോയ്ഡ് tedious question, അനാവശ്യ ചോദ്യങ്ങൾ. ഇതാണ് നിങ്ങളുടെ ഇവിടുത്തെ ഓർത്ത് വെക്കേണ്ട കാര്യം. ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ റീകളക്ട് ചെയ്യുക, അത് ഓർത്ത് എടുത്ത് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. സിമ്പിൾ ലാംഗ്വേജിൽ, വെറുതെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത, ടീച്ചർക്ക് മനസ്സിലാവാത്ത കടുകട്ടിയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട. സിമ്പിൾ ലാംഗ്വേജിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ജെയിൻ ഹോക്കിംഗ്, സ്റ്റീഫൻ ഹോക്കിംഗ്സ് വൈഫ്, വാസ് എ മേജർ ഹെൽപ്പിംഗ് ഹാൻഡ് ടു സ്റ്റീഫൻ ഹോക്കിംഗ്. അറിയാം, നമ്മൾ വായിച്ചാണ് അല്ലേ. She is arriving at your school to inaugurate a science fair as the editor of your school magazine asked her 4 interview questions. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. അത് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 8 മാർക്സിലേക്ക് നമുക്ക് വരാം. തൽക്കാലം നമ്മൾ ഈ 4 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് നേരെ വമ്പൻ സ്രാവുകളിലേക്ക് തിരിയാം. അപ്പൊ ജെയിൻ ഹോക്കിങ്ങിനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചോദിക്കാൻ പറ്റും? നിങ്ങൾ പെട്ടെന്ന് ഒരു 2 ക്വസ്റ്റ്യൻസ് ഇട്ടേ, എല്ലാവരും ഒരു 2 ക്വസ്റ്റ്യൻസ് ഇട്ടേ. ചാപ്റ്റർ റിവ്യൂ പറയും, റിപ്പോർട്ടഡ് സ്പീച്ച് പറയും, ചാപ്റ്റർ റിവ്യൂ പറയും, ക്യാരക്ടർ സ്കെച്ച് പറയും, പ്രൊഫൈൽ റൈറ്റിംഗ് പറയും, ഒക്കെ പറയും. ഓക്കെ, യെസ്, വെരി ഗുഡ് ജോക്കർ. ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഉണ്ടടാ, ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട് അത് മോർണിംഗ് ബൂസ്റ്ററിലേക്ക് മാറ്റിയതാണ്. ഓക്കെ, ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജെയിൻ ഹോക്കിങ്ങിനോട് നമ്മൾ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ക്യാൻ യു ഷെയർ ഹൗ യു മെറ്റ് മിസ്റ്റർ ഹോക്കിംഗ് ആൻഡ് വാട്ട് വാസ് ഹി ലൈക്ക് ബാക്ക് ഇൻ ദോസ് ഡേയ്സ്? അദ്ദേഹം എങ്ങനത്തെ ഒരാളായിരുന്നു? ഇലാബറേറ്റ് ചെയ്യാൻ പറ്റില്ലേ? പാസ്റ്റ് അല്ലേ? യെസ്. How did Mr. Hawking recover from the mental stress he was in after he was discharged from the hospital? അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ്ഡ് ആയതിനു ശേഷം അദ്ദേഹം ഫേസ് ചെയ്തിരുന്ന മെന്റൽ സ്ട്രെസ് ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളത്. അപ്രിസിയേഷൻ എല്ലാ പോംസിൻ്റെയും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കും. വാട്ട് ഡു യു തിങ്ക് must have given Mr. Hawking the strength to overcome and rise from all the challenges that life had thrown at him? അപ്പോൾ എങ്ങനെയാണ്? Again, how do you feel now, future, present, as a partner of Stephen Hawking? Do you think there is more than this friendship of Do you think there is more that this friendship of yours with Stephen can contribute to the world of astrophysics? എന്താണ്? ഫ്യൂച്ചർ ആണ്. അപ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ?
അഗൈൻ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന്റെ മാർക്കിംഗ് സ്കീം നോക്കാം. ജോസ് അശ്വിൻ, മിസ്സിന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ മാർക്കിംഗ് സ്കീം എങ്ങനെയാ പോകുന്നത്? എനി 4 appropriate interview questions related to Stephen Hawking and Jane Hawking's family life, their first meeting and Jane's support to Stephen. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ മാർക്കിംഗ് സ്കീം കിടക്കുന്നത്. മനസ്സിലായില്ലേ? ആ ചാപ്റ്ററിന് നിങ്ങൾക്ക് എത്ര റിട്രീവ് ചെയ്യാൻ പറ്റുമോ അത്രയും റിട്രീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് പോർഷനാണ്. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല എന്നെനിക്ക് അറിയാവുന്ന ഒരു പോർഷനാണ്. ദാറ്റ് ഈസ് ഇതിനു മുൻപ് ഡിസംബർ 2022 ചോദിച്ചിട്ടുള്ള ഒരു fill in the blanks. ആര് ആൻസർ ചെയ്യും? While the revision process dash going on, he made a trip to Switzerland. ആര് ആൻസർ ചെയ്യും? യെസ്, നമ്മുടെ ആർദ്ര വിനോദ് ചോദിക്കുന്നുണ്ട് ഹൗ ഡിഡ് ജെയിൻ ഹെൽപ്പ് യു. അതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഓക്കെ, while the revision process dash going on, he made. ഓക്കെ, നമ്മുടെ കൃഷ്ണ കുറേ നേരമായിട്ട് ഗിവ് അവേയുടെ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ, അതാ നമ്മുടെ ക്രിസ്മസ് സർപ്രൈസ് ആണ്. ഗിവ് അവേ അല്ല, അത് ആക്ച്വലി ഒരു ക്രിസ്മസ് സർപ്രൈസ്. എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ മാരത്തോണിൻ്റെ ലൈവ് അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാം. എത്ര ആൾക്കാർക്ക്? 10 ആൾക്കാർക്ക്, അല്ലെങ്കിൽ 3 ഗ്രൂപ്പ്, അല്ല അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തുണ്ടാവും? യെസ്, അതിൽ നിന്ന് നിങ്ങൾക്ക് iPhone 14 വരെ കിട്ടാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? യെസ്, നമ്മുടെ fill in the blanks അല്ലേ? അപ്പോൾ നിങ്ങൾ fill in the blanks ഇതൊന്ന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞേ. While the revision process dash going on, he made a trip to Switzerland. റിവിഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നെയിം പറ? മിസ്സിൻ്റെ നെയിം ശ്രീലക്ഷ്മി എന്നാണ്. ശ്രീലക്ഷ്മി. ഓക്കെ, S23 ഞാൻ പറയാം കേട്ടോ. ഐഫോൺ വേണ്ട, S23 മതി എന്ന് പറഞ്ഞു എന്നുള്ളത്. ജോന, അത് വരും കേട്ടോ, മലയാളം അത് വരും. ഓക്കെ, എവിടെ ആൻസേഴ്സ് എവിടെ? While the revision process, പിക്സലും പറയാം. ഓക്കെ, while the revision process ആണോ? റിവിഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ എവിടെ പോയി? ട്രിപ്പ് ടു സ്വിറ്റ്സർലൻഡ്. യെസ്, എവിടെ കിടക്കുന്ന? ഓക്കെ, വാസ് ആണല്ലേ, അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. Okay, after my address, hundreds of hands dash raised for asking questions. എൻ്റെ ഞാൻ സ്പീച്ച് കൊടുത്തതിന് ശേഷം hundreds of hands dash raised for asking questions. Hundreds of hands. Hundreds of hands. എന്താണിത്? ഈസ്, വാസ്, ആറ്, വേറെ ഒക്കെ ഇടുന്നുണ്ടല്ലോ, ഒരുപാട് കൈകൾ. ഓക്കെ, അപ്പം നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് കിടക്കാം. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. അതായത് ഇപ്പം നമ്മുടെ ഒരു നൗൺ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിന് മാച്ചായിട്ടൊരു വേർബ് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സബ്ജക്റ്റും നമ്മുടെ വേർബും, അത് നൗണല്ല പ്രോനൗൺ എന്തായിക്കോട്ടെ, നമ്മുടെ സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇവരിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടീമും ഇവരും തമ്മിൽ ഒരു കൈൻഡ് ഓഫ് എഗ്രിമെൻറ്റിൽ എത്താണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അങ്ങനത്തെ എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളൊരു 26 വയസ്സായിട്ടും നിങ്ങൾക്ക് ആരും സെറ്റായിട്ടില്ലെങ്കിൽ അവസാനം നിങ്ങൾ ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ എത്താറുണ്ട്. എന്ത്? ഞാൻ സിംഗിൾ ആണെങ്കിൽ നീയും സിംഗിൾ, ഞാൻ പ്ലൂരൽ ആണെങ്കിൽ നീയും പ്ലൂരൽ. അങ്ങനെ ഒന്നുകിൽ നമുക്ക് ഒരുമിച്ച് സിംഗിളായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്ലൂരലായിട്ട് നിൽക്കാം എന്നുള്ളൊരവസ്ഥ. ഓക്കെ, സായുജ്, മിസ് കാണുന്നുണ്ടടാ, മിസ് കാണുന്നുണ്ട്. നമുക്ക് പഠിക്കണ്ടേ, നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. യെസ്, ശരി സായുജെ. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ നമ്മുടെ വേർബ് എന്തായിരിക്കും?
സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോഴോ നമ്മുടെ വേർബും പ്ലൂറൽ ആയിരിക്കും. ഇതാണ് ഇതിന്റെ ബേസ്. ഓക്കെ, ഇതിനെ നമ്മൾ കോൺകോർഡ് എന്നൊക്കെ പറയും. നിങ്ങൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞോളൂ. ഓക്കെ, ട്രാക്ക് മാറ്റാം. പൊടിശരത്ത്. അപ്പോ എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. ഡിസംബർ 2022. ഈ ട്രാക്ക് റെഡി ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ട്രാക്ക് മാറ്റാൻ പോവാണ്. Young friends, let me discuss to you how you can be unique. I have so far met 15 million youth of a decade's time. ഇതിൽ തെറ്റ് ആർക്കാ കണ്ടുപിടിക്കാൻ പറ്റുക? ഇപ്പോൾ ഇവിടെ ക്ലാസ്സിൽ ഓളം വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയോ? ക്ലാസ്സിൽ ഓളം എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ ക്ലാസ്സിൽ ഒരു ഓളത്തിൽ നിന്നാൽ മാത്രമേ മിസ്സിന് ക്ലാസ്സിൽ ഒരു ഓളം വരുള്ളൂ അല്ലേ? അല്ലെങ്കിൽ മിസ്സിൻ്റെ എനർജി എന്താവും? ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ edit the following passage. Young friends, let me discuss to you. ഇതില് ആരാണ് ഇത്? എക്സാമിന് എത്ര യൂണിറ്റ് ആണ് ടോട്ടൽ? പരീക്ഷയുടെ തലേന്ന് വന്നിട്ടാണോ എക്സാമിന് എത്ര യൂണിറ്റ് ആണ് വരുന്നത് എന്ന് ചോദിക്കുന്നത്? ഓക്കെ, എക്സാമിന് ആസ് ഇതുവരെ ഉള്ളത് ഒരു 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് 2 യൂണിറ്റ്സിന് എത്ര ശതമാനത്തോളം ചോദിക്കും എന്നുള്ള ഒരു 20% ആണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ താങ്ക് യു മിന്നൽ ബോർഡ്. അപ്പൊ നിങ്ങളുടെ ആൻസേഴ്സ് വരട്ടെ. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് ടു യു. ഇതിൽ എന്താ മിസ്റ്റേക്ക്? ലെറ്റ് മീ ഡിസ്കസ് ടു യു. എന്താ മിസ്റ്റേക്ക് മക്കളെ? എന്താണ് മിസ്റ്റേക്ക്? യെസ്, ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോവാണല്ലേ. ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനാണോ പോകുന്നത്? യങ് ഫ്രണ്ട്സ്, മാരത്തോൺ ആണ്, റിവിഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സിലാണ്. നാളെ മോർണിംഗ് നമ്മൾ ചാപ്റ്റർ റിവിഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ്. ഓക്കെ, യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് ടു യു ആണോ? ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുക? ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ മക്കളെ? ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. എന്താണ് ലെറ്റ് മീ ഡിസ്കസ് ഫോർ യു നോ? എന്താണ് ഹരിനാഥ്? ഞാൻ നിങ്ങളോട് കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 2 ആണോ വരിക? 4 ആണോ വരിക? അതോ വിത്ത് ആണോ വരിക? ജോസ്, ഐ ലവ് യു ടു. ഓക്കെ, നാളെ മോർണിംഗ് ക്ലാസ് ആണ്. നാളെ മോർണിംഗ് കറക്റ്റ് എത്ര മണിക്ക് ക്ലാസ് ഉണ്ട്? ഞാനിത് കുറച്ച് നേരം മുന്നേ പറഞ്ഞിട്ടുള്ളൂ. നാളെ മോർണിംഗ് നമുക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട്. ഓക്കെ, മോർണിംഗ് ബൂസ്റ്റർ ക്ലാസ് ഉണ്ട്. Yes, let me discuss with you how you can be unique. I have so far met 15 million youth of a decade's time. ഇത് വായിച്ചു നോക്കാം. ഞാൻ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് I have met 15 million youth of a decade's time ആണോ? ഞാൻ ഒരു ഡിക്കേഡ് ടൈമിൽ 15 മില്യൺ യൂത്തിന് ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളൊരു സംഭവം ഓക്കെ ഒരു ഡിക്കേഡ് ശരിക്കും ഡിക്കേഡ് അല്ല കേട്ടോ, ശരിക്കും ഡെക്കേഡാണ്. ഒരു ഡെക്കേഡിൻ്റെ ടൈമിൽ ഞാനൊരു സംഭവം ചെയ്യുമ്പോൾ, അതായത് ഇപ്പം നമ്മളിതാ ഒരു ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് ജാനുവരി മുതൽ ഡിസംബർ വരെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഇയറിൻ്റെ ടൈമിൽ എന്ന് പറയുമ്പോൾ ഇതാ ഇത്രയും ഏരിയയുടെ ഉള്ളിലാണ്, ഇത്രയും ഏരിയയുടെ ഉള്ളിലല്ലേ. അപ്പോൾ ഒരു സംഭവത്തിൽ ഒരു ഡെക്കേഡ് എന്ന് പറയുമ്പോൾ 10 വർഷം, അപ്പോൾ ഇതാ 1ാമത്തെ വർഷം മുതൽ 10ാമത്തെ വർഷം വരെ ഇതിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ആ ഇല്ല് വരുമ്പോൾ എന്താ നമ്മൾ യൂസ് ചെയ്യുക? ഇന്നാണ് യൂസ് ചെയ്യുക. യെസ്, ഇന്ന്. അപ്പോൾ so far I have met 15 million youth. എപ്പോ? ഓഫ് ആണോ വരിക? ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ മീറ്റ് ചെയ്യുമ്പോൾ ഓഫ് ആണോ വരിക? എവിടെ മക്കള് ആൻസർ പറ, എന്താണ് വരിക? ജോക്കർ എവിടെ? ജോക്കർ ചോട്ടു ഒക്കെ എവിടെ? ചോട്ടു എടാ, ഇത്രയും ഒരു കാലത്തിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഇന്നാണ് വരിക എന്ന്. അപ്പം എന്താണ് വരിക? ഹരിനന്ദ്, യെസ്, ഐ ഹാവ് മെറ്റ് 15 മില്യൺ യൂത്ത് ഇന്നെ ചെറിയ മിസ്സേന്നോ? അതല്ല ഞാൻ പറഞ്ഞു, നമ്മളൊരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇപ്പം ഞാൻ പറയാം, ഞാൻ ഒരു മാസത്തിൽ വരും എന്ന് പറയുമ്പോൾ, ഒരു മാസത്തിൽ എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ആയിക്കൂടെ.
ഒരു മാസം എന്ന് പറയുമ്പോൾ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമയമില്ലേ? ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയ്ക്ക് വരില്ല. ഓക്കെ, അതെങ്ങനെ വരാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലെങ്തി പീരീഡിൻ്റെ ഉള്ളിൽ അങ്ങനെ ടൈമിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്ത്? ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും സമയത്തിനുള്ളിൽ വരും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുക? മില്യൺസ് ഓഫ് യൂത്ത് ഇൻ ആ ഡെക്കേഡ്സ് ടൈം എന്നാണ് പറയാം. ഓക്കെ, ഐ ലേൺഡ്. ഇനി അടുത്തത് ഇൻ എ ഡെക്കേഡ്സ് ടൈം, ഒരു 10 വർഷത്തിൻ്റെ സമയം എന്നാണ് പറയുന്നത്. ഒരു സംഭവത്തിൻ്റെ പൊസഷൻ നമ്മൾ കാണിക്കുമ്പോൾ, ഇപ്പോൾ ഇതിൻ്റെ സമയം അങ്ങനെ ഇൻ്റെ എന്ന് കാണിക്കുമ്പോൾ നമ്മൾ ഏത് വേർഡാണ്, എന്ത് സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യാറ്? ശ്രീലക്ഷ്മിയുടെ പെണ്ണാണ്. എങ്ങനെ നമ്മൾ പറയാം? ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സെറ്റാവാൻ നടക്കല്ലേ, എന്തെന്ന പണിയാണിത്. ഓക്കെ, എന്നാൽ ഞാനിത് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് പോവേ. ഇൻ എ ഡെക്കേഡ്സ് ടൈം. ഓക്കെ, ഒരു ഡെക്കേഡിൻ്റെ സമയത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ എ ഡെക്കേഡ്സ് ടൈം ഐ ലേൺഡ് എവറി യൂത്ത്സ് വാണ്ട് ടു ബി യുണീക്ക്, ദാറ്റ് ഇസ് യു. ഇതിന് ഒരു കണക്ഷനും ഇല്ലല്ലോ. ഐ ലേൺഡ് എവറി യൂത്ത്സ്, എവറി ഈച്ച് ഒക്കെ വരുമ്പോൾ നമ്മൾ ഏത് ഫോമിലാണ് പോവാറ്? എവറി എന്നുള്ള വാക്ക്. ഇപ്പം എവറി ഡേയ്സ് എന്ന് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പറയുന്നത് കേട്ടിട്ടുണ്ടോ? യെസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെരി ഗുഡ്. ഇതിപ്പോൾ ആരാ പറഞ്ഞത്? നമ്മുടെ മിന്നൽ ബോട്ട് ആയിക്കോട്ടെ, നമ്മുടെ ആഷിഖ് ആയിക്കോട്ടെ. മിസ് വെള്ളം കുടിച്ചോളാടാ, മിസ്സിന് അറിയാം വെള്ളം കുടിക്കണം. I learned every youths want to be unique. Every youth, ഓരോരുത്തരും എന്താ വരിക? യൂത്ത്സ് ആണോ വരിക? എവറിയുടെ കൂടെ എന്താ വരിക? സിംഗിൾ ഫോം ആണോ പ്ലൂറൽ ഫോം ആണോ വരിക? സിംഗിൾ ആണോ പ്ലൂറൽ ആണോ? എവറി വന്നു കഴിഞ്ഞാൽ സിംഗിൾ ആണോ പ്ലൂറൽ ആണോ വരിക? എവറി ഡേയ്സ് ആണോ വരിക? എവറി ഡേ ആണോ വരിക? എന്താ വരിക? എവറി ഡേയ്സ്. യെസ് മിന്നൽ ബോട്ട്. എന്താ വരിക? എവരി ഒന്നുമല്ല, എവറി യൂത്ത്. ഓക്കെ, എവറി യൂത്ത് ആണ് വരിക. അതെന്തുകൊണ്ടാ? അതിൻ്റെ കൂടെ വരുന്ന നൗൺ എങ്ങനെയാണ് വരിക? സിംഗുലർ അല്ലേ വരിക? യെസ്, സിംഗുലർ ആണ് വരിക. അപ്പോൾ അതാ എവറി യൂത്ത്സ് നമ്മൾ വെട്ടിയിട്ട് എവറി യൂത്ത് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ വോണ്ട്, എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. ഓക്കെ, കാരണം വേർബിൻ്റെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, സബ്ജക്റ്റും വേർബും വരുമ്പോൾ എങ്ങനെ വരും? ഇത് സിംഗിൾ ആണെങ്കിൽ അതും സിംഗിൾ വരും, ഇത് പ്ലൂറൽ ആണെങ്കിൽ അതും പ്ലൂറൽ വരും. ഓക്കെ, എനിവേ, ഇനി നമ്മൾ ചെയ്യാൻ ബാക്കിയുള്ള സംഭവം എന്താണ്? നറേഷൻ. നറേഷൻ എന്നുള്ളത് എഗെയിൻ ഇപ്പം നേരത്തെ ചോദിച്ചു എത്ര മാർക്കിനാണ് നമുക്ക് നറേഷൻ വരാറ്? നറേഷൻ നമുക്ക് യൂഷ്വലി 6 മാർക്കിന് വരും. ഇപ്പം നേരത്തെ നിങ്ങൾ ചോദിച്ചു 8 മാർക്കിൻ്റെ റൈറ്റ് അപ്പ് പറഞ്ഞു തരാൻ പറഞ്ഞു. സോറി. അപ്പൊ നറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 6 മാർക്കിന് വരും എന്നുള്ളത് നമുക്കറിയാം. 6 മാർക്കിന് വരുന്ന ഒരു നറേഷനിൽ എങ്ങനെ നമുക്ക് ഫുൾ മാർക്സ് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മാക്സിമം മാർക്സ് വാങ്ങാൻ പറ്റും, എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഓർഡർ ഉണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ നറേഷൻ ചെയ്യുമ്പോൾ നറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നമ്മളൊരു കാര്യം നറേറ്റ് ചെയ്യുക? യെസ്, നമ്മളൊരു സ്റ്റോറി പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളത് നറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ നറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് സ്റ്റോറി ടെല്ലിംഗ്. അപ്പോൾ ഒരു കഥ പറയുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുമോ? ഒരു കഥയുടെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുമോ?
നിങ്ങൾ ഇപ്പോഴും ഹായും പറഞ്ഞ് മിസ്സിന്റെ പേരും ചോദിച്ചിരുന്നു കേട്ടോ. എക്സാം ആയേ. നറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നറേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇതാ നറേഷൻ പോകുമ്പോൾ നിങ്ങളുടെ 6 മാർക്ക് എവിടെയാണ് കിടക്കുന്നത്? 3 മാർക്ക് നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഐഡിയ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്നതിലാണ് കിടക്കുന്നത്. യെസ്, ഓൺലി സ്റ്റോറി. ഹരിനന്ദ് ജോഷ്, ഹൈ. ഹരിനന്ദ് അഗെയിൻ ഓൺലി സ്റ്റോറി. എന്താണ്? ഇവരിപ്പോഴും മിസ്സിനെ കല്യാണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓർഗനൈസേഷൻ ഓഫ്, അതിൽ നമ്മൾ സ്വന്തമായിട്ട് എന്ത് പറയില്ല? ഒപ്പീനിയൻ പറയില്ല. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഇതിൽ ഒന്നും ആഡ് ചെയ്യാനില്ല. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്. അപ്പൊ എന്തൊക്കെയാണ് സംഭവിച്ചത്? അതിന്റെ ഓർഡർ തെറ്റിച്ചൊന്നും പറയാതിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഓർഡർ ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, വളരെ ക്ലിയർ ആയിട്ട്. അതായത് ചിലർ ഈ സിനിമ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയില്ലേ? അതായത് പ്ലോട്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്തൊക്കെയോ പറയും. എടാ അത് അങ്ങനെ വന്നു, ഇപ്പൊ നമുക്ക് തന്നെ ഒരു സംഭവം നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ നിങ്ങളുടെ സ്റ്റോറി പോകണം. അതിന് ക്ലാരിറ്റി വേണം. ഓക്കെ, ആ ക്ലാരിറ്റിക്ക് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കഥയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഈവൻസും കവർ ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കുമ്പോൾ ദർ ഇസ് ക്ലാരിറ്റി ഇൻ പ്രസൻറ്റേഷൻ. നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ ക്വാളിറ്റി. ഓക്കെ, ലാംഗ്വേജിൻ്റെ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് കുറയ്ക്കുക. മിന്നൽ ബോർഡ് ജുജുത്സു കേസിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം കേട്ടോ. തൽക്കാലം നമ്മൾ പ്രജിത് സർ വരും. ഞാനിതെപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്, പ്രജിത് മാഷ് വിളിച്ച് നമുക്കൊരു കലാപരിപാടി നടത്തിയിട്ട് വിടാം, പ്രജിത് മാഷ് അല്ലേ. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലാംഗ്വേജ് നോക്കുക, റെലവൻസ് ഓഫ് ദ പോയിന്റ്. വെറുതെ എന്തെങ്കിലും ഒന്നും എഴുതാതിരിക്കുക. എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് ഉള്ളത്? പ്രജിത് മാഷ് വിളിക്കാം കേട്ടോ സാർ. ഇതാ ഇപ്പം വരും. പ്രജിത് സാറിനെ ഒന്ന് വിളിക്കോ? ഓക്കെ, അപ്പൊ പോയിന്റ്സിന്റെ റെലവൻസിലേക്ക് 1 പീസ് അതാണ് എനിക്ക് കൂടുതൽ എടുക്കുന്നത്. എന്താണ് ഹരിനന്ദിന് കൂടുതൽ? ഗ്രാമാറ്റിക്കൽ എറേഴ്സ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ലാംഗ്വേജ് പ്രോപ്പർ ആക്കുക. ആൻഡ് റെലവൻറ്റ്, ആ പറയുന്ന പോയിന്റ്സ്, ആ കഥയിലെ തുടക്കത്തിലുള്ള അനാവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാതെ എന്താണ് ടു ദി പോയിന്റ് ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് 6 മാർക്കിൻ്റെ നിങ്ങളുടെ ഒരു മാർക്കിംഗ് സ്കീം ഇങ്ങനെയാണ് കിടക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡ്രാമ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ്. അപ്പോൾ എന്താ നമ്മുടെ ടേർട്ടിൽസിൻ്റെ ആ മറ്റേ സ്റ്റോറിയില്ലേ, നമ്മുടെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ അതിൻ്റെ കൺടവ് ആണ്, ബട്ട് ടേർട്ടിൽസ് ഓഫ് കടവ്. അപ്പോൾ അതിൻ്റെ ഒരു നറേഷൻ നിങ്ങളോട് പോവാൻ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ നറേഷൻ പോവാ? ലോങ് എഗോ ലിവ്ഡ് എ വെരി ലവ്ലി പ്രിൻസസ് നെയിംഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കഥ പറയുന്ന പോലെ ആ കഥ സ്റ്റാർട്ട് ചെയ്യുക. ലോങ് എഗോ ലിവ്ഡ് എ വെരി ലവ്ലി പ്രിൻസസ് അല്ലേ. അങ്ങനെ വളരെ ലവ്ലി ആയിട്ടുള്ള ഒരു പ്രിൻസസ് ഉണ്ട്. അവരെന്താണ്? അവിടുത്തെ ചീഫിൻ്റെ വൈഫ് കൂടെയാണ് അല്ലേ. അപ്പം ഏത് വില്ലേജിലാണ്? അപ്പം എന്ത് ചെയ്യുക? ഇത് കൊടുക്കുക. ദേ ഹാഡ് എ ഡോട്ടർ. അവർക്കൊരു മകളുണ്ട്. മകളുടെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. ഓഫൻ വെൻ ഫിഷിംഗ് വിത്ത് എ ഡോട്ടർ ഇൻ ദ റീവ്സ് നിയർ ദെയർ ഹൗസ്. അങ്ങനെ എന്ത് സംഭവിച്ചു? വൺ ഡേ they went further afield and they were really engrossed. അവരെ ആരൊക്കെ പിടിച്ചോണ്ട് പോയില്ലേ? അവരെ അപ്പുറത്തെ വില്ലേജിലെ ആൾക്കാർ പിടിച്ചോണ്ട് പോയി. അപ്പം ആ കാര്യം അത് ഏത് വില്ലേജിലെ ആൾക്കാരാണ്? ആ വില്ലേജിൻ്റെ നെയിം കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, അതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, ദീസ് ഫിഷർമെൻ കോട്ട് ബോത്ത് ദീസ് വിമൻ. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ ഓർഡറിൽ കൊടുക്കുക. അപ്പോൾ ആ കഥയിൽ അവിടുത്തെ ആ ഫുൾ സ്റ്റോറി അല്ല ചോദിച്ചിട്ടുള്ളത് എന്താ? ഫിജി ഐലൻഡിലെ ലെജൻഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ ഐലൻഡിലെ ലെജൻഡ്? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എടുത്തോ. യെസ്, എക്സാമിനുള്ള ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ ഇൻ ഡീറ്റെയിൽ തന്നെ പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ഓർഡർ, നമ്മുടെ ലെജൻഡിൻ്റെ ഓർഡർ തെറ്റിക്കാതിരിക്കുക. അപ്പോൾ ആദ്യം അമ്മയും മകളും ഉണ്ട്, നല്ല ഭംഗിയുള്ള അമ്മയും മകളുമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്?
ഇവര് ഫിഷിങ്ങിന് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു ഫേസിൽ എത്തുമ്പോ എന്ത് സംഭവിക്കുകയാണ്? ഇവർ കുറച്ചധികം ഈ ഫിഷിങ്ങിൽ ഭയങ്കര ഫോക്കസ് ചെയ്ത്, ഇപ്പൊ നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ ഫോക്കസ് ചെയ്യുന്ന പോലെ ഫോക്കസ് ചെയ്ത് അവരെവിടെ എത്തി? അവര് പോയി. ഇതാ നമ്മുടെ പ്രജിത് മാഷ് വന്നിട്ടുണ്ട്, നമുക്ക് പാട്ട് പഠിപ്പിക്കാം. പ്രജിത് സർ വരൂ. ഹായ് മക്കളെ, എന്താണ് ക്ലാസ് ഉഷാറായി പോകുന്നുണ്ടോ? കൊറേ പഠിച്ചു വര്. അവര് കൊറേ പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് അവരിങ്ങനെ പ്രജിത് മാഷ് എവിടെ, പ്രജിത് മാഷെ കൊണ്ട് പാടിപ്പിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പാടിപ്പിക്കുകയാണെങ്കിൽ ഈ കൗണ്ട് ഒന്നും പോരാ. ഇപ്പൊ നമ്മുടെ വാച്ചിങ് ഇപ്പൊ നമുക്കൊരു മിനിമം 250 ഒക്കെ എത്തിക്കഴിഞ്ഞാലോ, അല്ലാതെ വെറുതെ ആലോചിക്കാം. നമുക്കൊരു മൂഡില്ല അല്ലെ പാടാൻ, നമുക്കൊരു വൈബ് വരണ്ടേ? എടാ മക്കളെ, നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾ നാളെ എക്സാമിനേഷൻ ആണ്. ടീച്ചർ ഉഷാറായിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് മാഷ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് കാര്യങ്ങളല്ല, നിങ്ങൾക്ക് എക്സാമിനേഷൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയ കുറച്ച് കാര്യങ്ങളായിട്ട് മാഷ് വരുന്നുണ്ട്. അതിനു മുമ്പ് ടീച്ചർ പ്രിപ്പയർ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ടീച്ചർ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് അതെ പറഞ്ഞ് പഠിപ്പിച്ചു തരും. അതിനുശേഷം മാഷ് വരാം. ഓക്കെ, അതുവരെ ബൈ ബൈ. നമ്മുടെ ഷൊട്ടു എല്ലാരും സെറ്റ് ആക്കിയിട്ട് വരാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷൊട്ടു പോയ പോക്കേ ഉള്ളൂ, ഷൊട്ടുവിന് പിന്നെ കാണാനില്ല. ഓക്കെ, എന്നാ ശരി. അപ്പൊ സാർ ഇതാ ഇപ്പൊ വരും. ആൻഡ് ഇനി നമ്മുടെ നരേഷനിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കാനുള്ളത്? ഞാൻ പറഞ്ഞു അല്ലേ, ഓർഡർ തെറ്റിക്കാതിരിക്കുക. ഇനി അവരെ പിടിച്ചോണ്ട് പോയത് തെറ്റാണ്, ശരിയാണ്, അവരെ പിടിച്ചോണ്ട് പോവണ്ടായിരുന്നു, ദൈവമാണ് രക്ഷിച്ചത്, അത് നമ്മുടെ സ്റ്റോറിയിലുണ്ട്. അത് അതേപോലെ പറയാം. ദൈവം അല്ല രക്ഷിച്ചത്, അങ്ങനത്തെ പോയിന്റ്സ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത്. നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. നറേഷനിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടില്ല. അപ്പൊ എന്താണ് നറേഷനിൽ നിങ്ങളുടെ മിസ്ഡ് ഔട്ട് യശം ചോദിക്കൂ എന്താണ്? എടാ അവസാനം നിങ്ങൾ പാടുന്ന് പറഞ്ഞിട്ട് ഞാൻ പാടും, പിന്നെ നിങ്ങളുടെ മൂഡ് പോവും. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താ, നിങ്ങൾ ആ ഓർഡർ തെറ്റിക്കാതിരിക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻ കൊടുക്കാതിരിക്കുക. ദ ഡിസെൻഡന്റ്, അപ്പോൾ ഇത് എങ്ങനെ അവസാനിപ്പിച്ച് നോക്കുക. ദ ഡിസെൻഡൻസ് ഓഫ് ദീസ് ടർട്ടിൽ റൈസ് വെൻ ദ വിമൻ ഓഫ് ദെയർ ലാൻഡ് സിങ്സ് ദ സ്പെഷ്യൽ ചാൻറ്റ് ആൻഡ് ദി സ്റ്റേ അവേ വെൻ പീപ്പിൾ ഫ്രം the Namukeluvu village shows up. The chant which they sing calls out both the women's name. And അത് കഴിഞ്ഞിട്ട് നിങ്ങളിത് എങ്ങനെ എൻഡ് ചെയ്യണം? നിങ്ങളിതിന് കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു എൻഡിങ് കൊടുക്കാം. And this as per the author എന്തല്ല, ആസ് പെർ ദി ഓത്തർ നമുക്ക് എന്തറിയാം? ആസ് പെർ ദി ഓത്തർ നമുക്ക് എന്തറിയാം? അദ്ദേഹം പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ വിശ്വസനീയമല്ല അല്ലേ. ദിസ് ആസ് പെർ ദി ഓത്തർ മൈറ്റ് സൗണ്ട് ഔട്ട് ഇനി സയൻറ്റിഫിക് ബേസിലെ ഒരു സയൻറ്റിഫിക് ബേസും ഇതിനില്ല എന്ന് നമ്മുടെ ഓത്തർ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഓത്തർ പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്ത് തോന്നും, ഇതിനൊരു ഒരു ട്രൂത്ത് ഇല്ല, സയൻറ്റിഫിക് ബേസ് ഇല്ല എന്നല്ല, ഒരു ട്രൂത്ത് ഇല്ല എന്ന് തോന്നും. പക്ഷേ എന്താ, ആര് വരാറുണ്ട് അത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ടേർട്ടിൽസ് വരാറുണ്ട് എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ലൈവ് ഇത് മറ്റേ വീഡിയോയിൽ പറയുന്ന പോലെ ഒരുമാതിരി പട്ടാളക്കാരും ഗൾഫുകാരും ഒക്കെ നാട്ടിലേക്ക് വരുന്ന പോലത്തെ ഒരു വർത്താനം പറച്ചിൽ നിങ്ങൾ പറയരുത് കേട്ടോ. നമ്മൾ നരേഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് എന്താണ് ലൈവ് ടി വി റിപ്പോർട്ട്. ലൈവ് ടി വി റിപ്പോർട്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ലൈവ് ടി വി റിപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലൈവ് ടി വി റിപ്പോർട്ട് ഇപ്പം നിങ്ങളൊരു ക്യാമറയുടെ മുന്നിൽ നിന്ന് റിപ്പോർട്ടഡ് സ്പീച്ച് വരുമോ എന്ന് ചോദിക്കുന്നവർക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് വരും. ലൈവ് ടി വി റിപ്പോർട്ട് കഴിഞ്ഞാൽ ഞാൻ പാടും. പക്ഷേ ഞാനിത് ഇവരിത് കഴിഞ്ഞ് എന്നെ ട്രോളി കൊല്ലും, അതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. എനിക്ക് പാടാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, ഇത് കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്വൈര്യം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. എനിവേ ലൈവ് ടി വി റിപ്പോർട്ട് ഉണ്ട്. ലൈവ് ടി വി റിപ്പോർട്ട് കഴിഞ്ഞാൽ നമുക്ക് പാടാം. അത് കഴിഞ്ഞ് പ്രജിത് സാർ നന്നായിട്ട് പാടും, ഞാൻ ജസ്റ്റ് എനിക്ക് അറിയാവുന്നൊരു പാട്ട് പാടാം. ഓക്കെ, അപ്പോൾ ലൈവ് ടി വി റിപ്പോർട്ട് നിങ്ങൾ എപ്പോൾ എഴുതുമ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നല്ലൊരു ബിഗിനിങ് കൊടുക്കുക അല്ലേ. നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആകുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കാറുണ്ട്? ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇത് ലൈവ് ടി വി റിപ്പോർട്ട് ആയിക്കോട്ടെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആകുമ്പോൾ നമ്മൾ നോക്കാറുള്ള കാര്യം നമ്മുടെ ഹെഡിങ് നല്ല പഞ്ചുള്ള ഹെഡിങ് ആവണം എന്ന് നമ്മൾ നോക്കാറുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ ബൈലൈൻ പ്രോപ്പർ ആവണം. ബൈലൈൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ പ്ലേസ് കറക്റ്റ്
കറക്റ്റായിട്ട് കൊടുക്കണം. ഇത് എവിടെയാണ് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത്, ആ ഒരു പ്ലേസ് ആൻഡ് ടൈമൊക്കെ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കണം. ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? മെയിനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. എന്ത് സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, എവിടെ സംഭവിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. എന്തുകൊണ്ട് സംഭവിച്ചു അവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. സെക്കൻഡ് പാരയിൽ നമ്മൾ എന്ത് കൊടുക്കണം? എങ്ങനെ സംഭവിച്ചു, എന്തിന് സംഭവിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നിങ്ങൾ വളരെ ക്യാച്ചി ആയിട്ടുള്ളൊരു ഹെഡിങ് ആയിരിക്കണം അല്ലേ? ഹെഡിങ് എപ്പോഴും എന്തായിരിക്കണം? വളരെ ക്യാച്ചി ആയിരിക്കണം. പക്ഷെ ഒരു TV ലൈവ് റിപ്പോർട്ട്, നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലേ TV-യിൽ, അതെങ്ങനെയാണ് തുടങ്ങാറ്? യെസ്, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഹലോ എവ്രി വൺ. ഇതാ നമ്മളിപ്പോൾ ലൈവ് തുടങ്ങുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾക്ക്? ഹലോ മക്കളെ എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങാറ്? യെസ്, ഹലോ എവ്രി വൺ, ഐ വെൽക്കം യു ഓൾ ടു വാച്ച് ദി ഐ ക്യാപ്ചറിങ് ഈവൻറ്റ് ഓഫ് ടേർട്ടിൽ കോളിംഗ്. അപ്പോൾ ടേർട്ടിൽ കോളിംഗ് എന്നുള്ള ഐ ക്യാപ്ചറിങ് ഈവൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. ഇറ്റ്സ് എ കസ്റ്റം. എന്താണ് വാട്ട് എന്നുള്ളതിൻ്റെ ആൻസർ ആണ്. ഇറ്റ് ഈസ് എ കസ്റ്റം പെർഫോംഡ് ബൈ women of Namuana village, and the best part in this custom is the nature response to these women's calling. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? പ്രസൻറ്റിലാണ് പോകുന്നത്. നമ്മൾ വാട്ടിൻ്റെ ആൻസർ പറഞ്ഞു, വേറിൻ്റെ ആൻസർ പറഞ്ഞു അല്ലേ? ഇതിൽ നമുക്ക് വെന്നിൻ്റെ ആൻസേഴ്സ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ വെന്നിൻ്റെ ആൻസർ കൊടുക്കാത്തത്. അപ്പം എവിടെയാണ് സ്പെസിഫിക് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് പാരഗ്രാഫിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എടാ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ലൈവ് ചാറ്റിൽ കാട്ടി കൂട്ടുന്നത് കേട്ടോ. മിസ് പാടും ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇതൊന്ന് കഴിഞ്ഞിട്ട് പാടാം ഞാൻ. ദിസ് ഹോൾ റിച്വൽ ഇസ് ബേസ്ഡ് ഓൺ എ ഫിജിയൻ ലെജൻഡ്. അപ്പോൾ ഇതൊരു ഫിജിയൻ ലെജൻഡ് ബേസ് ചെയ്തിട്ടാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൗ ആൻഡ് വൈ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് പറയാണ്. എന്താണ് ആ ലെജൻഡ്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. Though the truth of the legend is hard to digest for half of us, no one can deny the acceptance of the chant by these turtles. This ritual also showcases the cultural variety of Fiji. Hope all of you enjoyed our little tour. അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു ലിറ്റിൽ ടൂർ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. This is ABC signing off with camera person XYZ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ക്യാമറ മാൻ എന്ന് എഴുതിക്കൂടെ? എഴുതാം, ബട്ട് ക്യാമറ പേഴ്സൺ ആണ് ഇപ്പോൾ കുറച്ചുകൂടെ കൾച്ചറലി അപ്രോപ്രിയേറ്റ്. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഒരു കാര്യം ഇത് നിങ്ങൾ എന്തായാലും എഴുതുമെന്നറിയാം, ഇത് നിങ്ങൾ മറക്കില്ല. ദിസ് ഇസ് ABC സൈനിങ് ഓഫ് വിത്ത് ക്യാമറ പേഴ്സൺ എന്നുള്ളത്. അതിൻ്റെ മുന്നേ നിങ്ങളത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എങ്ങനെ കൊണ്ടുവരിക? ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഈ സംഭവങ്ങളൊക്കെ ലെജൻഡിൻ്റെ ഒരു ഈ ലെജൻഡ് ഒരു സത്യമാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പാടാം, നിങ്ങൾക്ക് ഏതാ വേണ്ടേ? ഞാനിപ്പോൾ ഇതാ പാടാം. ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കുമോ? എന്നാൽ ഞാൻ പാടാം. നമുക്കിനി നമുക്കൊരു ഡിബേറ്റ് ചെയ്യാനുണ്ട്, എസ്സേ ചെയ്യാനുണ്ട്, പ്രൊഫൈൽ ചെയ്യാനുണ്ട്, ഡയറി എൻട്രി പറഞ്ഞു പോകാനുണ്ട്. ഓക്കെ അമ്മേ, കവാലയ്യ എനിക്കറിയില്ല, എനിക്ക് പുള്ളിയോ എനിക്കറിയില്ല, എനിക്കതിലാകെ അമ്മേ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അറിയാവുന്ന പല പാട്ടും. ഞാൻ നമ്മുടെ RF പാടുന്നൊരു പാട്ടുണ്ടല്ലോ, ഏതാണത്? അയ്യോ, നമ്മുടെ അലിട്രേഷൻ വരുന്നൊരു പാട്ടില്ലടാ, ഏതായിരുന്നു ആ പാട്ട്? എനിക്കിപ്പോൾ ഒരു പാട്ട് ഓർമ്മ വരുന്നില്ലല്ലോ. ഏതാണിപ്പോൾ ആ പാട്ട്? മറന്നു. എനിക്ക് പാട്ട് ഞാൻ ആക്ച്വലി എനിക്ക് കുറവായിട്ടാണ് ഞാൻ പാടാത്തേ. ഓക്കെ, ഞാൻ പാടാം. ഇതിവിടെ അവസാനിക്കണം, നമ്മളല്ലാതെ പുറത്ത് പോവരുത്. ഓക്കെ, RTXിലുള്ള പാട്ട്. ഇതൊക്കെ ഏത് പാട്ടാടാ? കളിയാക്കരുത്. അതെ, ആരും ഇതിന് ശേഷം മിസ്സിനെ കളിയാക്കരുത്. മിസ് പാടാം. മിസ്സിന് ആകെ അറിയാവുന്നൊരു പാട്ട് പാടാം. അമ്മേ, എനിക്കെന്തോ ആവണു പാടാൻ പറയുമ്പോൾ. കഴിഞ്ഞു. സുന്ദരി വേണ്ട, ഹിന്ദി പാടാം. ഓക്കെ, സത്യം പറഞ്ഞ ഓക്കെ, എന്തേലും ആവട്ടെ, ഞാൻ പാടാം. പെഹലാ നശാ പെഹലാ ഖുമാർ, നയാ പ്യാർ ഹൈ നയാ ഇന്തസാർ,
कर लूं मैं क्या अपना हाल, ये दिले बेकरार, मेरे दिले बेकरार, तू ही बता. കഴിഞ്ഞോ പാട്ട് കഴിഞ്ഞോ? ഇതിനിപ്പോ ആരെങ്കിലും കണ്ടോണ്ട് വന്ന എൻ്റെ അഭിമാനം മുഴുവൻ പോയല്ലോ ദൈവമേ. പ്രൊഫൈൽ റൈറ്റിംഗ്. ഓക്കെ, പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും മതിയായല്ലേ? ഓക്കെ, പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഓക്കെ, പ്രൊഫൈൽ ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം. ആകെ ചെയ്യേണ്ടതാ ഇതാ, എന്നാണ് ജനിച്ചത്, ഡേറ്റ്, എക്സാക്ട്ലി ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? വോയിസ് നല്ലതാടാ, പക്ഷെ പാടാൻ അറിയണ്ടേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതെൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്. ആർക്കെങ്കിലും എന്തെങ്കിലും അയക്കണമെങ്കിൽ അയച്ചോളൂ കേട്ടോ. അമ്മീതല്ല, സോറി. 19 ഡിസംബർ 1997 എന്ന് പറയാം. അപ്പോൾ ഞാൻ പറയാണ് SRൻ്റെ ഡേറ്റ് എന്താണ്? 19 ഡിസംബർ 1997 ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം? SR വാസ് ബോൺ ഓൺ. നമ്മൾ എന്ത് കൊടുക്കും? ഓൺ എന്ന് കൊടുക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് ചുമ്മാ പറയാണ്, എന്ത് ബോൺ എന്ന് പറഞ്ഞിട്ട് 1997 മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ എന്ത് കൊടുക്കും? ആരാ ബാബു സർവീസ്? ഹേ പ്രഭു. ഓക്കെ, SRന് ഇയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ എന്ത് പറയും? SR വാസ് ബോൺ ഇൻ, അല്ലേ? ഇൻ 1997. അത് നിങ്ങൾ മറക്കരുത്. ഫുൾ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഓൺ ആണ്. അതിപ്പോൾ എഡിറ്റിങ്ങിന് വന്നാലും പ്രൊഫൈലിൽ വന്നാലും ഫുൾ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഓൺ ആണ്. ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ ഇന്നാണ്. ഓക്കെ, ഇതിൽ ഡൗട്ട് വരില്ലല്ലോ? ഇത് തെറ്റിക്കരുത്. ഇതൊക്കെ ബേസ് ആണ്. ഇതിൽ എന്തായാലും ഇത് തെറ്റിയ തീർന്ന്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റിക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് പറയും? പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് അബ്ദുൽ കലാം എന്ന് പറയുമ്പോൾ ഹി വാസ് ബോൺ ഓൺ 15 ഒക്ടോബർ 1931. എവിടെ? രാമേശ്വരത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു രാമേശ്വരത്തിൽ. ഞാനിപ്പോൾ പാടിയില്ല, ഇത് പിന്നെയും പാടാൻ പറയുന്നത് എങ്ങനെയാ? രാമേശ്വരത്തിൽ. ഇന്ന് രാമേശ്വരം, തമിഴ്നാടു. ഓക്കെ, ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഹി വാസ്. ഇനി നിങ്ങൾക്ക് എന്ത് പറയാം? ഹിസ് പേരൻസ് ആർ എന്ന് പറയും. അതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ അത് തന്നെ എഴുതിക്കോളൂ. കട്ടിയുള്ള വാക്കുകൾ ഒന്നും എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഹി വാസ് ബോൺ ടു. ആർക്കാണ് ഇദ്ദേഹം ജനിച്ചത്? ഹി വാസ് ബോൺ ടു ആർക്ക്? ജൈനുലബ്ദീൻ ആൻഡ് ആഷിയാമ്മ, അല്ലേ? അപ്പോൾ ഇവർ 2 പേർക്കുമാണ് ഇദ്ദേഹം ഉണ്ടായത് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഹിസ് പേരൻസ് വർ എന്ന് പറയാം. ഓക്കെ, ഹിസ് എഡ്യൂക്കേഷൻ. ഇനി ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറയുമ്പോൾ സ്കൂൾസ് ആണെങ്കിൽ ഹി ഡിഡ് ഹിസ് സ്കൂളിംഗ് ഇൻ എവിടെ? ഷ്വാർട്സ് ഹയർ സെക്കൻഡറി. ഓക്കെ, ഷ്വാർട്സ് ഹയർ സെക്കൻഡറി പറയുമ്പോൾ നമ്മൾ ഹി ഡിഡ് ഹിസ് സ്കൂളിംഗ് ഇൻ രാമനാഥപുരം. എവിടെ? ഷ്വാർട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ബട്ട് ഹിസ് ഹയർ എഡ്യൂക്കേഷൻ എവിടെ പോയി? ഹിസ് ഹയർ എഡ്യൂക്കേഷൻ എവിടെയായിരുന്നു? സെയിൻറ്റ് ജോസഫ്സ് കോളേജ്, തിരുച്ചിറപ്പള്ളി ആൻഡ് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അപ്പം എനിക്കറിയാം അപ്പം നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന്. ഇത് APJ അബ്ദുൽ കലാം ഇസ് എ വെൽ നോൺ പേഴ്സണാലിറ്റി ആൻഡ് thus needs no introduction. അതെങ്ങനെയുണ്ട്? അരെ വാ. ഓക്കെ, അപ്പോൾ ഹീ ഈസ് എ വെൽ നോൺ പേഴ്സണാലിറ്റി ആൻഡ് thus needs no introduction. അദ്ദേഹത്തിനൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമേ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഹി വാസ് ബോൺ ഓൺ ഒക്ടോബർ 15, 1931 ഇൻ രാമേശ്വരം, തമിഴ്നാടു. ഹി വാസ് ബോൺ ടു ഇന്ന ആൾക്കാർ. ഹിസ് സ്കൂളിംഗ് വാസ് ഇൻ ഷ്വാർട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, രാമേശ്വരം, ആൻഡ് ഹിസ് ഹയർ സ്റ്റഡീസ് ഹാപ്പൻഡ് ഇൻ സെൻറ്റ് ജോസഫ്സ് കോളേജ്, തിരുച്ചിറപ്പള്ളി, മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇത്രയും ഓക്കെ അല്ലേ? ഇനി ബുക്സ് ഓതേർഡ്, അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് എഴുതാം? അദ്ദേഹം ഓതേർഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എഴുതാം പെൻഡ്. എങ്ങനെയുണ്ട്? പെന്ന് കൊണ്ടാണല്ലോ എഴുതുന്നത്. അപ്പം നമുക്ക് എന്ത് എഴുതാം? പെൻഡ് എന്ന് എഴുതാം. അതെങ്ങനെയുണ്ട്? റൈറ്റ് ചെയ്യലേ? അപ്പോൾ ഹി പെൻഡ് ബെസ്റ്റ് സെല്ലേഴ്സ് ലൈക്ക് വിങ്സ് ഓഫ് ഫയർ ആൻഡ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. നിങ്ങൾ എപ്പോൾ ഒരു ബുക്കിൻ്റെ പേര് എഴുതുമ്പോഴും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് പോവാ. ഹി വാസ് അവാർഡഡ് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരത് രത്ന,
ബാക്കിയുള്ള എത്ര അവാർഡ്സ് തന്നിട്ടുണ്ടോ അത്രയും എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹി വാസ് അവാർഡ് എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്കൊരു കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഹി ഈസ് ദി റെസിപ്പിയൻറ്റ് ഓഫ് എന്ത്, ഹി ഈസ് ദി റെസിപ്പിയൻറ്റ് ഓഫ് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ബ്ലാ ബ്ലാ ബ്ലാ. ശരിക്കും ഭാരത് രത്ന കേട്ടോ ആദ്യം വരേണ്ടത്. ഹി ഈസ് വെൽ വേഴ്സ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് റിസർച്ച്. ഇപ്പം അതാ ഇവിടെ നോക്കുക, അദ്ദേഹത്തിൻ്റെ ഫീൽഡാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് പറയുന്നു, അദ്ദേഹം ആ ഫീൽഡിൽ അടിപൊളിയാണെന്ന് പറയുന്നു. ഹി ഈസ് വെൽ വേഴ്സ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് റിസർച്ച് ആൻഡ് ഹി പാസ്ഡ് അവേ ഓൺ 27th July 2015 ഇൻ ഷില്ലോങ്, ഇന്ത്യ. ഇത് നിങ്ങൾക്ക് യു ഡോണ്ട് നീഡ് അല്ലേ, ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? പ്രൊഫൈൽ റൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതില്ലേ? അമ്മേൻ്റെ സൗണ്ട് പോയി. പ്രൊഫൈൽ റൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതില്ലേ? എവിടെ, ആരോടല്ലേ? നിങ്ങൾ ഈ കണക്ഷനായിട്ടേ പോയോ? സോറി, നിങ്ങളുടെ കണക്ഷനേ പോയോ? പ്രൊഫൈൽ നിങ്ങൾക്ക് യൂഷ്വലി ഒരു 5 to 6 മാർക്സിന് ചോദിക്കാം കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുള്ള ഒന്ന് 5 മാർക്സിനാണ്. ഓക്കെ, സെറ്റാണ് പ്രൊഫൈൽ റൈറ്റിംഗ്, അതിനൊന്നും ആവശ്യമില്ല. യെസ്, ഇനി വരുന്നത് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻസ്, റൈറ്റപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ ഇത് യൂഷ്വലി നിങ്ങൾക്ക് വരാറുള്ളത് എത്ര മാർക്കിനാണ്? 8 മാർക്സിന് വരുന്ന റൈറ്റപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? ഇത് ഡയറി എൻട്രി ആണല്ലോ. റൈറ്റപ്പ് ക്വസ്റ്റ്യൻസ് എവിടെ? റൈറ്റപ്പിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എനിക്ക് വേറൊരു സംഭവം കൂടെ ചോദിക്കേണ്ടത്. 4 മാർക്കിന് സ്ഥിരമായിട്ട് വരുന്ന അടുത്ത ചോദ്യം, ദാറ്റ് ഈസ് ഡിബേറ്റ്. ഇത് നിങ്ങൾക്ക് എഴുതിക്കൂടെ? നിങ്ങൾ ഇങ്ങനെ ആ ലൈവ് ചാറ്റിൽ ഇരുന്ന് നിങ്ങൾ എഴുതുന്ന കാണുമ്പോഴേ അറിയാം, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു തല്ല് കാണുമ്പോഴേ അറിയാം എന്ത്. എടാ, നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ ആയിട്ട് ഇതാ നമ്മുടെ പ്രജിത് സർ ഇപ്പോൾ വന്ന് കയറും. ഓക്കെ, അദ്ദേഹം ഇപ്പോൾ വരും. അപ്പോൾ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 4 പോയിന്റ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇമാജിൻ ദാറ്റ് ദ മെൻ ഓഫ് ദിസ് ആൻഡ് ദിസ് പ്ലേസ് കം ടു മീറ്റ് വിമൻ ഓഫ്, അവരെങ്ങനെ കൊണ്ടുവന്നു, അവരെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇവർ തമ്മിലൊരു ഭീകര ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ 4 ആർഗ്യുമെന്റ്സ് വെച്ചിട്ടുണ്ട്. അതിനെ എതിർത്തുകൊണ്ട് നിങ്ങൾ 4 ആർഗ്യുമെന്റ്സ് പറയണം. ഓക്കെ, ചാപ്റ്റേഴ്സ് നമ്മുടെ മോർണിംഗ് ബൂസ്റ്റേഴ്സിലും ഇന്ന് നമ്മുടെ പോംസ് ഒക്കെ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ഔട്ടോ. പോംസ് ഒന്നും ഇല്ലാണ്ട് ആരും പോകരുത്. അപ്പോൾ അതാ ഓൾറെഡി നിങ്ങൾക്ക് 4 ആർഗ്യുമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം തല്ലുണ്ടാക്കാൻ അറിയാമെന്ന് കാണിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? യെസ്, വി റിഗ്രറ്റ് വാട്ട് വി ഹാവ് ഡൺ ബട്ട് ഇറ്റ് വാസ് ഡൺ ടു പെർഫോം എ റിച്വൽ. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ആ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയത് എന്തിനാണ്? ഒരു റിച്വൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ എതിർക്കും? ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ, ഇനി പ്രജിത് സാറിനെ വെള്ളം കുടിപ്പിക്കാം, അടിപൊളി. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ എതിർക്കാൻ പോകുന്നത്? Yes, we regret that what we have done, but it was done to perform a ritual. It is not okay, like it is not okay to abduct women. എന്തിന്? ഒരു റിച്വലിന് വേണ്ടിയിട്ട്. അത് ഓക്കെ ആണോ? ഓ, ഞാൻ ഒരു റിച്വൽ ചെയ്യാൻ പോകണം, ഞാനൊരു 2-3 പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോട്ടെ എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയാണോ? അല്ല, അത് എന്തിൻ്റെ വയലേഷൻ ആണ്? ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ആണെന്ന് പറഞ്ഞൂടെ? എവിടെ, ആരോട് ചോദിക്കാൻ അല്ലേ? വൈ യുവർ പ്രിൻസസ് ആൻഡ് ഹർ ഡോട്ടർ വെന്റ് അലോങ് ടു ദ കോറൽ റീഫ് ഫോർ ഫിഷിംഗ്. കാൻറ്റ് വിമൻ ഗോ അലോൺ? നിങ്ങൾ പിങ്ക് മൂവി കണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് അസമയത്ത് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട്, ലൈക്ക് വൈ കാൻറ്റ് വിമൻ ഗോ അലോൺ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അത് നിങ്ങൾക്ക് കൊടുക്കാം. വി ഡിഡ്ന്റ് നോ ദാറ്റ് ഇറ്റ് വാസ് പ്രിൻസസ് ആൻഡ് ഹർ ഡോട്ടർ. ഓഹോ, പ്രിൻസസും ഡോട്ടർ അല്ലായിരുന്നെങ്കിൽ പിടിച്ചോണ്ട് പോവാന്നാണോ? അല്ല. അപ്പോൾ ഇതിൽ നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നോ മാറ്റർ ഈവൻ ഇഫ് ദേ ആർ പ്രിൻസസ് ഓർ ക്വീൻ ഓർ ഹൂം എവർ ദേ ആർ, എന്തുണ്ടാവാൻ പാടില്ല? No woman should be treated like that. No woman should be tied and abducted and be thrown into sea. അല്ലേ? അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതുക. Where were your men? നിങ്ങളുടെ ആണുങ്ങൾ. അടുത്തത്, നിങ്ങളുടെ ആണുങ്ങൾ എവിടെ പോയി? പിന്നെ എന്തിനാണ് നിങ്ങൾ പെണ്ണുങ്ങൾ ഇറങ്ങി നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഫുൾ പവറിൽ നിങ്ങൾ ഡിബേറ്റ് എഴുതണം. നിങ്ങളോട് 4 പോയിന്റ്സ് ആണ് എഴുതാൻ പറഞ്ഞത്. 4 മാർക്കിനാണ് നമ്മുടെ ഡിബേറ്റ് വരാറുള്ളത്.
നമ്മുടെ ഡിബേറ്റിൻ്റെ പോയിന്റ്സ് എവിടെ? അപ്പോൾ നമ്മുടെ ഡിബേറ്റിൻ്റെ പോയിന്റ്സിൽ നിങ്ങൾ എന്തൊക്കെ കൊടുക്കണം? ബൈ നോ മീൻസ് ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു കിഡ്നാപ്പ് വിമൻ ആൻഡ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് ദേ വർ വിത്ത് മെൻ ഓർ നോട്ട്. ഇറ്റ് ഈസ് their choice as well as their rights to roam wherever they want. First point, it is inhuman to treat women like this. They were treated like some fish or a commodity, even if it is for a ritual. Abducting people cannot be justified. Providing equal treatment and safety is important, and women should be able to be on their own. Questioning about having men to protect them is out of order in itself. Be it a queen or a princess, no matter what the person's social position is, everyone deserves to be treated equally and with respect. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ജെൻഡറിനെ മാത്രം ഇങ്ങനെ എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ആണുങ്ങളില്ല എന്നുള്ള ചോദ്യത്തിനൊന്നും ഒരു ലോജിക്കും ഇല്ല അല്ലേ? ഇപ്പം നിങ്ങളുടെ തന്നെ കുറേ ആൾക്കാർക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഗേൾസിൽ ഫ്രണ്ട്സ് ഉണ്ട്, അനിയത്തിമാരുണ്ട്, ചേച്ചിമാരുണ്ട്, അമ്മമാരുണ്ട്, നമുക്ക് ചുറ്റും. ഇപ്പോൾ ആണുങ്ങളെന്ന് മാത്രമല്ല, സ്ത്രീകളും എല്ലാവരും നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരാളെ മറ്റൊരാൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു തോട്ട് തന്നെ തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം. അപ്പോൾ നിങ്ങളോട് ഇതിൽ എഴുതാൻ പറഞ്ഞത് എന്താണ്? അവർ തന്ന പോയിന്റ്സിന് കൗണ്ടറായിട്ട് എഴുതാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ പുരോഗമനവാദം ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഓക്കെ. എനിവേ, അപ്പോൾ നമ്മുടെ ഇനി എന്തൊക്കെയാണ് നമുക്ക് ബാക്കിയുള്ള ഡയറി എൻട്രി കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഡയറി എൻട്രി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ വരാൻ പോകുന്നുള്ളൂ. വലിയ സംഭവം ആക്കിയിട്ട് ഒരു ക്വസ്റ്റ്യനും വരാൻ പോകുന്നില്ല. ഈസി ആയിട്ടുള്ള ഗ്രാമർ പോർഷൻസും ഈസി ആയിട്ടുള്ള ഡിസ്കോഴ്സേ വരാൻ പോകുന്നുള്ളൂ, ആസ് ലോങ് ആസ് യു നോ ദ ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഡയറി എൻട്രിയിൽ പുട്ട് എ ഡേ ആൻഡ് ഡേറ്റ്. തുടക്കത്തിൽ തന്നെ ഡേയും ഡേറ്റും കൊടുക്കുക. നല്ല വൃത്തിക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് വരച്ച് വെക്കുക. ഡേ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു സ്ട്രൈക്കിംഗ് ബിഗിനിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു സ്ട്രൈക്കിംഗ് ബിഗിനിങ് വെച്ച് കൊടുക്കുക? ഓ ഇറ്റ് വാസ് എ ടെറിബിൾ ഡേ അല്ലേ? ഇപ്പം നിങ്ങളുടെ ടീച്ചറിനായിട്ട് അലക്കിയ സ്ഥിതിക്ക് ടീച്ചർക്ക് എന്ത് പറയാം? ഓ ഇറ്റ് വാസ് എ ടെറിബിൾ ഡേ. എന്നോട് ഇപ്പം 200 എന്നൊക്കെ പറഞ്ഞ് പോയ ചിലരുണ്ട്, ഷൊട്ടിനൊന്നും കാണാനേ ഇല്ല. ഓക്കെ, അപ്പോൾ എന്ത്? സ്റ്റാർട്ട് വിത്ത് സ്ട്രൈക്കിംഗ് ബിഗിനിങ്. വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക, അതാണ് ഉദ്ദേശിച്ചത്. ഓ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? എക്സ്ക്ലമേഷൻ മാർക്ക്. ഇറ്റ് വാസ് എ ടെറിബിൾ ഡേ, ഇറ്റ് വാസ് എൻ അമേസിംഗ് ഡേ എന്നൊക്കെ പറയാം. യൂസ് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ്. ഞാനാണ് എൻ്റെ ഡയറി എഴുതുന്നത് അല്ലേ? അല്ലാണ്ട് എൻ്റെ ഡയറി ഇപ്പോൾ ഷൊട്ട് വന്ന് എഴുതുമോ? ഇല്ല. നമ്മുടെ ചോട്ട് വന്ന് എഴുതുമോ? ഇല്ല. എൻ്റെ ഡയറി ആരാ എഴുതുന്നത്? ഞാനാണ് എഴുതുന്നത്, ശ്രീലക്ഷ്മിയാണ് എഴുതുന്നത്. അതേപോലെ നിങ്ങളുടെ ഡയറി മിസ്സാണോ എഴുതുന്നത്? അല്ല. അപ്പം എപ്പോഴും ഫസ്റ്റ് പേഴ്സണിൽ ക്ലാസ് പോവാ. ഐ ലവ് ഹൗ ദിസ് ഡേ ടേൺഡ് ഔട്ട് എന്ന് പറഞ്ഞ് ഫസ്റ്റ് പേഴ്സണിൽ പോവാ. ഓക്കെ, യെസ്, ആർദ്ര വിനോദ്, വെരി ഗുഡ്. ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഷുഡ് ബി ഈക്വൽ ടു ബോത്ത് മെൻ ആൻഡ് വിമൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ യൂസ് ഇൻഫോർമൽ സെൻറ്റൻസസ് ആൻഡ് സെൻറ്റൻസ് ഫ്രാഗ്മെൻറ്റ്സ്. എപ്പോൾ ഡയറി എഴുതുമ്പോഴും എങ്ങനത്തെ ഡയറി എഴുതുക? ഇൻഫോർമൽ ആയിട്ട് എഴുതുക. ഓക്കെ, ഇൻഫോർമൽ ആയിട്ട് എഴുതുക. കാരണം നിങ്ങളുടെ ഡയറിയാണ്. ഡയറിനോട് നിങ്ങൾ ബഹുമാനപ്പെട്ട എന്നുള്ള ഒരു രീതിയിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾവേസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ തന്നെ ഡയറി എഴുതുക. ഇൻഫോർമൽ ലാംഗ്വേജിൽ എഴുതുക. അതേപോലെ കുത്ത്. ഐ കാൺട്ട് ബിലീവ് ദിസ്, ഐ കാൺട്ട് ബിലീവ് ദിസ്. കുത്ത്. അപ്പോൾ അതെന്തുകൊണ്ടാ? നിങ്ങൾക്ക് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സൗകര്യമില്ല എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് കുത്ത് ഇടാം, എല്ലായിടത്തും ഇടരുത്, അപ്പോൾ പിന്നെ മാർക്ക് കിട്ടില്ല. ആൻഡ് കൺവേ ദ ഇമോഷൻ ഓഫ് ദ ക്യാരക്ടർ. ഇപ്പം നിങ്ങൾ എൻ്റെ ഡയറി എഴുതുകയാണ് അല്ലേ? നിങ്ങൾ എന്നെ റാഗ് ചെയ്യുന്ന പോലെ എന്നെക്കൊണ്ട് പാട്ട് പാടിപ്പിച്ചു. പാവം ഞാനിവിടെ നിന്ന് പാട്ട് പാടി കുറേ ആൾക്കാർ എൻ്റെ പാട്ടിനെ കളിയാക്കി. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എഴുതുമ്പോൾ എൻ്റെ ഒരു ഇമോഷൻ മനസ്സിലാക്കിയിട്ട് എഴുതണം. അതേപോലെ നിങ്ങളുടെ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഡയറി എഴുതാൻ. അവോയ്ഡ് മെൻഷനിങ് ഡെയിലി റുട്ടീൻ. രാവിലെ എഴുന്നേറ്റ് പല്ലേച്ച് കുളിച്ചു ചായ കുടിച്ചു അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഡെയിലി റുട്ടീൻ വേണ്ട. റിഫ്ലക്റ്റ് ആൻഡ് പ്ലാൻ. പാസ്റ്റിൽ സംഭവിച്ച കാര്യവും ഫ്യൂച്ചറിൽ സംഭവിച്ച കാര്യവും എഴുതാം.
ഓക്കെ, അപ്പോൾ ഡയറി എൻട്രിയിൽ നിങ്ങൾ എന്ത് എഴുതണം? യെസ്, നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, ഈ ഒരു ബോക്സ് വരയ്ക്കുക, നിങ്ങളുടെ ഡേയും ഡേറ്റും കൊടുക്കുക. ഓ ഹൗ ടെറിബിൾ ഇറ്റ് ഈസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഗോ ബാക്ക് ത്രൂ എവറിത്തിങ് ദാറ്റ് വൺസ് ഡിസ്ട്രോയിഡ് അസ്. അപ്പോൾ വന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ അടുപ്പിച്ച് ദുരന്തങ്ങൾ വന്നൊരു ടൈം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, വിമൻ ആൻഡ് മെൻ ആർ ഈക്വലി പ്ലേസ്ഡ് ആൻഡ് എംപവർഡ്. ആർദ്ര വിനോദ്, വാവ് മാൻ. ഓക്കെ, അപ്പോൾ ബോക്സ് വരയ്ക്കുക, ഡേയും ഡേറ്റും കൊടുക്കുക, സാറ്റർഡേ ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തുടങ്ങിയത്, ഓ ഹൗ ടെറിബിൾ ഇറ്റ് ഈസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഗോ ത്രൂ എവറിത്തിങ് ദാറ്റ് വൺസ് ഡിസ്ട്രോയിഡ് അസ്. അല്ലേ, പണ്ട് ഫ്ലഡ് വന്നു, നിപ്പ വന്നു, ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും വരികയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡയറി എഴുതുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? ഇനി ഇതിങ്ങനെ ആവോ എന്നുള്ളത്. ഇറ്റ് വാസ് എ നൈറ്റ് മെയർ ബാക്ക് ദെൻ ആൻഡ് ഐ ഫീൽ സ്കെയർഡ് ദാറ്റ് ഹിസ്റ്ററി വിൽ റിപ്പീറ്റ്. അതും എന്താണ്? പാസ്റ്റിനെ പറ്റി പറയാണ്. ഇതൊക്കെ റിഫ്ലക്ഷനിൽ വരും അല്ലേ. 2 years ago we faced continuous disaster which included flood, outbreak of Nipah, and now this is all happening all over again. ഇതൊക്കെ പിന്നെയും വരികയാണ്. Lot of people died and struggled. What can we do not to go through the same traumas again? Question. Okay, maybe working together with love and compassion would help us get over it. No matter what happens, I would do whatever it takes in me to spread awareness about the disaster. ഇതെന്താണ്? എന്ത് സംഭവിച്ചാലും എൻ്റെ എല്ലാ കഴിവും എടുത്ത് ഞാൻ എല്ലാവരെയും സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഇതെന്താണ്? പ്ലാനാണ്. ഓക്കെ, ഇപ്പോൾ കുറേ ആൾക്കാർ കുറേ നേരമായിട്ട് എന്ത് പറയുന്നുണ്ട്? റിപ്പോർട്ടഡ് സ്പീച്ച് വേണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട്, നമ്മുടെ പോമിൻ്റെ അപ്രിസിയേഷൻ ഉണ്ടല്ലേ. കുറേ ആൾക്കാർ പോം അപ്രിസിയേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ബാക്കിയുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ നാളെ രാവിലെ മോർണിംഗ് ബൂസ്റ്ററിൽ ആദ്യം തന്നെ ഫുൾ ചാപ്റ്റർ അരച്ച് കലക്കി കുടിച്ച് നമ്മൾ എല്ലാ പാറ്റേൺസും ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുക വേണ്ട. ചോട്ടു വന്നോ? ചോട്ടു എവിടെ ആയിരുന്നു? എന്നെ കൊണ്ട് ഇവർ പാട്ടൊക്കെ പഠിപ്പിച്ചടാ. ഓക്കെ, അപ്പോൾ ദാ നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഏതൊക്കെയാണ്? നമ്മൾ പ്രൊഫൈൽ ചെയ്തു, നമ്മൾ ഡയറി ചെയ്തു. എസ്സേൻ്റെ ഒരു കാര്യം പറയാനുണ്ട്, എസ്സേൻ്റെയും റൈറ്റപ്പിൻ്റെയും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എസ്സേയോ റൈറ്റപ്പോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വേർഡ്സ് ഇൻ അഡിഷൻ, മോർ, however, firstly, on the one hand, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാം. ഇത്തരം വാക്കുകൾ ഈ വേർഡ്സിനെ നമ്മൾ കണക്റ്റേഴ്സ് എന്ന് പറയും. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനിപ്പോൾ പറയാം എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല, എന്നിട്ട് ഞാൻ പറയണം മോർ ഓവർ സ്കൂളിൽ ചില ടീച്ചർമാർ എന്നെ വല്ലാണ്ട് അടിക്കുന്നു. അപ്പോൾ എന്താ? കുറച്ചുകൂടെ എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? ലിങ്കിങ് വേർഡ്സ് എന്ന് പറയും. അപ്പോൾ എപ്പോൾ നിങ്ങൾ എസ്സേ റൈറ്റപ്പ് പോലത്തെ വലിയ മാർക്സിൻ്റെ സംഭവങ്ങൾ വരുന്നു, അപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ടൈറ്റിൽ എഴുതാൻ മറക്കാതിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ടൈറ്റിൽ മറക്കാതിരിക്കുക. റൈറ്റപ്പിൽ വരുന്നൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, യു ക്യാൻ ആക്ച്വലി ഗിവ് യുവർ ഒപ്പീനിയൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് തരുന്ന ഒരു സംഭവമാണ് റൈറ്റപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞോളൂ, നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിക്കുന്ന ഒരു സംഭവമാണ് റൈറ്റപ്പ്. അപ്പോൾ റൈറ്റപ്പിൽ നിങ്ങളോട് കുറച്ച് പ്രോബ്ലംസ് ചോദിക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ അതിന് ആൻസർ ചെയ്യും? നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലംസിനെ പറ്റി എഴുതാം. ഈ പ്രോബ്ലംസിനെ പറ്റി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് പാരഗ്രാഫിൽ എന്ത് ചെയ്യാം? സൊല്യൂഷൻസ് കൊടുക്കാം. അപ്പോൾ ഈ സൊല്യൂഷൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെഴുതാം? ഹൗഎവർ വി ഡു ഹാവ് സൊല്യൂഷൻസ് അല്ലേ. അപ്പോൾ സൊല്യൂഷൻസ് കൊടുക്കുക, നൈസായിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഒറ്റ ലൈനിൽ, ഒരു 2 ലൈനിൽ 3 ലൈനിലൊക്കെ കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ അത്രയും നിങ്ങളുടെ അടുത്ത് നിന്ന് ആ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. എഗെയിൻ ഒരു 2 മിനിറ്റ് കൂടെ ഞാൻ വെറുപ്പിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി എൻ്റെ കയ്യിൽ കോമൻസ് മൂവ് ആവുന്നില്ല. ഞാൻ വെറുപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്കോഴ്സ് ഏതും ആയിക്കോട്ടെ, ഓക്കെ,
ഇത് നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല എന്ന് മനസ്സിലാക്കുക. അയ്യോ എനിക്കൊന്നും അറിയില്ല, ഞാനിങ്ങനെ പരീക്ഷയ്ക്ക് ഇങ്ങനെ പോകും, അങ്ങനത്തെ ഒരു മൈൻഡ് വെക്കുക വേണ്ട. ഈസിയാണ്, ഈസി പേപ്പറാണ്. നാളത്തെ പേപ്പർ ഭയങ്കര എളുപ്പമാവുകയും ചെയ്യും. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് അയ്യോ അയ്യോ എന്നുള്ള ആ ഒരു ഫീലിംഗ് ഒക്കെ മാറ്റിവെച്ച് വളരെ ചില്ലായിട്ട് കൂളായിട്ട് ആൻസേഴ്സ് എഴുതാം. ഓക്കെ, മിസ് പ്രാർത്ഥിക്കണമെന്നോ? മിസ് ഫുൾ ടൈം നിങ്ങൾ മിസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. മിസ് ഫുൾ ടൈം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ പ്രജിത് മാഷ് ഇവിടെ കുറേ നേരമായിട്ട് വന്നിരിക്കുന്നുണ്ട്. സാർ ഇങ്ങനെ ഞാൻ കയറട്ടെ എന്ന് ചോദിക്കുകയാണല്ലേ. സാറിന് പോംസ് ഒക്കെ എടുക്കാണ്ട് മിസ് ഒന്ന് ഇറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പ്രജിത് മാഷ് വെൽക്കം ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പ്രജിത് മാഷിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എല്ലാവരും നമ്മുടെ പി ജിക്ക് വേണ്ടിയിട്ട് ഒരു യെല്ലോ ഹാർട്ട് ഇട്ട് തുടങ്ങിക്കേ. ഗോഡ്വിനെ യെല്ലോ ഹാർട്ട്സ് വരട്ടെ. സിനാൻ പോവല്ലടാ, ഇവിടെ നിൽക്ക്. ഓക്കെ, അപ്പോൾ വെൽക്കം രജിത് സർ, വെൽക്കം ടു ദ ക്ലബ്. അപ്പോൾ നമ്മളിതാ സാറിൻ്റെ ചാപ്റ്റേഴ്സിലേക്ക് മൂവ് ചെയ്യുന്നു. യെസ്, മൈക്ക് തന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. ഹായ് മക്കളെ, തുടങ്ങാം നമുക്ക്. എല്ലാവരും തയ്യാറാണോ? പോരടാ, നമുക്ക് ഇനിയും ആളുകൾ കൂടുതൽ വരണം. കാരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിനേഷന് നിർബന്ധമായും ചോദിക്കുന്ന, അതായത് ചോദിക്കുന്ന ഉറപ്പുള്ള കാര്യങ്ങളാണ്. ആ ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. മതിയോ? പോരാ, നിങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. നിങ്ങളുടെ മാക്സിമം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ടീച്ചർ കുറെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ടീച്ചർ എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റും. ഓക്കെ, ടീച്ചർ എടുത്ത കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് എന്താണ് ആ ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് വീണ്ടും വാച്ച് ചെയ്യാൻ പറ്റും. അതിൽ ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് അത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ പരമാവധി മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി മാഷ് എടുക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും മാഷ് പറഞ്ഞു തരാം. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിമം മാർക്ക് ഞാൻ ഉറപ്പ് തരാം. അതായത് മെയിൻ ആയിട്ട് നമുക്ക് പോകാനുള്ളത് ഏതൊക്കെയാണ്ടാ? ഒന്ന്, പോം അപ്രിസിയേഷൻ വരുന്നുണ്ട്. പിന്നെ കുറെ നേരമായിട്ട് എന്റെ മക്കള് ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്റെ മക്കള് കുറെ നേരമായിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ റിപ്പോർട്ടഡ് സ്പീച്ച്, എവിടെ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് നിങ്ങൾ കുറെ നേരമായി ചോദിക്കുന്നത്. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ സെറ്റ് ആക്കി തരാം. ആ പോം അപ്രിസിയേഷൻ വരുന്നുണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നുണ്ട്. അത് മാത്രം മതിയോ? പോം അപ്രിസിയേഷൻ, റിപ്പോർട്ടഡ് സ്പീച്ച്, അത് കൂടാതെ നിങ്ങൾക്ക് എന്താ വരുന്നത്? യെസ്, ലെറ്റർ റൈറ്റിംഗ്, ഇമെയിൽ, അത് കൂടാതെ നോർമൽ നമ്മുടെ സ്പീച്ച്, ആ സ്പീച്ച് റൈറ്റിംഗ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പഠിക്കും. അപ്പൊ അത് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്സ് ഒക്കെ വരിക. എടാ, നിങ്ങൾ റെഡിയാണോ? നമുക്ക് എല്ലാം കൂടി സെറ്റ് ആക്കാം. യെസ്, ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോം അപ്രിസിയേഷൻ ആണ്. ഏതാ വരുന്നത്? പോം അപ്രിസിയേഷൻ ആണ്. പോം അപ്രിസിയേഷൻ നിങ്ങൾക്ക് എന്തായാലും 8 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷന്റെ 2022-ലെയും 2019-ലെയും 18-ലെയും ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 19, 18, പിന്നെ നമുക്ക് ആ കോവിഡിന്റെ ആ ഗ്യാപ്പ് ശേഷമുള്ള 22 നടന്ന എക്സാമിനേഷൻ, ഈ എക്സാമിനേഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ 8 മാർക്കിന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന, 8 മാർക്കിന് സ്ഥിരമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പോയം അപ്രിസിയേഷൻ. എങ്ങനെയാണ് പോയം എഴുതുക, പോയം അപ്രിസിയേഷൻ എഴുതുക എന്നുള്ളത്. അപ്പൊ അത് ഈ 8 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കണം. 8 മാർക്ക് എങ്ങനെ ഉറപ്പിക്കാം എന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോവുകയാണ്. ആ 8 മാർക്ക് ഉറപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് പ്രധാനമായിട്ട് എത്ര 3, 4, 5 പോയിന്റ്സ് പഠിക്കാണ്ട് 5 പോയിന്റ്സിൽ നമ്മൾ ഓരോ പോയത്തിന്റെയും സമ്മറി എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെയാണ് പറയുന്നത്, ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രം പഠിച്ചാൽ പോരാ. കാരണം മുമ്പൊക്കെ നിങ്ങൾക്ക് ആ പോയത്തിനെ കുറിച്ചുള്ള അതിൽ നടന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു 10ാം ക്ലാസ്സിൽ വരാറുള്ളത്. ഇപ്പൊ നമ്മൾ പ്ലസ് വണ്ണിലേക്ക് എത്തുന്ന സമയത്ത് വെറുതെ നിങ്ങൾ എന്ത് മാത്രം പഠിച്ചാൽ പോരാ, യെസ്, അതിന്റെ അർത്ഥം മാത്രം പഠിച്ചാൽ പോരാ. അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ആ പോയം വളരെ മനോഹരമാക്കാൻ വേണ്ടി
അതിൽ ഒരുപാട് തരത്തിലുള്ള പോയറ്റിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പോയറ്റിക് ഡിവൈസസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? യെസ്, ആ പോയറ്റിക് ഡിവൈസസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ ഈ പോയറ്റിക് ഡിവൈസസ് ഇപ്പൊ നമുക്കൊരു പോയം അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയം അപ്രീസിയേഷൻ എങ്ങനെ എഴുതണം എന്നുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അതിലുള്ള ഓരോ പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചിട്ടും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, അതെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോ പോയറ്റിക് ഡിവൈസസും പഠിക്കാം. നിങ്ങൾ തയ്യാറാണോ മക്കളെ? നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു ഫയർ ഇടുക, ഒരു ഫയർ ഇമോജി ഇടുക. എല്ലാവരും പോയറ്റിക് ഡിവൈസസ് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഫയർ ഇമോജി ഇടുക. ഓക്കെ, വേഗം. പോയറ്റിക് ഡിവൈസസ് നമുക്ക് പഠിക്കാം. യെസ്, നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ഒന്നുകൂടി മനസ്സിലാക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗം വരുന്ന സമയത്ത് അതിനകത്ത് ചോദിച്ചു നോക്കാം, ഇതിലൊരു പോയറ്റിക് ഡിവൈസ് തന്നിട്ട് അലിട്രേഷൻ, സിമിലി, എസ്സൊനൻസ് ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഇതെങ്ങനെയാണ് നിങ്ങൾ ഏതാണ് ഇതിന് എക്സാമ്പിൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പോയം അപ്രീസിയേഷൻ എഴുതണമെങ്കിൽ അതിനൊക്കെ പോയറ്റിക് ഡിവൈസസ് കറക്റ്റായി മനസ്സിലാക്കണം. നമുക്ക് പോയറ്റിക് ഡിവൈസസ് നോക്കാം. യെസ്, പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്? നമ്മളുടെ ഒന്നാമത്തെ പോയറ്റിക് ഡിവൈസ് ഏതാണ്? അലിറ്ററേഷൻ ആണ്. ഏതാണ് പോയറ്റിക് ഡിവൈസസ്? അലിറ്ററേഷൻ ആണ്. എന്താണ് അലിറ്ററേഷൻ? നിങ്ങൾ പറയും. അലിറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് പ്ലേസ്ഡ് നിയർ ഈച്ച് അതർ യൂഷ്വലി ഓൺ ദ സെയിം ലൈൻ. അപ്പൊ എന്താണ് പോയറ്റിക് ഡിവൈസ്? പോയറ്റിക് ഡിവൈസിൽ ഒന്നാമത്തെ അലിറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് പ്ലേസ്ഡ് നിയർ ഈച്ച് അതർ യൂഷ്വലി ഓൺ ദ സെയിം ലൈൻ. അതെ, ഒരു വരിയിലെ അടുത്തടുത്ത വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് പറയുക? അലിറ്ററേഷൻ എന്ന് പറയാം. നോക്കാം മക്കളെ, അതായത് ഒരു പോയത്തിന്റെ അകത്തുള്ള ഒരു വരിയിലെ ഏതെങ്കിലും വാക്കുകൾ അടുത്തടുത്ത വാക്കുകളുടെ ആദ്യത്തെ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് പറയാ? അലിറ്ററേഷൻ എന്ന് പറയാ. നിങ്ങൾ നോക്കുക മക്കളെ, ഇവിടെ സൈലൻസ് സർജ്ഡ് സോഫ്റ്റ്ലി, ദ ഫറോ ഫോളോഡ് ഫ്രീ, ഈ രണ്ട് വരികൾ നോക്കാം. ഇതിൽ സൈലൻസ് സർജ്ഡ് സോഫ്റ്റ്ലി എന്നതിൽ എസ് എന്ന് പറഞ്ഞ സൗണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നോക്കടാ, ഇല്ലേ? എസ്. അതേപോലെ സർജ്ഡ് സോഫ്റ്റ്ലി. അപ്പൊ ഇവിടെ നമുക്ക് എന്താ വരുന്നത്? ഇതിൽ സൈലൻസും സർജ്ഡ് സോഫ്റ്റ്ലി, ഇത് മൂന്നും എന്തിന് എക്സാമ്പിൾ ആണ്? ഇത് അലിറ്ററേഷൻ എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ ദ ഫറോ ഫോളോഡ് ഫ്രീ എന്നതിലെ ഫറോ, ഫോളോഡ്, FF എന്നീ ഈ രണ്ട് ലെറ്റേഴ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ രണ്ട് ലെറ്റേഴ്സും എന്തിന്റെ എക്സാമ്പിൾ ആണ് മക്കളെ? അതെ, ഈ രണ്ട് ഈ ഫറോ എന്നതും ഫോളോ എന്നുള്ളതും ഈ രണ്ടും എന്തിന് എക്സാമ്പിൾ ആണ്? അലിറ്ററേഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയം ഏതുമാവട്ടെ, ആ ഈഫ് ആവട്ടെ, ഇഫ് എന്ന് പറഞ്ഞ പോയം ആവട്ടെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത് പഠിക്കാനുള്ള ഏതാ വരുന്നത്? നിങ്ങൾക്ക് പഠിക്കാനുള്ളത് യെസ് ഡെത്ത് ദ ലെവലർ ആവട്ടെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സൺറൈസ് ഓൺ ദ ഹിൽസ് ആവട്ടെ, ഇതിൽ ഏതുമാകട്ടെ ഈ പോയത്തിനകത്തൊക്കെ അലിറ്ററേഷൻ ഉണ്ടാവുക. അലിറ്ററേഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? യെസ്, ഒരേ വരിയിലെ ആദ്യത്തെ ലെറ്റേഴ്സ് എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? അലിറ്ററേഷൻ എന്നറിയപ്പെടുന്നത്. യെസ്, ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. അലിറ്ററേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് പഠിക്കേണ്ട പോയറ്റിക് ഡിവൈസസ് ഏതാണ്? യെസ്, അടുത്തതായി നമ്മൾ നോക്കേണ്ട പോയറ്റിക് ഡിവൈസ് എസ്സൊനൻസ് ആണ്. ഏതാടാ? എസ്സൊനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റഡ് വവൽ സൗണ്ട്സ് ഇൻ വേർഡ്സ് പ്ലേസ്ഡ് നിയർ ഈച്ച് അതർ. അതെ, നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു വരിയിലെ അടുത്തടുത്ത വാക്കുകളുടെ ആദ്യാക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയുക? അലിറ്ററേഷൻ എന്ന് പറയുക. അതേസമയം ഇവിടെ എന്താ വരുന്നത്? ഈ റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണെങ്കിൽ അതായത് അടുത്തടുത്ത റിപ്പീറ്റഡ് വവൽ സൗണ്ട്സ് ഇൻ വേർഡ്സ് പ്ലേസ്ഡ് നിയർ ഈച്ച് അതർ, അടുത്തടുത്ത വാക്കുകൾ. അപ്പൊ ഇവിടെ എ ഹോസ്റ്റ് ഓഫ് ഗോൾഡൻ ഡാഫോഡിൽസ്, ഹോസ്റ്റ്, ഗോൾഡൻ, ഡാഫോഡിൽസ്, ഇതില് ഓ എന്ന് പറഞ്ഞ സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഇവിടെ ഓ എന്ന് പറഞ്ഞ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്തടുത്ത ഏതാണ് വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? എസ്സൊനൻസ് എന്നാണ് പറയാ. എന്താ പറയാ? എസ്സൊനൻസ് എന്നാണ് പറയാ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. അലിറ്ററേഷൻ കഴിഞ്ഞു, എസ്സൊനൻസ് കഴിഞ്ഞു. അടുത്തായി പഠിക്കാനുള്ള എന്താ? അടുത്തായി നമുക്ക് പഠിക്കാനുള്ള കോൺസണൻസ് ആണ്. എന്താണുള്ളത്? കോൺസണൻസ്. എന്താണ് കോൺസണൻസ് എന്ന് പറയുന്നത്? പറയൂ മക്കളെ, കോൺസണൻസ് നിങ്ങൾക്ക് അറിയോ? കോൺസണൻസ് അറിയോ നിങ്ങൾക്ക്? എടാ, കോൺസണൻസ് എന്താണ്? യെസ്, കോൺസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
repeated consonant sounds at the ending of words placed near each other, usually on the same line. അതെ, ഒരേ വരിയിൽ അടുത്തടുത്ത വേർഡ്സിന്റെ എൻഡ് ലൈന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, എന്താ പറയാ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺസണൻസ് എന്ന് പറയാ. എന്താ പറയാ? കോൺസണൻസ്. അപ്പൊ ഓർത്ത് വെക്കുക, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നോക്കിക്കോളൂ നിങ്ങളെ. I will die, she shall grieve. I will die, she shall grieve. ഇതില് will, shall, ഇതില് അവസാന ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാണ്. ഈ അവസാനത്തെ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് എന്ത് പറയാ? എന്താണ് പറയാ? കോൺസണൻസ് എന്നാണ് പറയാ. അപ്പൊ നമ്മൾ ഇന്ന് ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ്? യെസ്, ഒന്നാമത് നമ്മൾ അലിട്രേഷൻ പഠിച്ചു, അസൊനൻസ് പഠിച്ചു, കോൺസണൻസ് പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചത്? യെസ്, ഏതൊക്കെയാ പഠിച്ചത്? അലിട്രേഷൻ, അസൊനൻസ്, കോൺസണൻസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള ഏതാണ്? യെസ്, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഹൈപ്പർബലിയാണ്. ഏതാണ്? ഹൈപ്പർബലിയാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. എന്താ മക്കളെ ഹൈപ്പർബലി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പറയും ഹൈപ്പർബലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ പറയണ്ട, എടാ 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞതാണ്, അല്ലെ? 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞതാണ്. 1000 തവണ പറയോ നമ്മള്? ഇല്ല. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ഒരു പവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് ഒന്നുകൂടി പവർ ആവാൻ വേണ്ടി നമ്മൾ പറയും 1000 തവണ പറഞ്ഞതാണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ an outrageous exaggeration used for effect, ഒന്ന് പഞ്ച് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചിലപ്പോൾ നമ്മൾ കൂടുതൽ അങ്ങോട്ട് കയറ്റി പറയും, കുറച്ച് തള്ളി മറിച്ചു പറയും. അതിനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? ഹൈപ്പർബലി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഹൈപ്പർബലി എന്ന് പറയുന്നു. യെസ്, അപ്പൊ നമ്മൾ എന്താ ഹൈപ്പർബലിക്ക് ഒരു എക്സാമ്പിൾ പറയാം. മൈ ഗ്രാൻഡ് മദർ ഈസ് ആസ് ഓൾഡ് ആസ് ദ ഹിൽസ്. അതെ, എന്റെ മുത്തശ്ശി ആസ് ഓൾഡ് ആസ് ഹിൽസ്, എന്റെ മുത്തശ്ശി ആ മലേന്റെ അത്ര പ്രായമുണ്ട്, ആ കുന്നിന്റെ അത്ര പ്രായമുണ്ട് എന്ന് പറയാണ്. അപ്പൊ അത്ര പ്രായം ഉണ്ടായിട്ടാണോ? അല്ല, അവരെ എത്ര ഓൾഡ് ആണ്, അവരെ അത്ര കുറച്ച് ഏജ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂട്ടി പറയുന്നു. അതിനെ പറയുന്ന പേരാണ് എന്ത് പറയാ? ഹൈപ്പർബലി എന്ന് പറയാ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്താണ് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മക്കളെ എന്താണ് പറയാ? ഹൈപ്പർബലി എന്ന് പറയും. എന്താ പറയാ? ഹൈപ്പർബലി എന്ന് പറയും. അത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് നോക്കാം. നമ്മൾ ഹൈപ്പർബലി ഡിസ്കസ് ചെയ്തു. ഹൈപ്പർബലി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ട ഏതാണ്? മെറ്റാഫർ ആണ്. ഏതാണ്? മെറ്റാഫർ. നിങ്ങൾക്ക് മെറ്റാഫർ അറിയോ? മെറ്റാഫർ ഒക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഈ പോയിന്റ്സിനകത്തൊക്കെ മെറ്റാഫർ വരുന്നുണ്ട്. മാഷ് ഈ പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസുകളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയംസ് അത് എങ്ങനെ അപ്രീസിയേഷൻ നിങ്ങൾക്ക് 8 മാർക്ക് ഉറപ്പിക്കാം എന്ന് ഉറപ്പ് തരും. എങ്ങനെ ഉറപ്പിക്കാമെന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടോ വിടുള്ളൂ. അപ്പൊ അതിനു മുമ്പ് പക്ഷെ എന്താണ്, ഇതൊക്കെ പഠിക്കണം. നിങ്ങൾക്ക് 8 മാർക്കാണോ വലുത്, 8 മാർക്ക് വേണമെന്നുണ്ടോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് ശ്രദ്ധിക്കുക. ആ ക്ലാസ് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? അതിൽ ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. കാരണം നമ്മളുടെ എക്സാമിനേഷൻ തലേന്നുള്ള ക്ലാസ് ആണ്. ആ ക്ലാസ്സിനകത്ത് നമുക്ക് കൂടുതൽ കമന്റുകളിലേക്ക് പോയി നോക്കിയിരിക്കാൻ സമയമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇത് കറക്റ്റ് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? നാളത്തെ എക്സാമിനേഷൻ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. എന്താണ് മെറ്റാഫർ മക്കളെ? എന്താ മെറ്റാഫർ? നിങ്ങൾ നോക്കി. എടാ, മെറ്റാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ 2 unlike things stating that one is the other or does not action of the other, does the action of the other. ഇതിനെ പറയുന്ന പേരാണ് ഇത് പറയാ മെറ്റാഫർ എന്ന് പറയാം. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ആ രണ്ട് കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന പ്രവൃത്തി അതിന്റെ ക്വാളിറ്റി വെച്ചിട്ട് അത് ഇത് തന്നെയാണ് എന്ന് പറയാം. ഒറ്റ കാര്യം കമ്പയർ ചെയ്ത് പറയാനുള്ളത് നമ്മൾ ആസോ ലൈക്കോ ചേർത്ത് പറയുന്നതിന് മറ്റൊന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാനുണ്ട്, സിമിലി പഠിക്കാനുണ്ട്. സിമിലിയിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള സംഭവമാണ് ഇത്. മെറ്റാഫർ എന്നാണ് പേര്. എന്താണ് മെറ്റാഫർ? എന്നുള്ളത് നിങ്ങൾ നോക്കാം. മെറ്റാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ 2 unlike things stating that one is the other. Yes, he is a lion. അതെ, അവൻ ഒരു സിംഹമാണ് എന്ന് പറയാം നിങ്ങളോട്. he is a lion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാട്ടിൽ കിടക്കുന്ന ഒരു സിംഹമാണ് എന്നാണോ അർത്ഥം? ഒരിക്കലുമല്ല. ഒരു കാട്ടിലെ ഒരു സിംഹം എത്രമാത്രം പവർഫുൾ ആണോ അത്രയും പവർ എവിടെ ഉണ്ട്, അത്രയും സ്ട്രോങ് ആണ് അവൻ ഇവിടെ എന്നാ പറയുന്നത്. അവർ ന്യൂ കമ്മീഷണർ ഈസ് എ ലയൺ, എ റോറിംഗ് ലയൺ എന്ന് പറയാണ്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കമ്മീഷണർ ഓഫീസിൽ ഇരിക്കുന്ന ഒരു സിംഹമാണ് എന്നാണോ? അല്ല, ഒരു കാട്ടിലെ സിംഹം എത്രമാത്രം പവർഫുൾ ആണോ അത്രത്തോളം പവർഫുൾ ആണ് എന്ത് ഇവിടെ അദ്ദേഹം എന്നാണ് അർത്ഥം വരുന്നത്. അതേപോലെ നമ്മൾ എന്താ ചെയ്യുന്നത്? പല സ്റ്റേറ്റ്മെന്റ്സ് നടത്തും. അതായത് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യും? സാമ്യപ്പെടുത്തി പറയും. അത് തന്നെയാണ് ഇത് എന്ന രീതി ക്വാളിഫൈ ചെയ്ത് പറയും. അതിനെ പറയുന്ന പേരാണ് എന്ത്? മെറ്റാഫർ എന്നറിയപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ. ഹെർ വോയിസ് ഈസ് മ്യൂസിക് ടു ദ ഇയേഴ്സ്. ഹെർ വോയിസ് ഈസ് മ്യൂസിക് ടു ഹിസ് ഇയേഴ്സ് എന്ന് പറയാണ്. അപ്പൊ ഹെർ വോയിസ്, അവളുടെ ശബ്ദം,
ഹിസ് മ്യൂസിക് ടു ഹർ ടു ഹിസ് ഇയേഴ്സ്. അതെ, അത് ഒരു കാമുകന്റെയും കാമുകിന്റെയും കാര്യമായിരിക്കാം. അവളുടെ ശബ്ദം അവന് സംഗീതമാണ് എന്ന് പറയാം. ശബ്ദം സംഗീതമാണ് എന്ന് പറഞ്ഞാൽ ആ സംഗീതത്തിനോട് എന്തിനെ ഇവിടെ സാദൃശ്യപ്പെടുത്തുക ചെയ്യുന്നത്? ശബ്ദത്തെ സാദൃശ്യപ്പെടുത്തുക ചെയ്യുന്നത്. അപ്പം ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഹർ വോയിസ് ആൻഡ് ദ മ്യൂസിക് എന്ന രീതിയിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? യെസ്, അവിടെ കമ്പയർ ചെയ്യാണ്. അങ്ങനെ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത് പറയുക? മെറ്റഫോർ എന്ന് പറയുക. എന്താ പറയാ മക്കളെ? മെറ്റഫോർ എന്ന് പറയുന്നു. നിങ്ങൾ ക്ലിയർ ആണോ? അങ്ങനെ മെറ്റഫോർ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. സിമിലിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു യെസ്, അയാൾ അവർ കമ്മീഷണർ ഈസ് എ ലയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെറ്റഫോർ ആണ്. പക്ഷെ അതേസമയം അവർ കമ്മീഷണർ ഈസ് ലൈക്ക് എ ലയൺ എന്ന് പറയാണ്. നമ്മുടെ കമ്മീഷണർ ആരെ പോലെയാണ്? സിംഹത്തെ പോലെയാണ് എന്ന് പറയാണ്. അങ്ങനെ പറയുന്നത് നമ്മൾ പറയുന്ന സംഭവമാണ് എന്ത്? സിമിലി എന്ന് പറയാ. എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. രണ്ട് വസ്തുക്കളെ നമ്മൾ ലൈക്ക് എന്ന് പറഞ്ഞ വേർഡോ ആസ് എന്ന് പറഞ്ഞ വേർഡോ ചേർത്തിട്ട് ഡയറക്റ്റ് കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? സിമിലി എന്ന് പറയാ. എന്താ പറയാ? സിമിലി എന്നാണ് പറയാ. യെസ്, അപ്പൊ ഈ സിമിലിയും സ്ഥിരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ പോയത്തിന്റെ അകത്തും ചോദിക്കുന്നതാണ്. അപ്പൊ സിമിലിയും മെറ്റഫോർ നമ്മൾ നിങ്ങൾ മാറിപ്പോകരുത്. സിമിലി എന്ന് പറഞ്ഞ് സിമിലിന്റെ കൂടെ എപ്പോഴും എന്തുണ്ടായിരിക്കും? യെസ്, ഒന്നുകിൽ ആസ് അല്ലെങ്കിൽ ലൈക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കും. ആസോ ലൈക്കോ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് സിമിലി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ആയുള്ള ടെക്നിക്ക്. അതേസമയം മെറ്റഫോറിനകത്ത് അങ്ങനെയല്ല, അതൊന്നും ഉണ്ടായിരിക്കില്ല. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദാറ്റ്. അതും ഇതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന രീതിയിൽ പറയുന്നതിനെ നമ്മൾ എന്ത് പറയാ? മെറ്റഫോർ എന്ന് പറയുന്നത്. മക്കൾ മനസ്സിലാക്കണം സിമിലിയും മെറ്റഫോറും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പേഴ്സണിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മുമ്പൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എ തിങ്, an idea or an animal is given human attributes. മനുഷ്യനല്ലാത്തവർക്ക്, അതായത് എ തിങ് ഒരു വസ്തു, an idea ഒരു ആശയം, അല്ലെങ്കിൽ an animal ഒരു മൃഗം, ഒരു ആശയത്തിനോ ഒരു വസ്തുവിനോ ഒരു മൃഗത്തിനോ എന്ത് കൊടുക്കുകയാണ്? ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് കൊടുക്കുകയാണ്. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന രീതി പറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മക്കളെ എന്ത്? പേഴ്സണിഫിക്കേഷൻ എന്ന് പറയും. എന്താ പറയാ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താ വരുന്നത്? യെസ്, ദ ഫ്ലവേഴ്സ് ഡാൻസ്ഡ് ഇൻ ദ ജെന്റിൽ ബ്രീസ്. എന്താ പറയുന്നത്? ഫ്ലവേഴ്സ് ഡാൻസ്ഡ് ഇൻ ദ ജെന്റിൽ ബ്രീസ് എന്ന് പറയുമ്പം ഫ്ലവേഴ്സ് ഡാൻസ്ഡ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. പൂക്കൾ നൃത്തം വെക്കുന്നു എന്ന് പറയാ. പൂക്കൾ നൃത്തം വെക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ് ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന ഡാൻസ് ചെയ്യുക എന്ന് പറഞ്ഞ ആ പ്രവൃത്തി നമ്മൾ ആരെ മേലെ ആരോപിക്കുകയാണ്? യെസ്, ഫ്ലവേഴ്സിന്റെ മേലെ ആരോപിക്കുകയാണ്. ഫ്ലവേഴ്സ് ഡാൻസ്ഡ് ഇൻ ദ ജെന്റിൽ ബ്രീസ് എന്ന് പറയുന്നത് പൂക്കൾ ഇളം കാറ്റിൽ പൂക്കൾ നൃത്തം വെക്കുന്നു എന്ന് പറയാണ്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത് പറയാ? പേഴ്സോണിഫിക്കേഷൻ എന്നാണ് പറയാ. എന്താ പറയാ മക്കളെ? യെസ്, പേഴ്സണിഫിക്കേഷൻ എന്നാണ് പറയുക. അപ്പൊ പേഴ്സണിഫിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് അടുത്ത് നോക്കേണ്ട കാര്യം, നമുക്ക് പഠിക്കാനുള്ള ഒരു പോയത്തിന്റെ അകത്ത് തന്നെയുള്ള ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. എന്താ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? അനാഫോറ ആണ്. അനാഫോറ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. റെഫറിംഗ് ടു ദ റെപ്പിറ്റേഷൻ ഓഫ് എ വേർഡ് ഓർ ഫ്രേസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്സസീവ് ലൈൻസ്. അടുത്തടുത്ത വരികളിൽ എന്താണ്? ഒരേ വേർഡോ ഫ്രേസോ റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത് പറയാ? അനഫോറ എന്ന് പറയാ. ഒരേ വാക്ക് ഒരേ ലൈനിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെപ്പിറ്റേഷൻ എന്ന് പറയും. ഇത് റെപ്പിറ്റേഷൻ അല്ല വരുന്നത്, അനഫോറയാണ്. അനഫോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത വരികളിൽ, ഒരേ വരിയിലല്ല, അടുത്തടുത്ത വരികളിൽ ഒരേ വേർഡോ ക്ലോസോ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? യെസ്, അനഫോറ എന്നറിയപ്പെടുന്നത്. ഏതാണ് അനഫോറ എന്നറിയപ്പെടുന്നത്? യെസ്. അപ്പൊ ഇവിടെ നോക്കാം നിങ്ങൾ ഏതൊക്കെയാണ്. ഈ ഒരു ലൈൻ നിങ്ങൾ നോക്കിക്കോളൂ. യു മേ ഷൂട്ട് മീ വിത്ത് യുവർ വേർഡ്സ്, യു മേ കട്ട് മീ വിത്ത് യുവർ ഐസ്, യു മേ കിൽ മീ വിത്ത് യുവർ ഹേർട്ട്ഫുൾനെസ്, ബട്ട് സ്റ്റിൽ ലൈക്ക് എയർ ഐ വിൽ റൈസ്. ഇതിൽ യു മേ എന്ന ആ ഒരു വേർഡ്സ്, യു മേ എന്ന് പറയുന്ന ക്ലോസ് 3 വരികളിലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത് പറയാ? യെസ്, എന്താ പറയാ മക്കളെ? അനഫോറ എന്നറിയപ്പെടുക. ഏതാ അറിയപ്പെടുക? അനഫോറ. അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചു. അനഫോറ പഠിച്ചു. ഇനി അടുത്തതായി നമുക്ക് പറയാനുള്ളത് എന്താണ്? ഓക്സിമറോൺ ആണ്. ഏതാ പറയാനുള്ളത്? ഓക്സിമറോൺ. നിങ്ങൾക്ക് അറിയോ എന്താണ് ഓക്സിമറോൺ? നിങ്ങൾക്ക് അറിയോ എന്താണ് ഓക്സിമറോൺ? ഓക്സിമറോൺ നിങ്ങൾ നോക്കുക. 2 ഓപ്പോസിറ്റ് ഐഡിയാസ് ആർ ജോയിൻഡ് ടു ക്രിയേറ്റ് an effect. ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്പോസിറ്റ് ഐഡിയാസിനെ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് പറയുക? യെസ്, ഓക്സിമറോൺ എന്നറിയപ്പെടുക.
അതായത് ഒന്ന് പഞ്ച് കിട്ടാനായിട്ട്, ഒന്ന് അതിനെ കളറാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ട് വ്യത്യസ്തമായ, അതായത് വിരുദ്ധങ്ങളായ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൂട്ടിയോജിപ്പിക്കും. ഇവിടെ എന്താ പറയുന്നത്? ഈ ഒരു വരി നോക്കിക്കോളൂ നിങ്ങൾ. ഐ ബേൺ ആൻഡ് ഫ്രീസ് ലൈക്ക് ഐസ്. ബേൺ ആൻഡ് ഫ്രീസ് രണ്ട് തലത്തിൽ കിടക്കുന്ന കാര്യങ്ങളല്ലേ, രണ്ട് തലങ്ങളിലല്ലേ. ബേൺ എന്നത് ഒരു സ്ഥലത്ത് കിടക്കുന്നു, ഫ്രീസ് എന്നതിന്റെ ഓപ്പോസിറ്റ് ധ്രുവത്തിൽ കിടക്കുന്ന സംഭവമാണ്. അപ്പൊ ഈ ബേൺ, ഫ്രീസ് എന്ന രണ്ട് വിരുദ്ധ തലങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നതിന് ലിങ്ക് ചെയ്യിക്കുക. അതിനെ പറയുന്ന പേരാണ് മക്കളെ എന്താണ്? ഓക്സിമറോൺ എന്നാ പറയാ. എന്താ പറയാ? ഓക്സിമറോൺ എന്ന് പറയുന്നു. അപ്പം ഓക്സിമറോൺ കഴിഞ്ഞു. ഓക്സിമറോൺ ഏകദേശം നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് മാഷ് വേഗം പറഞ്ഞു പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി സെറ്റ് ആക്കാനുണ്ട്. യെസ്, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് നോക്കാം. അത് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ആണ്. ആ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്താ നോക്കാം. An epithet is transferred from a word to which it properly belongs to some other words closely connected with it. An epithet എന്ന് പറഞ്ഞാൽ ഒരു adjective, ഒരു കാര്യത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡ്. An epithet is transferred from a word, ഒരു വാക്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, to which it properly belongs to some other words closely connected with it. അതായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാക്യത്തിന്റെ അടുത്തേക്ക് അതിനെ കണക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇത് പറയുക ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് ഒരു സെന്റൻസ്, ഒരു എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് he lived a busy life. നോക്കൂ, എന്താണ്? he lived a busy life എന്ന് പറയുന്നുണ്ട്. ഇവിടെ lived a busy life, ഈ ബിസി ലൈഫ് എന്നത് ആരാണ്? അവനാണ് ലീവ് ചെയ്യുന്നത്. അപ്പൊ ഹി ലിവ്ഡ് എ ബിസി ലൈഫ്. അപ്പൊ ഈ ബിസി ലൈഫ് എന്നതിനെ നമ്മൾ എന്ത് പറയാ? ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ആയി കണക്കാക്കുന്നത്. അതേപോലെ ഷീ പാസ്ഡ് എ സ്ലീപ്ലെസ് നൈറ്റ്. ഷീ പാസ്ഡ് എ സ്ലീപ്ലെസ് നൈറ്റ്. ആരാണ് പാസ് ചെയ്യുന്നത്? അവളാണ്. പക്ഷെ അവൾ പാസ് ചെയ്യുന്നത് സ്ലീപ്ലെസ് നൈറ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ കൺസെപ്റ്റിനെ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയാം. എന്താ പറയാ? ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിഗ്നറ്റൊക്കെയാണ് വരുന്നത്. എ ലിറ്റററി ഡിവൈസ് ഇൻ വിച്ച് എ പാർട്ട് ഓഫ് സംതിങ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ ഹോൾ. അതായത് ഏതെങ്കിലും ഒരു വസ്തു, അത് വൈസ് വേഴ്സ തിരിച്ചു വരാറുണ്ട്. ഒരു കാര്യത്തിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉദ്ദേശിക്കും. അതേപോലെ മൊത്തമായിട്ട് പറഞ്ഞാൽ ഒരു ചെറിയ പാർട്ടിനായിട്ട് ഉദ്ദേശിക്കും. അങ്ങനെ ഒരു വലിയ ഭാഗം എന്താ പറയാ, ഒരു വീൽ, ഇപ്പൊ എക്സാമ്പിൾ പറയാം, വീൽ ഫോർ കാർ. വീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കാറിന് ഉദ്ദേശിക്കുന്നു. ബൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട്സ് ആരുടെ? പട്ടാളക്കാരുടെ, അല്ലെ? പട്ടാളക്കാരെ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിനെ വെച്ചിട്ട് അത് വേറൊരു കൺസെപ്റ്റിനെ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇത് പറയുക സിനക്ഡക്കി എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മാഷ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇമേജസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രീസിയേഷൻ എഴുതാൻ പഠിക്കാം മക്കളെ. മാഷ് ഇത് ആദ്യം ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടൊന്ന് പഠിക്കാൻ പോകുമ്പം ഇതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അപ്രീസിയേഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്രീസിയേഷൻ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് 8 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യമാണ് എന്താണ് ഇമേജസ് എന്ന് പഠിക്കാൻ പോവാണ്. എന്താ പഠിക്കാൻ പോകുന്നത്? ഇമേജസ് എന്താണ് നമ്മൾ പഠിക്കാൻ പോവാണ്. നിങ്ങൾ നോക്കിക്കോളൂ. ഒന്ന് വിഷ്വൽ ഇമേജ്. ഒരു കവിത, ആ കവിത കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് അതിൽ പലതരത്തിലുള്ള ഇമേജസ് യൂസ് ചെയ്യും. അതായത് അതിലെ ആ വരികൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ നമ്മളുടെ 5 സെൻസസിൽ ഏതിനൊക്കെ നമുക്ക് എവോക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഉള്ള ഇമേജസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത് പഠിക്കാൻ പോകുന്നത് എന്താണ്? വിഷ്വൽ ഇമേജ് ആണ്. എന്താ പഠിക്കാൻ പോകുന്നത്? വിഷ്വൽ ഇമേജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ പറയാം, എന്താണ് വിഷ്വൽ ഇമേജ്? വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാഴ്ചയെ ഒരു വരി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് മനസ്സിൽ കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത്തരം ഇമേജസിനെ പറയുന്ന പേരാണ് എന്ത് പറയുക? വിഷ്വൽ ഇമേജസ് എന്ന് പറയുക. ഇവിടെ നോക്കാം. ഇറ്റ് വാസ് ഡാർക്ക് ആൻഡ് ഡിം ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ഇറ്റ് വാസ് ഡാർക്ക് ആൻഡ് ഡിം ഇൻ ദ ഫോറസ്റ്റ്. നമുക്കത് മനസ്സിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. അത്തരം ഇമേജസിനെ പറയുന്ന പേരാണ് എന്ത് പറയുക? വിഷ്വൽ ഇമേജസ് എന്നാ പറയാ. എന്താ പറയാ മക്കളെ? വിഷ്വൽ ഇമേജസ് എന്ന് പറയും. ദെൻ അടുത്ത മറ്റൊന്നിനെ പറയുന്ന പേരെന്താണ്? ഓഡിറ്ററി ഇമേജ് എന്നാണ്. എന്താ പറയാ? ഓഡിറ്ററി ഇമേജ്. എന്താണ് ഓഡിറ്ററി ഇമേജ്? ദ ചിൽഡ്രൻ വേർ സ്ക്രീമിംഗ് ആൻഡ് ഷൗട്ടിംഗ് ഇൻ ദ ഫീൽഡ്സ്. ദ ചിൽഡ്രൻ വേർ സ്ക്രീമിംഗ് ആൻഡ് ഷൗട്ടിംഗ് ഇൻ ദ ഫീൽഡ്സ് എന്ന് പറയുന്ന സമയത്ത്, ആ വരി വായിക്കുന്ന സമയത്ത് ആ സ്ക്രീം ചെയ്യുന്ന, ഷൗട്ട് ചെയ്യുന്ന മക്കൾ അവിടുന്ന് ഒച്ച വെക്കുന്ന, കളിക്കുന്ന ശബ്ദമൊക്കെയാണ് നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വരിക.
അപ്പൊ നമുക്ക് ആ ഒരു വരി വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് നമ്മളുടെ സൗണ്ടിനെ വർക്ക് ചെയ്യാണ്. അത്ര ഇമേജസിനെ പറയുന്ന പേരാണ് എന്ത് പറയുക, ഓഡിറ്ററി ഇമേജസ്. നമുക്ക് അത് ഓഡിബിൾ ആണ്. അടുത്ത എന്താ പറയുന്നത്, ഓൾഫാക്ടറി ഇമേജ് ആണ്. എന്താണ് അറിയപ്പെടുന്നത്, ഓൾഫാക്ടറി ഇമേജ്. എന്താണ് ഓൾഫാക്ടറി ഇമേജ്? ഓൾഫാക്ടറി ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്മെൽ ചെയ്യാം, നമ്മുടെ സ്മെൽ സെൻസിനെ നമുക്ക് ഉണർത്തുന്ന അതിനെ പറയുന്ന പേരാണ് എന്ത് പറയുക, ഓൾഫാക്ടറി ഇമേജ് എന്ന് പറയാ. ദ അരോമ ഓഫ് ദ ബ്രൂഡ് കോഫി. ദ അരോമ ഓഫ് ദ ബ്രൂഡ് കോഫി, അതായത് നമ്മൾ ഈ കോഫിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ കോഫിയുടെ സുഗന്ധം ഇങ്ങനെ വരുമല്ലോ. അതായത് നമുക്ക് കോഴിക്കോട് നമുക്കൊരു വളരെ ഫേമസ് ആയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഏത്, പാരഗൺ. പാരഗണിന്റെ മുകളിൽ നമുക്കൊരു ഓവർബ്രിഡ്ജ് ഉണ്ട്. ആ ഓവർബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ പോകുന്ന സമയത്ത് താഴെ നമുക്ക് എന്ത് കേൾക്കാം, നമുക്ക് ഇതിന്റെ ഈ പാരഗണിന്ന് ബിരിയാണിയുടെ സ്മെല്ല് ഇങ്ങനെ നമ്മുടെ മുക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറും. അപ്പൊ ഇങ്ങനെ നമ്മളെ ഏതിനെ സ്മെല്ലിനെ വോക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് പറയുക, ഓൾഫാക്ടറി ഇമേജ് എന്നാ പറയാ. എന്താ പറയാ, ഓൾഫാക്ടറി ഇമേജ് എന്നറിയാം. അടുത്ത എന്താണ്, ഗസ്റ്റേറ്ററി ഇമേജ്. ചിലത് അതേ സമയം എന്താണ് നമ്മളുടെ നമ്മളുടെ ടേസ്റ്റിനെയാണ് ഇവോക്ക് ചെയ്യുക. അങ്ങനെ ടേസ്റ്റിനെ ഇവോക്ക് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത് പറയുക, എന്താ പറയുക, ടേസ്റ്റിനെ ഇവോക്ക് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഗസ്റ്റേറ്ററി ഇമേജ് എന്ന് പറയും. ദ ഫ്രഷ് ആൻഡ് ജ്യൂസി ഓറഞ്ച് ഈസ് വെരി കോൾഡ് ആൻഡ് സ്വീറ്റ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് അത് നമ്മളുടെ ടേസ്റ്റിനെ എവോക്ക് ചെയ്യുന്നു. അങ്ങനെ ടേസ്റ്റിനെ എവോക്ക് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത് പറയുക, ഗസ്റ്റേറ്ററി ഇമേജ് എന്ന് പറയാം. ദെൻ ടാക്ടൈൽ ഇമേജ്, സ്പർശനമായിട്ട് ബന്ധപ്പെട്ട, ടച്ച് ആയിട്ട് ബന്ധപ്പെട്ടതിനെ പറയുന്ന പേരാണ് എന്ത് പറയുക, ടാക്ടൈൽ ഇമേജ് എന്നറിയപ്പെടുന്നത്. ഷീ റാൻ ഹെർ ഹാൻഡ്സ് ഓൺ എ സോഫ്റ്റ് സാറ്റിൻ ഫാബ്രിക്. അതെ, ഒരു സോഫ്റ്റ് സാറ്റിൻ ഫാബ്രിക്കിലൂടെ കൈ ഓടിച്ചെന്ന് പറയുമ്പം ആ ഒരു ഫാബ്രിക്കിന്റെ ആ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് അങ്ങനെയുള്ള വാക്കുകൾ പറയുന്ന പേരാണ് എന്ത്, ടാക്ടൈൽ ഇമേജ് എന്നാണ് പറയാ. എന്താ പറയാ, ടാക്ടൈൽ ഇമേജ് എന്ന് പറയും. അപ്പം നമ്മൾ ഇത്രയും നേരമായി ഡിസ്കസ് ചെയ്തത് നിങ്ങൾ പഠിക്കുന്ന 5 പോയത്തിന്റെ അകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പോയറ്റിക് ഡിവൈസുകളും ഇമേജസുമാണ്. ഇത് മാഷ് പറയാൻ കാരണം നിങ്ങൾ എപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ ഒന്ന് ക്വാളിഫൈ ചെയ്ത് എഴുതണമെങ്കിൽ ഇതിൽ ഏതാണ് എന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞ ശേഷം നമ്മൾ ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു എപ്രീസിയേഷൻ എഴുതുക, അപ്രീസിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് 8 മാർക്ക് ഉറപ്പിക്കാമെന്ന്. അപ്പൊ 8 മാർക്ക് ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ വന്നോളൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിക്കോളൂ, അവരെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് 8 മാർക്ക് എപ്രിസിയേഷൻ 8 മാർക്ക് ഉറപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ഇത് പഠിക്കുമ്പം എങ്ങനെയാ ടീച്ചേഴ്സ് ഇത് വാല്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്ന് ഓർക്കണം. അത് ലക്ഷ്യം വെച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. നമുക്ക് ഈ പ്രാവശ്യം എപ്രീസിയേഷൻ്റെ അകത്ത് മാർക്ക് കുറയാൻ പാടില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു എപ്രീസിയേഷൻ നിങ്ങൾ എഴുതുമ്പം ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് എഴുതണം, അബൌട്ട് ദ പോയറ്റ്. പോയറ്റിനെ കുറിച്ച് വൃത്തിയായി നമ്മൾ വിവരിക്കണം. പോയറ്റ് ആരാണ്, ആ പോയറ്റ് എവിടെയുള്ള ആളാണ്, അങ്ങനെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിവരിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വൃത്തിയായിട്ട് അവിടെ പോയറ്റിനെ കുറിച്ച് ഒരു വ്യക്തമായ വിവരണം കൊടുക്കണം. അപ്പൊ അങ്ങനെ അബൌട്ട് ദ പോയറ്റിന്റെ അകത്ത് നിങ്ങൾ അബൌട്ട് ദ പോയറ്റിനെ കുറിച്ച് വ്യക്തമായ വിവരണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തായി ശ്രദ്ധിക്കേണ്ടത് എന്താണ്, തീം ഓഫ് ദ പോയമാണ്. എന്താ മക്കളെ ചെയ്യേണ്ടത്, തീം ഓഫ് ദ പോയമാണ്. എന്താ തീം ഓഫ് ദ പോയം, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഓരോ പോയത്തിന്റെയും തീം കറക്റ്റ് ആയിട്ട് പറഞ്ഞു വരും. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ഇതിന്റെ സ്ലൈഡ് വരും. ആ സ്ലൈഡ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ പോയത്തിന്റെയും ആ തീം അങ്ങോട്ട് എടുത്ത് ബൈ ഹാർട്ട് പഠിച്ചാളി. അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഫിഗർ ഓഫ് സ്പീച്ച് നമ്മുടെ എന്താ പറയുക പോയം അപ്രീസിയേഷൻ്റെ അകത്ത് ഫുൾ മാർക്ക് ഉറപ്പാണ്. നമുക്ക് അതിലേക്ക് പോവാണ്. അതിനു മുമ്പ് മാഷ് പറയുന്നതാണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അബൌട്ട് ദ പോയറ്റ് എന്താണെന്ന് എഴുതണം. രണ്ടാമത് തീം ഓഫ് ദ പോയം എഴുതണം. തീം ഓഫ് ദ പോയം എഴുതി കഴിഞ്ഞാൽ ലാംഗ്വേജ് ആൻഡ് പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ്, അതിൽ ഓരോന്നിലും ഉപയോഗിച്ചിട്ടുള്ള ഭാഷ, ലാംഗ്വേജ് സ്റ്റൈൽ, പോയറ്റിക് ഡിവൈസസ്, ഇതൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാ പോയറ്റിക് ഡിവൈസ്, ഇപ്പൊ ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഓരോ കവിതയിലും ഏതൊക്കെ പോയറ്റിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ട്, ആ പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ലാംഗ്വേജ് ആൻഡ് പോയറ്റിക് ഡിവൈസസ് ആണ് അതിനകത്ത് വരുന്ന മറ്റൊരു ഘടകം. പിന്നെന്താ വരുന്നത്, സ്പെഷ്യൽ ഫീച്ചേഴ്സ്
ആൻഡ് യുവർ ഫേവറേറ്റ് ലൈൻസ്. നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ ഫീൽ ചെയ്യണം നിങ്ങൾ എന്താണ്, യെസ് നിങ്ങളത് പഠിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനെപ്പറ്റി എല്ലാം അറിയാം എന്ന് ടീച്ചേഴ്സിനെ ഫീൽ ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഓരോ പോയത്തിന്റെ അകത്തുനിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല 2 വരികൾ പഠിച്ചു വെക്കണം. ആ വരികളുടെ അർത്ഥവും പഠിച്ചു വെക്കണം. അത് എടുത്ത് കാച്ചിക്കാരണം മക്കളെ. അത് കാച്ചിയാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ടീച്ചേഴ്സിന് നല്ലൊരു ധാരണ ഉണ്ടാവും, ഇവൻ ചില്ലറക്കാരനല്ല, ഇവൻ എന്തൊക്കെയോ അറിയാമെന്നും. അപ്പൊ ആ കാര്യം നിങ്ങൾ എന്തായാലും ചെയ്യണം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ്, യെസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ പോയം. ഒക്കെ കഴിഞ്ഞിട്ട് ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ആ പോയത്തിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യണം, യെസ് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഒരു എന്ത് ചെയ്യുന്ന സമയത്ത് പോയം അപ്രീസിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും ശ്രദ്ധിച്ചിട്ട് എങ്ങനെ പോയം അപ്രീസിയേഷൻ എഴുതാം? സാറേ ആ 8 മാർക്ക് ഞാൻ കീശയിലേക്ക് ഒപ്പിക്കണം എങ്ങനെയാണ്? അതല്ല നിങ്ങൾ അന്വേഷിക്കുന്നത്. യെസ്, നിങ്ങൾ ഇത് നോക്കൂ. ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു സംഭവം. എങ്ങനെ തുടങ്ങണം ഒരു പോയം അപ്രീസിയേഷൻ, അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഇതാ അങ്ങനെ വരുന്നുണ്ട്. ആ പഠിക്കാവുന്നതിന് മുമ്പായിട്ട് അതിന്റെ കറക്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാഷ് ഒരുപാട് കമന്റിലേക്ക് ഒന്നും പോകുന്നില്ല, നോക്കുന്നില്ല. കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറെ തീർക്കാണ്ടടാ. ആ തീർക്കാനുള്ളതിനെ കൊണ്ട് കമന്റ്സ് ഒക്കെ നമുക്ക് ലാസ്റ്റ് വായിക്കാം. ഇപ്പൊ നമുക്ക് മാഷ് കറക്റ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. എങ്ങനെയാണ് ഈ 8 മാർക്ക് ഉറപ്പിക്കുക, അതിനെ നോക്കിക്കോളൂ നിങ്ങള്. യെസ്, എങ്ങനെയാണ്, ഏതോ ഒരു പോയാണെങ്കിലും ആ പോയ ഇവിടെ അവിടെ ഫില്ല് ചെയ്തല്ല. ഡാഷ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ദ വേൾഡ് ഫേമസ് പോയറ്റ് ഡാഷ്. പോയറ്റിന്റെ പേര് ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലോ. പോയത്തിന്റെ പേരും പഠിച്ചിട്ടുണ്ടാവും, പോയിന്റെ പേരും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ കൂടെ ആദ്യം കാച്ചിക്കോള് എന്താണ്, ഡാഷ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ദ വേൾഡ് ഫേമസ് പോയറ്റ് ഡാഷ്. ഇനി അത് ആണാണെങ്കിൽ, മെയിൽ ആണെങ്കിൽ, ഹി ഈസ് വൺ ഓഫ് ദ സെലിബ്രേറ്റഡ് പോയറ്റ്സ് ഹു സക്സീഡഡ് ഇൻ ഡെപിക്റ്റിംഗ് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ഇൻ എ സിമ്പിൾ സ്റ്റൈൽ. ബൈ ഹാർട്ട് പഠിച്ചാൽ എടുത്ത് കാച്ചിക്കാള്. ബൈ ഹാർട്ട് പഠിക്കുക. കാരണം എന്താ അറിയോ, തുടക്കം നന്നായാല് ഭയങ്കര ഇംപ്രഷൻ ആയിരിക്കും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾ ഒരു അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് ആദ്യത്തെ വരികളിലൊക്കെ എന്തോ വളരെ രസകരമായ അല്ലെങ്കിൽ കുറച്ച് ഫ്ലുവൻസിൽ അത് എഴുതി പോവുകയാണെങ്കിൽ പാരന്റ്സ് ടീച്ചേഴ്സ് വിചാരിക്കും, ഇത് മോശമില്ലല്ലോ, ഇത് അറിയാവുന്ന കാര്യമാണല്ലോ എന്നൊക്കെ, അല്ലെ കുട്ടികൾ ശ്രദ്ധിക്കല്ലോ എന്നൊക്കെ ചിന്തിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, യെസ് എന്താണ് വരുന്നത്, യെസ് ഹി, അല്ലെങ്കിൽ ഇവിടെ ഹി, അല്ലെങ്കിൽ ഇനി സ്ത്രീ ആണെങ്കിൽ ഷീ ആണ്. നമുക്കൊക്കെ പഠിക്കാനുള്ളത് ഇപ്പം മെയിൽ പോയറ്റിന്റെ ആണ്. അതുകൊണ്ട് ഹി ഈസ് വൺ ഓഫ് ദ സെലിബ്രേറ്റഡ് പോയറ്റ്സ് who succeeded in depicting feelings and emotions in a simple style. അതായത് ഇമോഷൻസും ഫീലിങ്സും ഒക്കെ വളരെ ലളിതമായിട്ട് ചിത്രീകരിക്കുന്നതിൽ വിജയിച്ച ഒരു പോയറ്റാണ് അദ്ദേഹം എന്ന രീതിയിൽ നിങ്ങൾ അവിടെ അങ്ങോട്ട് ചാർജ് ചെയ്യുക. ദെൻ ദ പോയം ഈസ് അബൌട്ട്, ആ പോയത്തിന്റെ തീം എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ അടുത്തതായിട്ട് ക്ലിയർ ആക്കേണ്ടത്. ദ പോയറ്റിന്റെ തീം നിങ്ങൾ എഴുതണം. അതിനുശേഷം അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസുകൾ എഴുതണം. ദെൻ അതിനുശേഷം എന്താണ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ ഫേവറേറ്റ് ലൈൻസ്. നിങ്ങൾ അതിനകത്ത് ഉപയോഗിച്ച ഓരോ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതണം. പിന്നെ ലാസ്റ്റ് നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതണം. അപ്പൊ സാറ് ഈ ആദ്യത്തെ തന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കിട്ടുമോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. തീം ഓഫ് ദ പോയും, പോയറ്റിക് ഡിവൈസുകളും, സ്പെഷ്യൽ ഫീച്ചേഴ്സും, എന്റെ പോയത്തിനെ കുറിച്ചുള്ള അഭിപ്രായവും ഒക്കെ എങ്ങനെയാ എഴുതുക, ഈ അവസാന നിമിഷം എങ്ങനെയാ സാർ ഒന്ന് തരുമോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. മാഷ് തരാം. അതായത് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. പക്ഷെ അവസാന നിമിഷം പഠിക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ, അവസാന നിമിഷം നിങ്ങൾക്ക് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഇത് കിട്ടണമെങ്കിൽ വന്നോളി വേഗം വന്നോളൂ. നമ്മളിതാ പഠിക്കാൻ തുടങ്ങുകയാണ്. അതെ, ഒന്നാമത്തെ പോയം ഇഫ് എന്ന് പറഞ്ഞ പോയം നിങ്ങളെ കുഴപ്പിക്കുന്ന ഒരു പോയമാണ്. നിങ്ങൾ ഒന്നാമത്തെ യൂണിറ്റ് നിങ്ങൾ കഴിഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ആ പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതാടാ, ഇഫാണ്. വായിച്ചു നോക്കുമ്പോഴത്തേക്ക് കുറെ ഇഫ് ഉണ്ടായിരിക്കും. ഈ ഇഫിന്റെ ഒരു പെരുമഴ വരുമ്പോ നിങ്ങൾ ചിന്തിക്കും, ഈശ്വര ഇതെന്തോന്നാ എന്ന്. അപ്പൊ അത് അങ്ങനെ കുറച്ച് ടെൻഷൻ ആക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എന്താ പറയാ ടഫായി തോന്നിയ ഒന്നായിരിക്കും ഇഫ് എന്ന് പറഞ്ഞ പോയം. ഇഫ് എന്ന് പറഞ്ഞ പോയം നമുക്ക് പഠിക്കാം. റെഡിയാണോ? ഇഫ് എന്ന് പറഞ്ഞ പോയം നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ മക്കളെ വന്നോളൂ. നമ്മൾ ഇഫ് പഠിക്കാൻ പോവുകയാണ്. യെസ്, ശ്രദ്ധിക്കുക. ഒന്നാം നിങ്ങൾ എഴുതേണ്ട കാര്യം, ഇഫ് ഏത് ടൈപ്പ് ഒരു പോയമാണെന്ന് മനസ്സിലാക്കണം. ഇറ്റ്സ് എ ഡിഡാക്റ്റിക് പോയം. ഡിഡാക്റ്റിക് പോയം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ടൈപ്പ് കാര്യമാണ്. ഉപദേശ രൂപത്തിലൊരു പോയമാണ്. ഇറ്റ്സ് എ ഡിഡാക്റ്റിക് പോയം. ഇഫ് ഈസ് എ ഡിഡാക്റ്റിക് പോയം റിട്ടൺ ബൈ ആരാണ്? റിട്ടൺ ബൈ റുഡ്യാർഡ് കിപ്ലിംഗ്. റുഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയ ഒരു ഡിഡാക്റ്റിക് പോയമാണ് എന്ത്? യെസ്, ഈ പറയുന്ന ഇഫ് എന്നുള്ളത്. എ ഫാദർ, ഇവിടെ എന്താണ്? എ ഫാദർ ടെൽസ് ഹിസ് സൺ ഹൗ ടു ബി എ ഗുഡ് പേഴ്സൺ. ഒരു അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാകണം ഒരു നല്ല വ്യക്തി.
തൻ്റെ ലൈഫിൽ എങ്ങനെയാകണം, ഒരു നല്ല വ്യക്തി എങ്ങനെയാകണം എന്ന് ഒരു അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഓർത്ത് വെച്ചോളൂ, പഠിച്ചോളൂ, എഴുതിക്കോളൂ. എന്താണ്? യെസ്, എന്താ പറഞ്ഞത്? എ ഫാദർ ടെൽസ് ഹിസ് സൺ ഹൗ ടു ബി എ ഗുഡ് പേഴ്സൺ. ഒരു ഫാദർ പറയാണ്, മകന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? യെസ്, എന്താ പറഞ്ഞു കൊടുക്കുന്നത്? എ ഫാദർ ടെൽസ് ഹിസ് സൺ ഹൗ ടു ബി എ ഗുഡ് പേഴ്സൺ. എങ്ങനെയാണ് എന്ത് ഒരു ഗുഡ് പേഴ്സൺ ആകുന്നതെന്ന്. ദ പോയം ഹാസ് 4 parts, ഈച്ച് വിത്ത് ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ്. ഈ പോയത്തിന് എന്ത് വരുന്നുണ്ട്? യെസ്, ദ പോയം ഹാസ് 4 parts, 4 പാർട്ട് ഉണ്ട്. ഓരോ പാർട്ടിനും എന്തുണ്ട്? ഇമ്പോർട്ടൻറ്റ് മെസ്സേജസും ഉണ്ട്. ഓക്കെ, ദ പോയം ഹാസ് 4 parts, ഈച്ച് വിത്ത് ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ്. നമുക്കത് എന്തൊക്കെയാ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പാർട്ട് നോക്കൂ മക്കളെ. യെസ്, ഒന്നാമത്തെ പാർട്ട്. ഇൻ ദ ഫസ്റ്റ് പാർട്ട് the poet tells his son to believe in himself. ഒന്നാമത്തെ പാട്ടിനകത്ത് നമ്മുടെ പോയറ്റ് പറയാണ്, the poet tells his son to believe in himself. അവനെ സ്വയം വിശ്വസിക്കാൻ വേണ്ടി പറയാണ്. even if others don't. മറ്റുള്ളവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും താൻ സ്വയം തന്നെ വിശ്വസിക്കണം എന്നാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. in the first part the poet tells his son to believe in himself even if others don't. He says that even if others lie about him, he should not do so. മറ്റുള്ളവർ തന്നോട് അങ്ങനെ പെരുമാറിയാലും നീ അത് അങ്ങനെ ചെയ്യരുത് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. And also mentions that, അത് കൂടാതെ സൂചിപ്പിക്കുന്നു. എന്താ സൂചിപ്പിക്കുന്നത്? That too much pride and show are not good. എന്താ പറയുന്നത്? Yes, too much pride and show are not good. ഒരുപാട് അങ്ങോട്ട് പ്രൈഡ് ആകുന്നതും അതേപോലെ തന്നെ ഷോ കാണിക്കുന്നതും എന്തെല്ലാം നല്ലതല്ല എന്നും പറഞ്ഞു കൊടുക്കുന്നു. അതാണ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. എന്താണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്? പിന്നെ പറയുന്നത് എന്താണ്? He says not to get scared when things go wrong. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ സ്കെയർഡ് ആവരുത് എന്നാ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? വിന്നിങ് ആൻഡ് ലോസിങ് ഷുഡ് ബി ട്രീറ്റഡ് ദ സെയിം. വിന്നിങ്ങും ലോസിങ്ങും എന്തുപോലെ? ഷുഡ് ട്രീറ്റഡ് ദ സെയിം, ഒരേപോലെ നമ്മൾ കാണണം. ഈവൻ ഇഫ് പീപ്പിൾ ട്വിസ്റ്റ് യുവർ വേർഡ്സ് ഡോണ്ട് ഗെറ്റ് ടു അപ്സെറ്റ്. ഈവൻ ഇഫ് പീപ്പിൾ ട്വിസ്റ്റ് യുവർ വേർഡ്സ്, ആളുകളെ നിങ്ങളുടെ വാക്കുകൾ വടച്ചൊടിക്കുകയാണെങ്കിലും ഡു നോട്ട് ഗെറ്റ് ടു അപ്സെറ്റ്. നിങ്ങൾ എന്താവാൻ പാടില്ല? അപ്സെറ്റ് ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. യെസ്, ക്ലിയർ ആണല്ലോ. അപ്പൊ he says not to get scared when things go wrong. Winning and losing should be treated the same. Even if people twist your words, do not get too upset. പിന്നെ എന്താ പറയുന്നത്? അടുത്ത പാട്ട് പറയുന്നത് the third part talks about being strong and patient. മൂന്നാമത്തെ പാട്ട് പറയുന്നത് എന്താണ്? be strong and patient. അതിന്റെ ഇമ്പോർട്ടൻസ് the third part talks about being strong and patient. വളരെ സ്ട്രോങ് ആവേണ്ടതിന്റെ, വളരെ പേഷ്യന്റ് ആകേണ്ടതിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. if you fail, don't be sad. നിങ്ങൾ ഫെയിൽ ആകുകയാണെങ്കിൽ ഡോണ്ട് ബി സാഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഫെയിൽ ആകുകയാണെങ്കിൽ സാഡ് ആവരുത്. ലൈഫ് ഈസ് ലൈക്ക് എ ഗെയിം വിത്ത് അപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗെയിമാണ് വിത്ത് അപ്സ് ആൻഡ് ഡൗൺസ്. യെസ്, അവസാനത്തെ പാട്ട് എന്താ പറയുന്നത്? അവസാനത്തെ പാട്ട് പറയുന്നത് ലാസ്റ്റ് പാർട്ട് ഈസ് അബൌട്ട് ഹാവിങ് ഗുഡ് റിലേഷൻഷിപ്സ്. നമുക്ക് വലിയ നല്ല ഗുഡ് റിലേഷൻഷിപ്സ് ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത പറയുന്നു. ദ ഡാഡ് says be friendly with everyone but still be true to yourself. എന്ത് ചെയ്യണം? be friendly with everyone. നിങ്ങൾ എല്ലാവരും സൗഹൃദത്തിലായിക്കോളൂ, but true to yourself. നിങ്ങളോട് എന്തുണ്ടായിരിക്കണം? വളരെ ട്രൂ ആയിരിക്കണം. നിങ്ങളോട് നല്ല, എല്ലാവരെക്കാളും കൂടുതൽ ആത്മാർത്ഥത വേണ്ടത് നിങ്ങളോടാണ്. നിങ്ങളോട് നിങ്ങൾ എന്തായിരിക്കണം? സിൻസിയർ ആയിരിക്കണം. It is important to keep some space between friends and enemies. എപ്പോഴും നമ്മൾ ശത്രുക്കളും സുഹൃത്തുക്കളും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് എന്നൊക്കെയാണ് ഈ നമ്മുടെ പാരന്റ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ക്വാളിറ്റി ഉണ്ട്, അപ്പോഴാണ് നീ ഒരു പെർഫെക്റ്റ് മാൻ ആവുക എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. യെസ്, അപ്പം ഇങ്ങനെയുള്ള ഈ തീം നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് എഴുതുമ്പം ഈ പോയത്തിന്റെ അകത്ത് ഒരു നിങ്ങൾ അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. അതിൽ ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നോക്കുക. ഇഫ് എന്ന് പറഞ്ഞ പോയം, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഓർക്കേണ്ട കാര്യം റിട്ടൺ ബൈ ആരാ നമ്മൾ പറഞ്ഞ റുഡിയാർഡ് കിപ്ലിംഗ് ആണ്. ഇതൊരു ഏത് ടൈപ്പ് പോയമാണ്? ഇറ്റ്സ് എ ഡിഡാക്റ്റിക് പോയമാണ്, ഒരു ഉപദേശ രൂപത്തിലുള്ള പോയമാണ് വരുന്നത്. ഇനി ഓർക്കേണ്ട കാര്യം ഇതിന്റെ റൈം സ്കീമാണ്. അപ്പോൾ നിങ്ങൾ അപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് എഴുതുക ദ റൈം സ്കീം ഓഫ് ദ പോയം ഈസ് ഏതാണ്? യെസ്, എ ബി
ABCD അപ്പൊ ഇത് അങ്ങോട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോളൂ. ഈ ഒരു പോയത്തിന്റെ ഈഫ് എന്ന് പറഞ്ഞ പോയത്തിന്റെ റൈം സ്കീം ഏതാണ്? ABCD ഇതാണ്. ഏതൊക്കെയാണ്? യെസ്, ABCD. എടാ ഗ്രാമർ ഒക്കെ പറഞ്ഞു തരാം. നമുക്ക് ഈ അപ്രീസിയേഷൻ 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രാമറിന് മിനിമം മാർക്കിനെ വരാറുള്ളൂ, 4 മാർക്കിനൊക്കെയാണ് വരിക. അപ്പൊ 8 മാർക്ക് ഉറപ്പിച്ച് നമുക്ക് എന്തിലേക്ക് പോകാം? യെസ്, നമുക്ക് 4 മാർക്കിലേക്ക് പോകാം. അത് വെച്ചിട്ടാണ് മാഷ് ഇങ്ങനെ വേഗം പോകുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നാളെ എക്സാമിനേഷന് പോയി നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, അത് കുറച്ചുകൂടി ശ്രദ്ധിച്ചെങ്കിൽ കുറച്ചുകൂടി മാർക്ക് കിട്ടായിരുന്നു. നിങ്ങളുടെ ആക്ടിവിറ്റീസിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുന്ന കാര്യത്തിൽ ഒന്നുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, നമുക്ക് മറ്റ് ക്ലാസ്സുകളുടെ അകത്ത് നമുക്ക് ഇന്ററാക്ട് ചെയ്തിട്ടൊക്കെ പോകാം. പക്ഷെ ഇപ്പം വലിയൊരു കാര്യം തീർക്കേണ്ടതുണ്ട്. കുറെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തീർക്കാനുണ്ട്. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ പോയി ഉറങ്ങി നാളെ രാവിലെ എണീറ്റ് വീണ്ടും നമ്മുടെ ബൂസ്റ്റർ ക്ലാസ്സിൽ വന്ന് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ നാളെ എക്സാമിന് പോവാൻ. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കാം. യെസ്, അപ്പോൾ ഓർക്കുക, റൈം സ്കീം നമ്മൾ പറഞ്ഞു. ഏതാണ് റൈം സ്കീം എന്നുള്ളത്? ABCD ഇതാണ് റൈം സ്കീം വരുന്നത്. ദെൻ ഇനി എന്താ വരുന്നത്? ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസുകൾ നോട്ട് വെച്ചു. ഒന്ന് അനഫോറ വരുന്നുണ്ട്. കാരണം എന്താണ്? ഇഫ് എന്ന് പറഞ്ഞ പോയത്തിന്റെ അകത്ത് എല്ലാ വരികളിലും ഒട്ടുമിക്ക വരികളിലും എന്താണ്? ഇഫ് യു ക്യാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം, there are examples of anaphoras in the poem. Anaphora in the poem. അല്ലേ? ഇഫ് യു ക്യാൻ ഈസ് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ പേഴ്സണിഫിക്കേഷൻ ഉണ്ട്. പല വരികളിൽ പേഴ്സണിഫിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും 2 ഇമ്പോസ്റ്റേഴ്സ് ആയിട്ട് കണക്കാക്കുന്നു. അതെന്താണ്? പേഴ്സണിഫിക്കേഷൻ ആണ്. അൺഫോർഗിവിംഗ് മിനിറ്റ്, ഇത് എന്താണ്? പേഴ്സണിഫിക്കേഷൻ ആണ്. ദെൻ വിൽ വിച്ച് സേസ് ടു ദം, ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? യെസ്, ഇതൊക്കെ പേഴ്സണിഫിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ ഡിഡാക്റ്റിക് പോയമാണ്. റൈം സ്കീം ഏതാ വരുന്നത്? ABCD ആണ്. ദെൻ അനാഫോറ എന്ന് അറിയപ്പെടുന്ന ഒരു പോയറ്റിക് ഡിവൈസ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, പേഴ്സണിഫിക്കേഷൻ ഉണ്ട്. ഇനി അടുത്ത ഏതാണ്? അടുത്ത ഹൈപ്പർബലി ഉണ്ട്, തള്ളി മറച്ചിട്ടുണ്ട്. എന്താണ് ഹൈപ്പർബലി വന്നിട്ടുള്ളത്? യുവേഴ്സ് ഈസ് ദ എർത്ത് ആൻഡ് എവരിതിങ് ദാറ്റ്സ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? യെസ്, യുവേഴ്സ് ഈസ് ദ എർത്ത് ആൻഡ് എവരിതിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്. നിന്റേതാണ് ഈ ഭൂമി, ഈ ഭൂമിയിലുള്ള സകലതും നിന്റേതാണ് എന്നൊക്കെ പറയുമ്പം അതങ്ങോട്ട് പതിച്ചു കൊടുത്തിട്ടുണ്ടോ? ആ ഭൂമി അങ്ങോട്ട് പതിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ലടാ. ഒന്ന് തള്ളി മറച്ചിക്കുകയാണ്. ഒന്നുകൂടി ഉഷാറാൻ വേണ്ടി, ഒന്ന് പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് തള്ളി മറച്ചാണ്. അങ്ങനെ തള്ളി മറക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഹൈപ്പർബലി എന്നാ പറയാ. എന്താ പറയാ? ഹൈപ്പർബലി. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. യുവേഴ്സ് ഈസ് ദ എർത്ത് ആൻഡ് എവരിതിങ് ദാറ്റ്സ് ഇൻ ഇറ്റ് എന്നുള്ളത് ഹൈപ്പർബലിക്ക് എക്സാമ്പിൾ ആണ്. പിന്നെ എന്താണ്? ദെൻ മെറ്റാഫർ വരുന്നുണ്ട്. ഒരുപാട് മെറ്റാഫേഴ്സിന് എക്സാമ്പിൾ വരുന്നുണ്ട്. ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്, 2 ഇമ്പോസ്റ്റേഴ്സ്, വാച്ച് ദ തിങ്സ് ദാറ്റ് യു ഗാവ് യുവർ ലൈഫ് ടു. അതേപോലെ തന്നെ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് എന്നൊക്കെ പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? മെറ്റാഫോർ. അതായത് രണ്ടിനെയും തമ്മിൽ എന്ത് ചെയ്യുക? ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദാറ്റ് എന്ന് അവിടെ എന്താണ് സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത് പറയുക? മെറ്റഫോർ എന്നറിയപ്പെടുക. യെസ്, അടുത്ത സിനക്ഡയ്ക്ക് വരുന്നുണ്ട്. ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഹാർട്ട് ആൻഡ് നെർവ് എന്നുള്ളതിനെ നമുക്ക് എന്താണ്? ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ എന്നുള്ളതിനെ നമുക്ക് എന്താണ്? ഹോൾ ബോഡി. ആ ഒരു കമ്പാരിസൺ അവിടെ വരുന്നതിനെ കൊണ്ട് അതെന്താണ്? സിനക്ഡയ്ക്ക് എക്സാമ്പിളും ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്തിൻ്റെ അകത്ത്? യെസ്, ഈ പോയത്തിന്റെ അകത്ത് ഏതാണ്? ഇഫ് എന്ന് പറഞ്ഞ പോയത്തിന്റെ അകത്ത് വരുന്നത്. നിങ്ങൾ ഓർത്ത് വെക്കുക ഏതൊക്കെയാണ്? യെസ്, ഇഫ് എന്ന് പറഞ്ഞതിന്റെ അകത്ത് യെസ് ഇവിടെ എന്താ വരുന്നത്? ഇതൊരു ഡിഡാക്റ്റിക് പോയമാണ്. റൈം സ്കീം വരുന്നുണ്ട്. ഉപയോഗിക്കുന്ന പോയറ്റിക് ഡിവൈസ് അനഫോറ, പേഴ്സണിഫിക്കേഷൻ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് വരുന്നത്? ഹൈപ്പർബലി വരുന്നുണ്ട്, മെറ്റാഫർ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ മാഷ് ഇപ്പൊ തന്നിട്ടുള്ള ഇതിനകത്ത് ഉപയോഗിച്ച പോയറ്റിക് ഡിവൈസുകളും അതിനെ തൊട്ട് മുമ്പ് അതിന്റെ തീമും തന്നിട്ടുണ്ട്. അത് രണ്ടും നിങ്ങൾ സെറ്റാക്കി പഠിച്ചോ. ഈ ഒരു പോയത്തിന്റെ അകത്ത് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. സ്ട്രക്ചറും തന്നിട്ടില്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത പോയത്തിന്റെ പേരെന്താണ്? ഡെത്ത് ദ ലെവലർ എന്നാണ്. ജെയിംസ് ഷേർലിയുടെ ഡെത്ത് ദ ലെവലർ. വേഗം ഒന്ന് അതിന്റെ സമ്മറി വായിച്ചു പോകാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ മറ്റൊന്നും പഠിക്കാം. യെസ്, ഒന്ന് നോക്ക് മക്കളെ, ഏതാണ്? ഡെത്ത് ദ ലെവലർ. The poem Death the Leveler, written by James Shirley, talks about death. Yes, this poem talks about death. മരണത്തെ കുറിച്ചാണ്. ഇതൊരു ഫ്യൂണറൽ പോയം ആണ്. മരണത്തെ കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. Death is like a visitor that comes to everyone.
ഒരു സന്ദർശകനെ പോലെ എല്ലാവരുടെ അടുത്തേക്കും ഒരു ദിവസം ആര് വരും? മരണം വരും. ജനിച്ചാൽ ഒരു നാൾ മരിക്കും. യെസ്, ഡെത്ത് ഈസ് ലൈക്ക് എ വിസിറ്റർ ദാറ്റ് കംസ് ടു എവരിവൺ, ജസ്റ്റ് ലൈക്ക് എ ഫ്രണ്ട്. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഇഫ് സംവൺ ഈസ് ബിഗ് ഓർ സ്മോൾ. ഒരുവൻ വലിയവനാണോ ഒരുവൻ ചെറിയവനാണോ എന്നൊന്നും ആർക്ക് വ്യത്യാസമില്ല, മരണത്തിന് വ്യത്യാസമില്ല. റിച്ച് ഓർ പുവർ, ഒരുപാട് പണമുള്ളവനാണോ പാവപ്പെട്ടവനാണോ ധനികനാണോ ദരിദ്രനാണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. The poem tells us that even important people like kings and strong warriors meet death too. വലിയ വലിയ ആളുകൾ, രാജാക്കന്മാരാകട്ടെ, അതേപോലെ ഒരുപാട് വലിയ വാരിയേഴ്സ് ആവട്ടെ, അവരൊക്കെ വീരന്മാരാവട്ടെ, അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വൺ ഡേ മീറ്റ് ഡെത്ത് ടു. അവരും ആരെ കാണുന്നുണ്ട്? മരണത്തെ ഒരു ദിവസം മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈവൻ ഇഫ് ദേ ഹാവ് ബിഗ് കാസിൽസ്, ഡെത്ത് കംസ് ടു ദം. അവർക്ക് വലിയ വലിയ കോട്ടകൾ ഉണ്ടെങ്കിലും ഒരിക്കൽ മരണം അവരെ അന്വേഷിച്ചു വരും, അവരുടെ കൂടെ പോകണം. So the poem teaches us that for death everyone is the same. അതുകൊണ്ട് പോയം ഇവിടെ പറയാണ്, മരണത്തിന് everyone is same. എല്ലാവരും എന്താണ്? ഒരേപോലെയാണ്. We should be nice to everyone and should not treat anyone badly. നമ്മൾ എല്ലാവരെയും ഒരേപോലെ കാണണം. ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? മോശമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. It reminds us to be kind to others and be good friends. അതേസമയം നമ്മളോട് മറ്റുള്ളവരുടെ ദയോടുകൂടി പെരുമാറാനും നല്ല സൗഹൃദത്തിലാകാനും പറയുന്നു. The poem has 3 stanzas. ഈ പോയത്തിന് 3 സ്റ്റാൻസാസ് ഉണ്ട്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ റൈം ABABCCDD. ABABCCDD എന്ന് പറഞ്ഞ ഈ റൈം സ്കീമിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. Then all the lines have perfect rhythm. എല്ലാ ലൈൻസിലും എന്തുണ്ട്? പെർഫെക്റ്റ് rhythm ഉണ്ട്. In this poem the poet has used many figures of speech like images, similes, metaphors, metonymy, etc. They added beauty to the poem. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരുപാട് പോയറ്റിക് ഡിവൈസ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആ പോയത്തിന്റെ ഭംഗി കൂട്ടുന്നു. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്, എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നോക്ക് മക്കളെ. യെസ്, ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞ പോയം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ്സ് റിട്ടൺ ബൈ ജെയിംസ് ഷെർലി. നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ ഇറ്റ്സ് എ ഫ്യൂണറൽ സോങ്. എന്താണ് അതൊരു ഫ്യൂണറൽ സോങ് ആണ്. ദെൻ അപ്പോൾ അവിടെ എഴുതുക ഇറ്റ് ഇസ് എ എന്താണ്? ഡെത്ത് ദ ലെവലർ റിട്ടൺ ബൈ ജെയിംസ് ഷെർലി ഈസ് എ ഫ്യൂണറൽ സോങ്. ദെൻ ദ റൈം സ്കീം ഏതാണ്? അതിനകത്തുള്ള റൈം സ്കീം ABABCCDD റൈം സ്കീം പറഞ്ഞിട്ടുണ്ട്. ദെൻ നിങ്ങൾ ഓർത്ത് വെക്കുക ഏതൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള മെറ്റാഫേഴ്സ് നിങ്ങൾ നോക്കുക. മെറ്റാഫർ ഏതൊക്കെയാണ്? ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. അല്ലെ, ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്. അതെന്താ പറഞ്ഞത്? ആർ ഷാഡോസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് എന്തിന് എക്സാമ്പിൾ ആണ്? മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. ആൻഡ് അതേപോലെ തന്നെ പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ. പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. ദെൻ അടുത്ത വരുന്ന എന്താണ്? പേഴ്സണിഫിക്കേഷൻ ആണ്. പേഴ്സണിഫിക്കേഷൻ നോക്കാം നിങ്ങൾ. യെസ്, എന്താണ് പേഴ്സണിഫിക്കേഷൻ? ദർ ഈസ് നോ ആർമർ എഗൈൻസ്റ്റ് ഫേറ്റ്. ആ സംഭവം, അതായത് ദർ ഈസ് നോ ആർമർ എഗൈൻസ്റ്റ് ഫേറ്റ്. ഫേറ്റിനെതിരെ ഒരു പരിചയം ഇല്ല, ഒരു ആർമർ ഇല്ല എന്ന് പറയാണ്. അപ്പൊ അത് എന്തിന് എക്സാമ്പിൾ ആണ്? പേഴ്സണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ്. മരണം അതിന്റെ ആ തണുത്തുറഞ്ഞ കൈകൾ രാജാക്കന്മാരെ മേൽ വെക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ മരണം കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പൊ മരണത്തിന് എന്താണ്? ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് അവിടെ ആരോപിക്കുകയാണ്. ഡെത്ത്സ് പർപ്പിൾ ആൾത്താർ, മരണത്തിന്റെ പർപ്പിൾ ആൾത്താർ. ഇതും എന്തിന്റെ എക്സാമ്പിൾ ആണ്? മെറ്റഫറിന്റെ എക്സാമ്പിൾ ആണ്. മക്കളെ, ഇത് കഴിഞ്ഞു. ഡെത്ത് ദ ലെവലർ എന്നതിന്റെ അകത്ത് രണ്ട് കാര്യങ്ങളൂടി പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഓക്സിമറോൺ വരുന്നുണ്ട്. ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ഐഡിയാസ്. ആ ഐഡിയാസിന് നമ്മൾ വിരോധോക്തി എന്നാ പറയുക. 2 ഓപ്പോസിറ്റ് ഐഡിയാസിന് ഒരേപോലെ ഇവിടെ ചെയ്യാണ്. വിക്ടർ, വിക്ടിം. ഇപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഓക്സിമറോൺ എക്സാമ്പിൾ ആണ്. പിന്നെ അടുത്ത വരുന്ന ഏതാണോ? അടുത്ത നമ്മൾ ഓർത്ത് വെക്കുക, ഈ വിക്ടർ, വിക്ടിം എന്ന ആ ഒരു വേർഡിനകത്ത്, ആ ഒരു ലൈൻ്റെ അകത്ത് ഇത് രണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സ്മെൽ, സ്വീറ്റ്, എസ് എന്നിവ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? യെസ്, ഇത് അലിറ്ററേഷന്റെ എക്സാമ്പിൾ കൂടിയാണ്. എന്തിന്റെ എക്സാമ്പിൾ ആണ്? അലിറ്ററേഷന്റെ എക്സാമ്പിൾ കൂടിയാണ്. അപ്പം ഈ 2 സ്ലൈഡുകളിലായിട്ട് നമ്മൾ എന്താണ്? ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞ പോയത്തിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? യെസ്, എന്താണ്? പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് പോവാനുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു പോയത്തിന്റെ അകത്തേക്കാണ്. ഏതാണ്? സൺറൈസ് ഓൺ ദ ഹിൽസ്. ഏതാണ്? സൺറൈസ് ഓൺ ദ ഹിൽസ്. നോക്കൂ മക്കളെ,
The poem Sunrise on the Hills, written by H.W. Longfellow, is about the sun coming up in the morning over the hills. Yes, ഒരു സൂര്യോദയം, ഒരു കുന്നിൻ മുകളിലെ സൂര്യോദയം അത് എങ്ങനെയാണ് എന്നാണ് ഈ ഒരു പോയം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ്സ് അബൌട്ട് ദ സൺ കമ്മിങ് അപ്പ്, സൂര്യൻ വരികയാണ് അതിരാവിലെ, ഇൻ ദ മോർണിംഗ്, ഓവർ ദ ഹിൽസ്, എവിടെയാണ്? യെസ്, ആ കുന്നിന്റെ മുകളിലൂടെ. ഇറ്റ് ഈസ് ലൈക്ക് എ മാജിക്കൽ മോമെന്റ് വെൻ ദ വേൾഡ് വേക്സ് അപ്പ്. അത് എന്തുപോലെയാണ്? ഒരു മാജിക്കൽ മൊമെന്റ് പോലെയാണ്. ലോകം ഉയർത്തെഴുന്നേൽക്കുന്നത് ഒരു മാജിക്കൽ മൊമെന്റ് പോലെയാണ് എന്നാണ് പറയുന്നത്. The poet talks about how the hill and trees are happy to see the sun. ഈ പോയം പറയാണ് എത്രത്തോളം. The poem talks about how the hills and trees are happy to see the sun. അവിടെയുള്ള എന്തൊക്കെയാണ്? യെസ്, മരങ്ങളും കുന്നുകളും ഒക്കെ എത്രത്തോളം ഹാപ്പി ആവുകയാണ് ആ സൂര്യനെ കാണുമ്പോൾ എന്ന് പറയുന്നു. Then they shine with a golden light. ഗോൾഡൻ ലൈറ്റോട് കൂടിയിട്ട് അവർ ഷൈൻ ചെയ്യാണ്. ആൻഡ് എവറിത്തിങ് ലുക്സ് വാം ആൻഡ് ബ്രൈറ്റ്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും വാം ആൻഡ് ബ്രൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബേർഡ്സ് സ്റ്റാർട്ട്സ് ടു സിംഗ്. പക്ഷികൾ അവിടെ പാടാൻ ആരംഭിക്കുകയാണ്. ആൻഡ് ദ വേൾഡ് ബിക്കംസ് കളർഫുൾ. ആ ലോകം വളരെ കളർഫുൾ ആയി മാറുകയാണ്. ദ വേൾഡ് ബിക്കംസ് ഹാപ്പി. ആ വേൾഡ് എന്തായി തീരുകയാണ്? വളരെ ഹാപ്പി ആയി തീരുകയാണ്. ദ പോയം ഹെൽപ്സ് us to imagine the beauty of nature. It makes us feel happy about each new day. ഓരോ ദിവസവും ദ പോയം ഹെൽപ്സ് us to imagine the beauty of nature. പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് സങ്കല്പിക്കാൻ നമ്മളെ സഹായിക്കുകയാണ്. ഇറ്റ് മേക്സ് us feel happy about each new day. ഓരോ ദിവസവും കൂടുതൽ സന്തോഷത്തിലേക്ക് പോകാൻ ഈ പോയം നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്? പ്രകൃതിയിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് പോവാം. റെഡിയാണോടാ? നോക്കാം. യെസ്, ഇതിനകത്ത് സൺറൈസ് ഓൺ ദ ഹിൽസിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? സൺറൈസ് ഓൺ ദ ഹിൽസ് ഇവിടെ നമ്മൾ നോക്കുക. ഇതും ഒരു ഡിഡാക്റ്റിക് പോയമാണ്. ഇതിന്റെ റൈം സ്കീം എന്താണ്? റൈം സ്കീം AABBCC എന്നാണ്. ഏതാണ്? AABBCC എന്നാണ് ഇതിന്റെ റൈം സ്കീം വരുന്നത്. ദെൻ ഇതിൽ ഉപയോഗിച്ച സിമിലി ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർ ത്രോൺ. ഇതെന്താണ്? ഈ ലൈക്ക് എന്നുള്ളത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? യെസ്, ഈ ലൈക്ക് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉറപ്പിച്ചോളൂ അത് എന്തിന് ഉദാഹരണമാണ്? സിമിലിക്ക് ഉദാഹരണമാണ്. ലൈക്ക് വന്നു, അപ്പൊ അതെന്താണ്? സിമിലി ആണ് എന്ന് ഉറപ്പിച്ചോളാം. ദെൻ പേഴ്സണിഫിക്കേഷൻ, ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് അവിടെ എന്താണ്? യെസ്, അവിടെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദ സൺസ് റിട്ടേണിംഗ് മാർച്ച്. സൺ, സൂര്യന്റെ റിട്ടേണിംഗ് മാർച്ച് എന്നാ പറയുന്നത്. അതവിടെ സൺസ് റിട്ടേണിംഗ് മാർച്ച് എന്നുള്ളത് ആ ഒരു ഹ്യൂമൻ ആട്രിബ്യൂട്ട് അവിടെ ആരോപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പേഴ്സണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. സോഫ്റ്റ് ഗെയിൽസ് വെൻ ഫോർ ടു കിസ് ദ സൺ ക്ലാഡ് വെയിൽസ്. ഇളം കാറ്റ് വെൻ ഫോർ ടു കിസ് ദ സൺ ക്ലാഡ് വെയിൽസ്. ആ സൺ ക്ലാഡ് വെയിൽസിനെ കിസ് ചെയ്യാനായിട്ട് വന്നു എന്ന് പറയുമ്പോഴും അതെന്താണ്? ആ ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് അവയ്ക്ക് ആരോപിക്കുകയാണ്. അതും എന്തിന്റെ എക്സാമ്പിൾ ആണ്? പേഴ്സണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. ദെൻ അടുത്ത എന്താണ്? ഓക്സിമറോൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സിമറോൺ, സോഫ്റ്റ് എന്ന് ഗെയിൽസ്, രണ്ടും ഓപ്പോസിറ്റ് ധ്രുവങ്ങൾ, ഓപ്പോസിറ്റ് ഐഡിയാസ് ഉള്ള സംഭവമാണ്. സോഫ്റ്റ് ഗെയിൽസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഗെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രക്ഷുബ്ധമായ രീതിയിൽ എന്നാണ് അർത്ഥം വരുന്നത്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇളം, അതായത് നോർമൽ ആയുള്ള സംഭവം എന്നാണ് വരുന്നത്. അപ്പൊ അത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഐഡിയയിൽ വരുന്ന ആയതുകൊണ്ട് തന്നെ അതിന് എന്തിന് എക്സാമ്പിൾ ആണ്? ഓക്സിമറോൺ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എന്തിന് പോയം അപ്രിസിയേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പോയം അപ്രിസിയേഷൻ ആവട്ടെ, റീഡിംഗ് പോയം എന്ന് പറഞ്ഞാൽ നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റൽ പോയംസ് ഉണ്ടായിരിക്കും. ആ ടെക്സ്റ്റൽ പോയം വായിച്ചിട്ട് അതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ ഉത്തരം എഴുതണമെങ്കിൽ അതിനും നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാഷ് ഇവിടെ എത്രയും നേരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? പോയറ്റിക് ഡിവൈസുകൾ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്? പോയറ്റിക് ഡിവൈസുകളെ കുറിച്ച് മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്? ആ ഓരോ പോയത്തിനകത്തും ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസുകൾ ഏതൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് സെറ്റ് ആക്കുക. നമുക്കിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ നോക്കി, എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിച്ചവരൊക്കെ വന്നോളൂ. റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ പറയാൻ പോവുകയാണ്. എന്താ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലാണ് സംസാരം ഉണ്ടാവുക.
രണ്ടാളുകൾ തമ്മിലുള്ള സംസാരം, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംസാരം. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഉണ്ട്, ബി എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. അപ്പൊ ഈ എയും ബിയും തമ്മിലുള്ള സംസാരം സി കേൾക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ ഇവർക്ക് വർത്തമാനം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, യെസ് എ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞൊരു വ്യക്തിയും ഇവിടെ ഉണ്ട്. എ ബിയോട് പറഞ്ഞ കാര്യം അതേപോലെ തന്നെ പറയുന്ന പേരാണ് എന്ത് പറയുക, ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുക. നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് അല്ല ഇവിടെ പഠിക്കാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഒരാൾ പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം മാറാതെ അത് വ്യക്തമായിട്ട് നമ്മളങ്ങോട്ട് കൺവേ ചെയ്യണം. അതെങ്ങനെയാകാൻ നമ്മൾ നോക്കുന്നത്, നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക, റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെക്കണം. റിപ്പോർട്ട് ഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്, ഇൻഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിനെ നമ്മൾ എന്ത് ചെയ്യാക്ക, ഇങ്ങനെ അങ്ങോട്ട് ഇൻഡയറക്റ്റിലേക്ക് മാറ്റാം. അതെങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ നോക്കാം. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിപ്പോർട്ടഡ് സ്പീച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് അവിടെ ഒരു സെന്റൻസിൽ എക്സാമ്പിൾ തരുന്നുണ്ട്. ശ്യാം സെഡ് ഐ ഹാവ് ആൻ ഇന്റർവ്യൂ ടുമോറോ. ശ്യാം പറയാണ് എന്താണ്, ഐ ഹാവ് ആൻ ഇന്റർവ്യൂ ടുമോറോ. ഇപ്പൊ ശ്യാം പറയാണ് എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞ കാര്യം ഇവിടെ ഇൻവെർട്ടഡ് കോമാസിന്റെ ഉള്ളിലാണ് തന്നിട്ടുള്ളത് അല്ലെ. ശ്യാം പറഞ്ഞ കാര്യം എന്താണ്, ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിലാണ് തന്നിട്ടുള്ളത്. അങ്ങനെ ഒരാൾ പറഞ്ഞ കാര്യം അതേപോലെ തന്നെ പറയുന്ന പേരാണ് എന്ത്, ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. പക്ഷെ അതേപോലെ അതിനെ നമുക്ക് പഠിക്കാനുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുന്നതാണ്. എങ്ങനെ മക്കളെ, ചെറിയൊരു ടെക്നിക്കൽ എറർ വന്നതാണ്, നമ്മളത് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞ കാര്യം എന്താണ്, യെസ് റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെ എഴുതാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് അറിയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, യെസ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത് നോക്കുക. അതിന് ഒന്ന് നമ്മൾ റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറയും, മറ്റൊന്നിനെ പറയാം ലിങ്കിങ് വേർഡ് എന്നാണ്, പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഭാഗം. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് നമുക്കുള്ളത്. നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടുത്തെ ഒരു സെന്റൻസ് പറഞ്ഞ കാര്യം, ശ്യാം സെഡ് ഐ ഹാവ് ആൻ ഇന്റർവ്യൂ ടുമാറോ. ശ്യാം പറഞ്ഞു എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് നാളെ എന്നുള്ളതാണ്. അതെങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. നോർമൽ ലെവലില് നമ്മുടെ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വെർബ്, ഈ വെർബ് ഇത് പാസ്റ്റ് ടെൻസിലാണെങ്കിലാണ് നമ്മൾ ഈ വരുന്ന കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലോസ് ഒക്കെ ബാധകമാവാം. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ശ്യാം സെഡ് എന്നാണ് വരുന്നതെങ്കിൽ ഇവിടെ എന്താ പറയുക, ശ്യാം സെഡ്, ശ്യാം പറഞ്ഞു ഐ ഹാവ് എൻ ഇന്റർവ്യൂ ടുമാറോ, എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഈ എനിക്കൊരു ഇന്റർവ്യൂ എന്നുള്ളത് എന്താക്കി മാറും, യെസ് ഹി ഹാഡ് ആൻ ഇന്റർവ്യൂ ദ നെക്സ്റ്റ് ഡേ എന്നായി മാറും. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് വരുമ്പം നമ്മൾ ഏത് ഭാഗത്തെ, യെസ് ഈ ശ്യാം സെഡ് എന്ന് പറഞ്ഞ ഈ ഭാഗത്തെ നമ്മൾ എന്ത് പറയുക, യെസ് എന്താ പറയുക, റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറയും. ഇനി ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്, ദാറ്റ് എന്ന് പറഞ്ഞ വേർഡ്. ഇത് ഇവിടെ നമ്മൾ എന്തായിട്ടാണ്, ഈ പറഞ്ഞ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ക്ലോസ് ഉണ്ട്, റിപ്പോർട്ടഡ് ക്ലോസ് എന്ന് പറയും. ഈ റിപ്പോർട്ടഡ് ക്ലോസിനെയും ഇതും തമ്മിൽ ബന്ധപ്പെടുത്തിയ സംഭവമാണ്. റിപ്പോർട്ടഡ് ക്ലോസിനെയും റിപ്പോർട്ടിംഗ് ക്ലോസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത് പറയുക, ലിങ്കിങ് വേർഡ് എന്ന് പറയാം. അപ്പൊ മനസ്സിലായാലോ, നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, സിമ്പിളായി നിങ്ങൾ ചെയ്യേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തൊക്കെയാണ് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ, യെസ് ഇവിടെ പറഞ്ഞു ഏതൊരു സെന്റൻസിന്റെ അകത്തും നമ്മൾ ഈ ഒരു ഭാഗത്തെ ശ്യാം സെഡ് എന്ന് പറഞ്ഞ ഇതിനകത്ത് ഇങ്ങനെ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ആ പറഞ്ഞ കാര്യമാണല്ലോ റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ആരോ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞ ഭാഗത്തെ റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറയും. അവിടെ ഉപയോഗിച്ചിട്ടുള്ള വേർഡിനെ നമ്മൾ ലിങ്കിങ് വേർഡ് എന്ന് പറയും. ഈ ലിങ്കിങ് വേർഡിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ള ഭാഗങ്ങളെ അല്ലെങ്കിൽ എന്താണോ നമുക്ക് പറയേണ്ടത് ആ ഭാഗങ്ങളെ മൊത്തം നമ്മൾ എന്ത് പറയും, റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ക്ലോസ്, റിപ്പോർട്ടഡ് ക്ലോസ് എന്നാണ് പറയാം. ഇത് ഓർത്ത് വെക്കുക. ഈ റിപ്പോർട്ടഡ് ക്ലോസിന്റെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. എന്തൊക്കെയാ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതൊരു സെന്റൻസ് സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ, സെന്റൻസ് എന്താണെങ്കിൽ, യെസ് സെന്റൻസ് സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ, യെസ് സെന്റൻസ് സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂടെ എന്താണ് ഇവിടെ ദാറ്റ് എന്ന് ചേർത്തുകൊണ്ട് റിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ അല്ലേ ശ്യാം സെഡ് എന്തൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകൾ നമ്മൾ എന്ത് പറയാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റും, ഒരു പ്രസ്താവന നടത്തി എന്ന് പറയാൻ പറ്റും. ഇവിടെ ശ്യാം പറഞ്ഞ കാര്യം എന്താണ്, യെസ് ശ്യാം പറഞ്ഞ കാര്യം ഐ ഹാവ് എൻ ഇന്റർവ്യൂ ടുമോറോ.
എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്നാണ് ശ്യാം പറഞ്ഞത്. അങ്ങനെ ശ്യാം പറഞ്ഞ ആ കാര്യത്തെ ഐ ഹാവ് ആൻ ഇന്റർവ്യൂ ടുമോറോ എന്ന് പറഞ്ഞ കാര്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയി കണക്കാക്കും. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഓർക്കുക, നിങ്ങൾ എന്താണ് യെസ് അവിടെ ലിങ്കിങ് വേർഡായി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്? ദാറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് ഉപയോഗിക്കേണ്ടത്? ദാറ്റ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ അതെ അവിടെ ഉപയോഗിച്ച ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആണോ ഉപയോഗിച്ചത്, ഹൂ ആർ യു എന്നാണെങ്കിൽ ഹൂ എന്ന് തന്നെ, അല്ലെങ്കിൽ വാട്ട് ഈസ് എന്നാണെങ്കിൽ വാട്ട് എന്ന് തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് എന്താണോ ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? യെസ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉപയോഗിക്കേണ്ടത്. അതല്ല ഇനി നിങ്ങൾ ഉപയോഗിച്ചിട്ട് എന്താണ് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളതെങ്കിൽ, അതായത് യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്ത് പറയുക? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. എന്താണ് ഡിഡ് യു ലൈക്ക്, നിങ്ങൾക്ക് അത് ഇഷ്ടമായോ എന്നൊക്കെ അല്ലേ യെസ് ഓർ നോ ആണ് ആൻസർ വരിക. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചെങ്കിൽ യെസ് അവിടെ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? ഇഫോ വെദറോ ആണ് നമ്മൾ എന്ത് ചെയ്യുക? ലിങ്കിങ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യുക. ഓർമ്മണ്ടല്ലോ? യെസ്. അപ്പം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഉപയോഗിച്ച ലിങ്കിങ് വേർഡ് ഏതാണ്? ഇഫ് അല്ലെങ്കിൽ വെദർ ആണ്. ഏതാണ്? ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് നമ്മൾ ഉപയോഗിച്ച ലിങ്കിങ് വേർഡ്. ദെൻ എന്താണ് വരുന്നത്? നിങ്ങളൊരു കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ് നടത്തുന്നതെങ്കിൽ, ആ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു കമാൻഡോ റിക്വസ്റ്റോ ആണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക എന്താണ്? ടു പ്ലസ് ബേസ് ഫോം ആണ് അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ടു പ്ലസ് ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങൾ ഒരു നെഗറ്റീവ് കമാൻഡ് ആണ് നടത്തുന്നതെങ്കിൽ നെഗറ്റീവ് നോട്ട് ടു അത് ചെയ്യരുതേ എന്നൊക്കെ പറയാം, ഡു നോട്ട് ഡു ഇറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരു നെഗറ്റീവ് കമാൻഡ് ആണ് നടത്തുന്നതെങ്കിൽ യെസ് അവിടെ നിങ്ങൾ നോ പ്ലസ് ടു പ്ലസ് ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ദെൻ ഇനി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്താണെങ്കിൽ ഒരു എക്സ്ക്ലാമറ്ററി സെന്റൻസ് ആണെങ്കിൽ, ഒരു അത്ഭുതം, അയ്യോ നിങ്ങൾ വണ്ടർ ആയിട്ട് നിങ്ങൾ ഓ വാട്ട് ഇറ്റ് ഈസ് എന്നൊക്കെ രീതിയിലാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം ഓർത്ത് വെക്കുക, റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഏതാണ് റിപ്പോർട്ടിംഗ് ക്ലോസ്, എന്താണ് ലിങ്കിങ് വേർഡ്, ദെൻ എന്താണ് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ക്ലോസ്, അതിനകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു വെർബ് ഉണ്ടായിരിക്കും, ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതിനുശേഷം മാഷ് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും വായിച്ച് നോക്കുക. നിങ്ങൾക്ക് സ്ലൈഡിൽ ലഭ്യമാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് എന്തായി മാറും? ദാറ്റ് വരും. ദാറ്റ് ആണ് ലിങ്കിങ് വേർഡ് ഉപയോഗിക്കുക. ഇനി WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ ഉപയോഗിക്കുക? അതേ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കണം. ഇനി അതല്ല നിങ്ങൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യണം. അതേപോലെ നിങ്ങൾ കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണെങ്കിൽ അവിടെ ടു പ്ലസ് ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ നെഗറ്റീവ് കമാൻഡ് അല്ലെങ്കിൽ നെഗറ്റീവ് റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നോ ടു ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. യെസ്. ഇനി നിങ്ങൾ ഒരു എക്സ്ക്ലാമറ്ററി സെന്റൻസ് ആണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. റിപ്പോർട്ട് ദി എക്സ്ക്ലാമറ്ററി സെന്റൻസ് ആസ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നിങ്ങൾ അവിടെ ചെയ്താൽ മതി. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് എങ്ങനെയാ സ്റ്റേറ്റ്മെന്റ് ചെയ്യാന്നുള്ളത്. ഇനി നിങ്ങൾ നോക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട സെന്റൻസ്, അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്ത് നമ്മുടെ എന്താ പറയാ ആ ഇൻവെർട്ടഡ് കോമാസിനുള്ളിൽ വരുന്ന അതിനകത്ത് വരുന്ന പ്രോനൗണിൽ എന്തൊക്കെ ചേഞ്ച് വരും എന്നുള്ളതാണ് നിങ്ങൾ നോക്കുക. പെട്ടെന്ന് മാഷ് പറഞ്ഞു പോവാ, നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. എന്താണ് ഐ എന്നുള്ളത് എന്തായി മാറും? ഹി ഓർ ഷീ ആയി മാറും. ഐ ലൈക്ക് ഇറ്റ് എന്നുള്ളത് എന്തായി മാറും? ഹി അല്ലെങ്കിൽ ഷീ. അത് ആരാണോ അതിനനുസരിച്ചിട്ട് എന്താണ് പറയാ, മെയിൽ ആണെങ്കിൽ ഹി എന്നും ഫീമെയിൽ ആണെങ്കിൽ ഷീ എന്നും പറയും. അപ്പൊ ഐ എന്തായി മാറും? ഹി ഓർ ഷീ ആയിട്ട് മാറും. അതേപോലെ തന്നെ എന്താ വരുന്ന അടുത്ത കാര്യം? മീ എന്തായിട്ട് മാറും? ഹിം ഓർ ഹെർ ആയിട്ട് മാറും. വി ഞങ്ങൾ എന്നുള്ളത് എന്തായി മാറും? ദേ എന്നായിട്ട് മാറും. അസ് എന്നുള്ളത് എന്തായി മാറും? ദം എന്നായിട്ട് മാറും. യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി ഷീ ഓർ ദേ ആയിട്ട് മാറും. അല്ലെങ്കിൽ ഹിം ഹർ ഓർ ദം ആയിട്ട് മാറും. ഓക്കെ. ദെൻ മൈ എന്നുള്ളത് എന്തായി മാറും? ഹിസ് ഓർ ഹെർ എന്നായിട്ട് മാറും. മൈൻ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹിസ് ഓർ ഹേർസ് എന്നായിട്ട് മാറും. അവർ എന്നുള്ളത് എന്തായിട്ട് മാറും? ദയർ എന്നായിട്ട് മാറും. അവേഴ്സ് എന്നുള്ളത് എന്തായിട്ട് മാറുടാ? ദയേഴ്സ് എന്നുള്ളതായിട്ട് മാറും. ദെൻ യുവർ എന്നുള്ളത് യുവർ. അപ്പൊ നിങ്ങൾ അതിനകത്ത് പറയാം യുവേഴ്സ്, യുവർ. ആ നിന്റെ എന്നുള്ളത് പറയുമ്പോൾ എന്തായി മാറും? അവന്റെ, അവളുടെ, അവരുടെ എന്നൊക്കെ ഹിസ് ഹെർ ദയർ എന്നൊക്കെ ആയിട്ട് മാറും. യുവേഴ്സ് എന്നുള്ളത് എന്തായി മാറും? ഹിസ് ഹേർസ് ദയേഴ്സ് എന്നായിട്ട് മാറും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കുക, പ്രോനൗണിൽ എന്ത് മാറ്റം വരും എന്നുള്ളത്. നിങ്ങൾക്ക് ഈ 4 മാർക്കിന് ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട സെന്റൻസിന്റെ അതിനകത്തുള്ള പ്രോനൗണിന് എന്ത് മാറ്റം വരും എന്നുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഇതൊന്ന് ഓടിച്ച് വായിച്ചു പോവുക. എക്സാമിന് പോകുന്നതിന് മുമ്പ് ശരിക്കും നോക്കിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെൻസിന് എന്ത് മാറ്റം വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞു റിപ്പോർട്ടിന് നമ്മൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാം അത് റിപ്പോർട്ടിംഗ് വെർബ്, അവിടെ ഉപയോഗിച്ച വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിലാണ് ഇതൊക്കെ എഫക്റ്റ് ആവുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്
ഈ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട സെന്റൻസ് സിമ്പിൾ പ്രസന്റൻസ് ആണെങ്കിൽ ഐ ലൈക്ക്ഡ് ഇറ്റ് എന്നാണ് പറയുന്നതെങ്കിൽ അത് നമ്മൾ എന്തിലേക്ക് ഐ ലൈക്ക് ഇറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് എന്തിലേക്ക് മാറും? ഹി ലൈക്ക്ഡ് ഇറ്റ് എന്നാക്കും. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉള്ള എന്തിലേക്ക് മാറും? സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറും. ടെൻസിന് മാറ്റം വരും. ദെൻ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആം, ഈസ്, ആർ പ്ലസ് വെർ പ്ലസ് ing. ആം വർക്കിംഗ്, ഈസ് വർക്കിംഗ്, ആർ വർക്കിംഗ് എന്നുള്ളതൊക്കെ എന്തായി മാറും? വാസ് വർക്കിംഗ്, വേർ വർക്കിംഗ് എന്നൊക്കെ ആയിട്ട് മാറും. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസ് അത് ഏത് ടെൻസിലേക്ക് മാറും? അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്കാണ് മാറുക. ഓർത്ത് വെക്കുക, യെസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തിലേക്ക് മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറും. പിന്നെ എന്താ വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്തിലേക്ക് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറും. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഹാവ് ഓർ ഹാസ് പ്ലസ് V3. ഹാവ് ഓർ ഹാസ് പ്ലസ് V3 എന്ന് പറയുന്ന ഐ ഹാവ് വർക്ക്ഡ് എന്നുള്ളതാണെങ്കിൽ അതെന്തായി മാറും? ഹി ഹാഡ് വർക്ക്ഡ് എന്നായി മാറും. പ്രസന്റ് ടെൻസിലുള്ളത് എന്തിലേക്ക് മാറും? പാസ്റ്റ് ടെൻസിലേക്ക് മാറും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്തായി മാറും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. ട്ടോ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്തായി മാറും? ഹാവ് ബീൻ, ഹാസ് ബീൻ പ്ലസ് ing എന്നുള്ളത് ഹാഡ് ബീൻ പ്ലസ് ing എന്നായിട്ട് മാറും. ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് വരും? പാസ്റ്റ് കണ്ടിന്യൂസ്. ഇതാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ വരുന്നത് വില്ല്, ഷാല്, ക്യാന് അതൊക്കെ എന്തായി മാറും? വുഡ്, വില്ലാണെങ്കിൽ വുഡ്, ഷാൾ ഷുഡ്, ക്യാൻ കുഡ്, മേ മൈറ്റ് എന്നിങ്ങനെയൊക്കെ ആയിട്ട് മാറും. ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം നൗ എന്തായിട്ട് മാറും? നൗ എന്നുള്ളത് എവിടെയെങ്കിലും നമുക്ക് ഈ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഭാഗത്തിനകത്ത് നൗ എന്നുണ്ടോ അത് എന്തായി മാറും? ദെൻ ആയിട്ട് മാറും. ഹിയർ എന്തായിട്ട് മാറിയുണ്ടാവും? ദർ ആയിട്ട് മാറിയുണ്ടാവും. ദിസ് എന്തായിട്ട് മാറും? ദാറ്റ് ആയിട്ട് മാറും. ദീസ് എന്തായിട്ട് മാറും? ദോസ് ആയിട്ട് മാറും. അപ്പൊ ഇതിലെ ചേഞ്ചസ് നിങ്ങൾ നോക്കണം. അതായത് ഐ ആം ഡൂയിങ് ഇറ്റ് നൗ എന്നുള്ളത് അത് നമുക്ക് മാറി എന്താണ്? ഹി വാസ് ഡൂയിങ് ഇറ്റ് ദെൻ എന്നായി മാറും. നൗ എന്ന് നിങ്ങളുടെ റിപ്പോർട്ടഡ് സ്പീച്ചിന് റിപ്പോർട്ടിംഗ് ചെയ്യേണ്ട ആ സെന്റൻസിനകത്ത് ഉണ്ടെങ്കിൽ നൗ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ ഡയറക്റ്റിന്റെ അകത്ത് ഇൻഡയറക്റ്റിലേക്ക് വരുന്ന സമയത്ത് നൗ എന്തായി മാറും? ദെൻ ആയി മാറും. ഹിയർ എന്തായിട്ട് മാറും? ദർ ആയിട്ട് മാറും. ദിസ് എന്തായിട്ട് മാറും? ദാറ്റ് ആയിട്ട് മാറും. ദീസ് എന്തായിട്ട് മാറും? ദോസ് ആയിട്ട് മാറും. ഇത് ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ ടുഡേ എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ടുഡേ ദാറ്റ് ഡേ എന്നാക്കി മാറ്റണം. അതേപോലെ ടുമോറോ എന്നുള്ളത് എന്തായി മാറും? യെസ്, ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നാക്കി മാറ്റും. എന്താണ് ടുമോറോ എന്നുള്ളത്? നെക്സ്റ്റ് ഡേ എന്നാക്കി മാറ്റും. യെസ്റ്റർഡേ എന്നുള്ളത് എന്തായി മാറും? ദ പ്രീവിയസ് ഡേ എന്നാക്കും. യെസ്റ്റർഡേ എന്നുള്ളത് എന്തായി മാറും? പ്രീവിയസ് ഡേ എന്നായി മാറും. വാസ് ഓർ വേർ എന്നുള്ളത് എന്തായി മാറും? യെസ്, ഇവിടെ ഹാഡ് ബീൻ എന്നായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. ദെൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ഓരോ സ്റ്റേറ്റ്മെന്റിലും വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ചെയ്തിട്ട് നമുക്ക് വേഗം പോകാം. കുറച്ച് കാര്യം കൂടി നിങ്ങൾക്ക് പഠിക്കാണ്ടല്ലോ, അതുകൊണ്ട് നോക്കാം. ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ശ്യാം സെഡ് ഐ ഹാവ് ആൻ ഇന്റർവ്യൂ ടുമോറോ. അപ്പൊ നമ്മൾ പറഞ്ഞു ശ്യാം സെഡ് ഇതെന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ നമ്മളോട് ലിങ്കിങ് വേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ദാറ്റ് ഉപയോഗിക്കണം. ദാറ്റ് ഉപയോഗിച്ചിട്ട് ഐ ഹാവ് ആൻ ഇന്റർവ്യൂ ടുമോറോ എന്നുള്ളതാണ് വന്നത്. ഐ എന്തായിട്ട് മാറും? ഇ ആയിട്ട് മാറും. ഹാവ് എന്നുള്ളത് എന്തായി മാറി? ഹാഡ് ആയിട്ട് മാറി. ബാക്കിയൊന്നും മാറുന്നില്ല. ആൻ ഇന്റർവ്യൂ ടുമോറോ എന്നുള്ളത് എന്തായിട്ട് മാറും? നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും. അപ്പൊ മനസ്സിലായല്ലോ എന്തൊക്കെ മാറ്റാണ് വരാനുള്ളത്. ഇങ്ങനെ വരുന്നൊരു സംഭവം നിങ്ങൾക്ക് നോർമൽ ലെവലിൽ അത് എന്താണെങ്കിൽ യെസ്, ഈ സെന്റൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ആ രണ്ട് ലിങ്കിങ് വേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ദാറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഉപയോഗിച്ചതിന് ശേഷം ഐ എന്നുള്ളത് എന്തായി മാറി? യെസ്, ഐ എന്നുള്ളത് ഹി ആയിട്ട് മാറുന്നു. ദെൻ എന്താ വരുന്നത്? ഇവിടെ ഐ ഹാവ് എന്നുള്ളത് ഹി ഹാഡ് എന്നായി മാറും. ആൻ ഇന്റർവ്യൂ ടുമോറോ എന്നുള്ളത് എന്തായി മാറും? നെക്സ്റ്റ് ഡേ ആയി മാറും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ടൈപ്പ് സെന്റൻസ് വരുന്ന സമയത്ത് ഈ ഒരു ലോ നിങ്ങൾ ഓർത്ത് വെച്ചാൽ, ഈ റൂൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. മറ്റൊന്ന് വരാം, ഒരു ചോദ്യമാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത്. യെസ്, ഒരു ചോദ്യമാണെങ്കിൽ ഇപ്പൊ മഹേഷ് സെഡ് വാട്ട് ഈസ് ഹി ഡൂയിങ്. ഇത് നമുക്ക് എന്താണ്? ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഇവിടെ ലിങ്കിങ് വേർഡ് ആയിട്ട് ഉപയോഗിച്ചതാണ് ആസ്ക്ഡ് എന്ന് പറഞ്ഞ ലിങ്കിങ് വേർഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ മഹേഷ് ആസ്ക്ഡ് വാട്ട് ഈസ് ഹി ഡൂയിങ്. എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ഹി ഡൂയിങ്. അത് മാറുകയാണ്. അതേ നമ്മൾ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വേർഡ് നിങ്ങൾ ചോദിക്കുകയാണ്. നമ്മളൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ അവിടെ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഏതാണോ അതേ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിച്ച ഏതാണ്? യെസ്, വാട്ട് വെച്ചിട്ട് തുടങ്ങുകയാണ്. മഹേഷ് ആസ്ക്ഡ് വാട്ട് ഈസ് ഹി എന്നുള്ളത് വാട്ട് ഹി വാസ് ഡൂയിങ്. ടെൻസിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? യെസ്, അതേപോലെ തന്നെ കൂടെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് സെന്റൻസ് നിങ്ങൾ നോക്കൂ. മറ്റൊന്ന് എന്താണ്? നോക്കൂ നിങ്ങളെ. ഒരു ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ. ക്യാൻ യു
പ്ലീസ് ഹെൽപ്പ് മീ എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താ നമുക്ക് നോക്കാനുള്ളത്? യെസ്, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ എന്നുള്ള ഒരു സംഭവം നിങ്ങൾ നോക്കുക. നമ്മുടെ ആര് പറഞ്ഞാണ്? യെസ്, ഇവിടെ ആര് പറഞ്ഞാണ്? പ്രീത ചോദിക്കുന്ന ചോദ്യമാണ് ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ. അപ്പൊ എന്താണ് അതിന്റെ അകത്ത് വരുന്ന കാര്യം നോക്കുക. എന്താണ് ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പ്രീത ആസ്ക്ഡ്, അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്ത് വന്നു? ഇഫ് വന്നു. ഇഫ് ഐ കുഡ് ഹെൽപ്പ് ഹെർ, ഇഫ് ഐ കുഡ് ഹെൽപ്പ് ഹെർ എന്ന് വന്നു. അപ്പൊ നമ്മൾ ആ റൂളും നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക. അടുത്ത എന്താടാ? ഇവിടെ വന്നു വേറൊരു സെന്റൻസ് നോക്കൂ. റാണി സെഡ്. എന്താ വരുന്നത്? റാണി സെഡ്. ഏതാ വരുന്നത്? റാണി സെഡ് ഐ ആം നോട്ട് ഗോയിങ് ടു ക്രൈ എനിമോർ. ഐ ആം നോട്ട് ഗോയിങ് ടു ക്രൈ എനിമോർ. ഇത് നമുക്ക് എങ്ങനെയാ മാറ്റുക? യെസ്, ആ റൂൾ ഓർത്താൽ മതി. റാണി സെഡ് ദാറ്റ് ഷീ വാസ്, ഐ ആം എന്തായി മാറും? ഷീ വാസ് നോട്ട് ഗോയിങ് ടു ക്രൈ എനിമോർ. ക്ലിയർ അല്ലേ? മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദിനേഷ് സെഡ്, ദിനേഷ് പറഞ്ഞു ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൂവി. എന്താ പറഞ്ഞേ? ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൂവി. ഇപ്പൊ ഇവിടെ നമ്മൾ ദിനേഷ് എന്താ ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൂവി എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്ലാമറ്ററി സെന്റൻസ് ആണ്. ഒരു ആശ്ചര്യ, വളരെ എക്സ്ക്ലാമറ്ററി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓ, ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള എക്സ്ക്ലാമറ്ററി സെന്റൻസ് നമുക്ക് എങ്ങനെയാ മാറ്റുക? എക്സ്ക്ലാമറ്ററി സെന്റൻസ് മാറ്റുന്ന സമയത്ത് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് വേർഡ് എക്സ്ക്ലെയിംഡ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യണം. യെസ്, എന്നിട്ട് ലിങ്കിങ് വേർഡ് യൂസ് ചെയ്യുക. ഇവിടെ എന്താണ്? ദിനേഷ് എക്സ്ക്ലെയിംഡ് ദാറ്റ്. ദിനേഷ് എക്സ്ക്ലെയിം ചെയ്തു. എന്താണ്? ഇറ്റ് വാസ് എ വണ്ടർഫുൾ മൂവി. അതെന്താണെന്ന്? അതൊരു വണ്ടർഫുൾ മൂവി ആയിരുന്നു എന്ന്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ നമുക്ക് റൂൾസ് ആയിട്ട് പഠിക്കാനുള്ളത്. ആ റൂൾസ് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ പ്രീവിയസ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, the conversation between Maggie and Mr. Gupta in the praise of flowers is given below. Report it. നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിലെ മാഗിയും മിസ്റ്റർ ഗുപ്തയും തമ്മിലുള്ള സംഭാഷണം തന്നിട്ടുണ്ട്. അതൊന്ന് റിപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത്. നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം അല്ലെ. എന്തൊക്കെയാണ് പറയുന്നത്? മാഗി പറയാണ് ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺറോ നിയർ ദേരാ ഗാസി ഖാൻ. മിസ്റ്റർ ഗുപ്ത പറയാണ് വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ഐ ഷാൾ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു യു. ഞാൻ ആ ഭാഗത്ത് പോകുന്ന സമയത്ത് ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാം, നിനക്ക് എഴുതുകയും ചെയ്യാമെന്ന് പറയും. അപ്പോൾ മാഗി ചോദിക്കും വിൽ ഇറ്റ് ബി ട്രബിൾസം ഫോർ യു? അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിക്കും. അപ്പോൾ മിസ്റ്റർ ഗുപ്ത പറയാണ് നോ, ദേരാ ഗാസി ഖാൻ ഈസ് നോട്ട് വെരി ഫാർ ഫ്രം മൈ പ്ലേസ്. ദേരാ ഗാസി ഖാൻ ഇവിടുന്നും ഒരുപാട് ദൂരത്തല്ല എന്നാണ് ആര് പറയുന്നത്? യെസ്, മിസ്റ്റർ ഗുപ്ത പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാ റിപ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മാഗി എന്താ പറഞ്ഞേ? ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺറോ നിയർ ദേരാ ഗാസി ഖാൻ. അപ്പൊ മാഗി അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്. നമുക്ക് എഴുതാം മാഗി സെഡ് ദാറ്റ്. മാഗി സെഡ് ദാറ്റ് എന്താണ് പറഞ്ഞ കാര്യം? അതേപോലെ തന്നെ ഫ്രാങ്കിന്റെ പേര് മാറ്റേണ്ട, ഫ്രാങ്ക് തന്നെയാണ്. ഈസ് ബറീഡ് നിങ്ങൾ എന്തായി മാറണം? വാസ് ബറീഡ് ആവണം. കാരണം നമ്മൾ പഠിച്ചിട്ടില്ലേ, സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്തായി മാറും? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയി മാറും. അപ്പൊ മാഗി സെഡ് ദാറ്റ് ഫ്രാങ്ക് വാസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺറോ നിയർ ദേരാ ഗാസി ഖാൻ. ദേരാ ഗാസി ഖാൻ അടുത്തുള്ള ഫോർട്ട് മോൺറോയിലാണ് ആരെ? ഫ്രാങ്കിനെ ബറി ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ഈ ടൈപ്പ് സെന്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ മാഗി സെഡ് ദാറ്റ്, മാഗി സെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്കിങ് വേർഡ് യൂസ് ചെയ്തു. ഏതാ ലിങ്കിങ് വേർഡ്? ദാറ്റ് എന്ന് പറഞ്ഞ ഒരു ലിങ്കിങ് വേർഡ് യൂസ് ചെയ്തു. മാഗി സെഡ് ദാറ്റ് ഫ്രാങ്ക് വാസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺറോ നിയർ ദേരാ ഗാസി ഖാൻ. ദേരാ ഗാസി ഖാന്റെ അടുത്തുള്ള ഫോർട്ട് മോൺറോയിലാണ് ഇയാളെ ബറി ചെയ്തത് എന്ന് പറഞ്ഞു. ഇനി അതിന്റെ മറുപടി മിസ്റ്റർ ഗുപ്ത പറയാണ് വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ഐ ഷാൾ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു യു. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇയാളെ പറയാണ് മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് ദാറ്റ്. അദ്ദേഹം മറുപടി പറഞ്ഞു. റിപ്ലൈഡ് കഴിഞ്ഞു, ലിങ്കിങ് വേർഡ് ഉപയോഗിക്കണം. ഏതാണ്? ദാറ്റ് ഉപയോഗിച്ചു. എന്താ പറഞ്ഞേ? വെൻ ഐ ഗോ ടു ദ പാർട്ട് ഓഫ് ദ കൺട്രി. വെൻ ഐ ഗോ എന്തായി മാറണം? വെൻ ഹി, ഐ ഗോ എന്നുള്ളത് ഹി വെന്റ് ആക്കണം. പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആവണം. അപ്പം ഇവിടെ പറയാണ് വെൻ ഐ ഗോ എന്നുള്ളത് വെൻ ഹി വെന്റ് എന്നാക്കി മാറ്റുക. ബാക്കി ഓക്കെ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി. ഐ ഷാൾ വിസിറ്റ് എന്നുള്ളത് മാറണം. ഐ എന്നുള്ളത് എന്തായി മാറണം? നേരത്തെ പറഞ്ഞത് ഹി ആയിട്ട് മാറണം. ഷാൾ ഷുഡ് ആയിട്ട് മാറണം. അപ്പം ഐ ഷാൾ വിസിറ്റ് എന്നുള്ളത് ഹി ഷുഡ് വിസിറ്റ് ഹർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു ഹർ എന്ന് മാറുകയാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ആ 2 സെന്റൻസ് നിങ്ങൾ മനസ്സിലാക്കി 2 കൂടി നമുക്ക് എഴുതാണ്ട്. ഇപ്പൊ മാഗി പറയും വിൽ ഇറ്റ് ട്രബിൾസം ഫോർ യു? എന്താ ചോദിച്ചേ? വിൽ ഇറ്റ് ട്രബിൾസം ഫോർ യു? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അതിൽ മറുപടി പറയുന്നു നോ, ദേരാ ഗാസി ഖാൻ ഈസ് നോട്ട്
വെരി ഫാർ ഫ്രം മൈ പ്ലേസ്. ദേരാഗാസിഖാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരെ ഒന്നും അല്ല എന്ന് പറയും. അപ്പം എന്താ നിങ്ങൾ എഴുതേണ്ടത്? മാഗി ആസ്ക്ഡ് ഇഫ് ഇറ്റ് വുഡ് ബി ട്രബിൾസം ഫോർ ഹിം. മാഗി ചോദിക്കുകയാണ് ഇഫ് ഇറ്റ് വുഡ് ബി ട്രബിൾസം ഫോർ ഹിം, അത് അയാൾക്ക് ബുദ്ധിമുട്ടാകില്ലേ. അപ്പം മാഗി എന്താണ്, ഒരു ക്വസ്റ്റ്യൻ എങ്ങനത്തെ വരുന്നതാണ്, അവിടെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. വിൽ ഇറ്റ് ബി ട്രബിൾസം ഫോർ യു എന്ന് പറഞ്ഞാൽ യെസ് അല്ലെങ്കിൽ നോ എന്നല്ല ഉത്തരം വരേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാ തുടങ്ങുക, ഇഫ് വെച്ചിട്ടോ വെദർ വെച്ചിട്ടോ ആണ് തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാഗി ആസ്ക്ഡ്, മാഗി ചോദിച്ചു എന്താണ്, ഇഫ് ഇറ്റ് വുഡ് ബി ട്രബിൾസം ഫോർ ഹിം, അത് ഇറ്റ് വുഡ് ബി ട്രബിൾസം ഫോർ യു എന്നുള്ള ഇവിടെ എന്താക്കി മാറ്റണം, ഹിം ആക്കി മാറ്റണം. അതും നമ്മൾ നേരത്തെ അവിടെ മെൻഷൻ ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പൊ മിസ്റ്റർ ഗുപ്ത പറയും നോ, നെഗറ്റീവ്ലി പറയാണ് നോ അതൊന്നുമില്ല. ദേരാഗാസിഖാൻ ഈസ് നോട്ട് വെരി ഫാർ ഫ്രം മൈ പ്ലേസ്. ദേരാഗാസിഖാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ല എന്ന് പറയും. അപ്പൊ മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് ആഡഡ് ദാറ്റ് ദേരാഗാസിഖാൻ വാസ് നോട്ട് വെരി ഫാർ ഫ്രം ഹിസ് പ്ലേസ്. അവിടെ മിസ്റ്റർ ഗുപ്ത നെഗറ്റീവായിട്ട് റിപ്ലൈ ചെയ്യുന്നു, അതുകൂടാതെ ആഡ് ചെയ്യുന്നു ദാറ്റ് ദേരാഗാസിഖാൻ വാസ് നോട്ട് വെരി ഫാർ ഫ്രം ഹിസ് പ്ലേസ്. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഇതേ ചാപ്റ്ററിൻ്റെ അകത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഇങ്ങനെ കോൺവെർസേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത് കേട്ടോ. നോക്കൂ, ഗുപ്ത ആസ്ക്ഡ് വാട്ട് ഈസ് ഇറ്റ് മാഗി. മാഗി റിപ്ലൈഡ് കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു. അപ്പോൾ അവിടെ പറയും ഐ ആസ്ക്ഡ് മാഗി, അത് എന്നിട്ട് ഫില്ല് ചെയ്യാം. അപ്പം മാഗി റിപ്ലൈഡ്, അതും നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പം എങ്ങനെ എഴുതുക, യെസ് ഇവിടെ പറയാണ് ഐ ആസ്ക്ഡ് മാഗി, എന്താ ചോദിച്ചേ, വാട്ട് ഈസ് ഇറ്റ് മാഗി. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവിടെ ഏതാ വാട്ട് വിച്ച് ഏതാണോ വന്നത് അത് അതേപടി കൂടി യൂസ് ചെയ്യണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഐ ആസ്ക്ഡ് മാഗി വാട്ട് ഇറ്റ് വാസ്. ഗുപ്ത ആസ്ക്ഡ് വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളത് നമ്മൾ ടെൻസ് മാറണം. ഐ ആസ്ക്ഡ് മാഗി, ഇവിടെ വാട്ട് തന്നെ യൂസ് ചെയ്യുന്നു, ഇറ്റ് തന്നെ ഈസ് എന്നുള്ള എന്തായി മാറണം, വാസ് ആയിട്ട് മാറണം. ഐ ആസ്ക്ഡ് മാഗി വാട്ട് ഇറ്റ് വാസ് ആൻഡ് മാഗി റിപ്ലൈഡ് ടു കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഷീ വുഡ് ടെൽ ഹിം. മാഗി എന്താ മറുപടി പറഞ്ഞേ, മാഗി മറുപടി പറഞ്ഞു റിപ്ലൈ ടു കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഷീ വുഡ് ടെൽ ഹിം. എങ്ങോട്ട് വരിക, സിറ്റിംഗ് റൂമിലേക്ക് വന്നോ മറുപടി പറയാൻ പറഞ്ഞു. മനസ്സിലായല്ലോടാ. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും എന്തിന് പഠിക്കേണ്ടത്, റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ആ റൂൾസ് കറക്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ആ റൂൾസ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തതായിട്ട് വളരെ കുറച്ച് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തായി ഡിസ്കസ് ചെയ്യാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുന്ന സമയത്ത് ഒരു ഇമെയിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ്. എന്താണ് ഒരു ഇമെയിൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇമെയിൽ നിങ്ങൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു സംഭവമാണ്. ലെറ്റർ ചോദിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ അധികം ചോദിക്കാറില്ല എന്താണ് ഇമെയിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. യെസ്, എങ്ങനെയാണ് നിങ്ങൾ ഇമെയിൽ അയക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കവിടെ ഒരു ഫ്രം എന്നുള്ളത് നമ്മൾ ഓൾറെഡി അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്താ പറയുക, 2 പാർട്ട് ഉണ്ടാവും. പിന്നെ സബ്ജക്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സല്യൂട്ടേഷൻ നമ്മൾ തുടങ്ങണം, മെയിൻ ബോഡി വേണം, കൺക്ലൂഷൻ വേണം. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ മെയിൽ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് ദ സെൻഡേഴ്സ് മെയിൽ ID ഇൻ ദ പ്ലേസ് പ്രൊവൈഡഡ് ഫോർ ദാറ്റ്. നമ്മൾ 2 എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നമുക്ക് ആർക്കാണോ കത്ത് അയക്കുന്നത് അയാളുടെ മെയിൽ ID അവിടെ വേണം. ഫ്രം എന്നുള്ള ഭാഗത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് ഉണ്ടായിരിക്കും, അതുകൊണ്ട് അത് മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നില്ല, അത് വേണം പറയുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് എഴുതണം, റൈറ്റ് ദ സെൻഡേഴ്സ് മെയിൽ ID ഇൻ ദ പ്ലേസ് പ്രൊവൈഡഡ് ഫോർ ദാറ്റ്. അതിന് കൊടുത്ത സ്ഥലത്ത് സെൻഡേഴ്സിന്റെ മെയിൽ ID നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. പിന്നെ എന്താണ്, ഗീവ് ദ മെസ്സേജ് മാറ്റർ ഇൻ ദ സബ്ജക്ട്. അപ്പോൾ നമ്മൾ അവിടെ മാറ്റർ അടുത്തായിട്ട് കൊടുക്കണം. മെയിൽ ID കഴിഞ്ഞ് നമ്മൾ അവിടെ സബ്ജക്റ്റ് എന്തിനാണ് നമ്മൾ കത്ത് അയക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾക്ക് ഒഫീഷ്യൽ ലെറ്റർ ഒക്കെ അയക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കാരണം നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യില്ലേ, ജസ്റ്റ് ഒരു ഒറ്റ സെൻറ്റൻസിൻ്റെ അകത്ത്, അതേപോലെ ഇവിടെ മാറ്റർ കൊടുക്കണം. ദെൻ സ്റ്റാർട്ട് വിത്ത് എ ഗ്രീറ്റിംഗ് ഡിയർ സർ. ഡിയർ സർ എന്നറിയപ്പെടുന്ന ഒരു ഗ്രീറ്റിംഗോട് കൂടി നമുക്ക് തുടങ്ങാം. ദെൻ സ്റ്റാർട്ട് വിത്ത് ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് വാട്ട് ദ മെസ്സേജ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. നമ്മൾ ഒരുപാട് നീട്ടി വലിച്ചു കൊണ്ടുപോകേണ്ട, ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കറക്റ്റ് ഇൻഡിക്കേഷൻ കൊടുക്കണം. ഗിവ് നെസസറി ഡീറ്റെയിൽസ് ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത പാരഗ്രാഫിൽ കൊടുക്കുക. ഒരു നല്ല എൻഡ് ഇൻ എ പൊളൈറ്റ് വേ, യുവേഴ്സ് സിൻസിയർലി, അല്ലെ റിഗാർഡ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കോമ ഇട്ട് നമ്മൾ അവസാനിപ്പിക്കാം.
ഇൻക്ലൂഡ് യുവർ നെയിം അറ്റ് ദ എൻഡ് ഓഫ് ദ മെസ്സേജ്. അവസാനം നിങ്ങളുടെ പേരും അവിടെ മെൻഷൻ ചെയ്യണം. ഓൾറെഡി അത് നിങ്ങൾ ID നിന്നായിരിക്കും പോവുക, അത് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു മെയിലിൻ്റെ സ്ട്രക്ചർ വരുന്നത്? ഈ സ്ട്രക്ചർ വരുന്ന സമയം നിങ്ങൾ ഓർക്കുക എന്താണ്, S2 എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ആർക്കാണോ അയക്കുന്നത് അവിടെ അയാളുടെ മെയിൽ ID മെൻഷൻ ചെയ്യുക. സബ്ജക്റ്റ് മെൻഷൻ ചെയ്യണം. സബ്ജക്റ്റ് നമ്മൾ എന്ത് പർപ്പസിനാണോ അയക്കുന്നത് അത് അവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഡിയർ സർ എന്നാണെങ്കിൽ അവിടെ അങ്ങനെ രീതിയിൽ ഒരു നല്ല ഒരു സല്യൂട്ടേഷൻ തുടങ്ങുക. ആ സല്യൂട്ടേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ കാര്യങ്ങൾ പറയുക. മെയിൻ ബോഡി നമ്മൾ അതിൻ്റെ അകത്ത് കൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക. അതിനുശേഷം നമ്മളൊരു കൺക്ലൂഡ് പാരഗ്രാഫ് അതിനകത്ത് കൂടെ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യുക. ദെൻ യാസ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി വിത്ത് റിഗാർഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ലാസ്റ്റ് നിങ്ങൾ കോംപ്ലിമെൻ്ററി ക്ലോസിനകത്ത് നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ പേര് കൂടി എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു മെയിലിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ ഓർത്ത് നോക്കുക. അത് ഒരുപാട് മാഷ് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ പറയാണ്. I feel ashamed to face Mrs. Clifford, so I wrote a letter to them announcing my departure and bidding them goodbye. These are Gupta's words in the story The Praise of Flowers. Write an email that Gupta would have written to Mrs. Clifford. Yes, എന്താണ് ഇവിടെ? I feel ashamed to face Mrs. Clifford. I feel ashamed to face Mrs. Clifford, so I wrote a letter to them announcing my departure and bidding them goodbye. These are Gupta's words. ഗുപ്ത പറയുന്ന കാര്യമാണ്. അവർ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് അറിയുന്നതാണ്. മിസ്സസ് ആരോട് ക്ലിഫോർഡിനോട് ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കള്ളം പറഞ്ഞു. അവളുടെ മകൻ മരിച്ചു പോയിട്ടുണ്ട്. ആ ട്രൂത്ത് പറയുന്നില്ല. എന്ന സ്ഥലത്തുണ്ട് എന്നുള്ള ഒരു എന്താ പറയുക, അവർക്കൊരു ആശ്വാസം പകരാനായിട്ട് അങ്ങനെ രീതിയിൽ ഒന്ന് പറയുക ചെയ്യുന്നത്. അപ്പോൾ ഒരു തെറ്റായി അയാൾക്ക് പിന്നീട് തോന്നുകയാണ്. ദീസ് ആർ ദ ഗുപ്താസ് വേർഡ്സ് ഇൻ ദ സ്റ്റോറി. റൈറ്റ് ആൻ ഇമെയിൽ ദാറ്റ് ഗുപ്ത വുഡ് ഹാവ് റിട്ടേൺ ടു മിസ്സസ് ക്ലിഫോർഡ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മിസ്സസ് ക്ലിഫോർഡ് മനസ്സിലാക്കുകയാണ് തൻ്റെ മകൻ മരിച്ചു എന്ന്. അപ്പോൾ അതിനുശേഷം നാട്ടിലേക്ക് പോയതിനു ശേഷം ഇവരൊരു കത്ത് അല്ലെ നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ മിസ്റ്റർ ഗുപ്ത ഒരു മെയിൽ അയക്കുകയാണ്. ആ മെയിൽ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഓർക്കുക, നമുക്ക് അപ്പം മിസ്സസ് ക്ലിഫോർഡിനാണ് അയക്കുന്നത്. അപ്പോൾ എന്ത് വരണം? യെസ് clifford@gmail.com വരണം. അതിനുശേഷം സബ്ജക്റ്റ് കൊടുക്കുക. സബ്ജക്റ്റ് എന്താണ്? ഗുഡ് ബൈ റിട്ടേണിംഗ് ടു ഇന്ത്യ എന്നാണ് ഇവിടെ സബ്ജക്റ്റ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഡീറ്റെയിൽസ് പറയാം. ഡിയർ മിസ്സസ് ക്ലിഫോർഡ്, എന്തൊക്കെയാണ്? ടു ബി ഫ്രാങ്ക് വിത്ത് യു, ഐ ആം ഇൻ മെന്റൽ ഡിലമ്മ. ഫ്രാങ്ക് ആയിട്ട് പറയട്ടെ, ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. ഹെൻസ് ഐ കനോട്ട് മീറ്റ് യു ഇൻ പേഴ്സൺ ടു ഇൻഫോം യു അബൌട്ട് മൈ ഡിപ്പാർച്ചർ ടു ഇന്ത്യ. ഇന്ത്യയിലേക്കുള്ള എൻ്റെ ഡിപ്പാർച്ചറിന് മുമ്പായി നിങ്ങളെ നേരിട്ട് കണ്ട് പറയാൻ പറ്റിയില്ല. ആൻഡ് മോർ ദാൻ ദാറ്റ് ടു ബി പാർട്ട് ഓഫ് യുവർ മോർണിംഗ്. അതുമാത്രമല്ല, നിങ്ങളുടെ ആ ഒരു സങ്കടത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് പറ്റിയില്ല. ഐ വിഷ് ഐ കുഡ്, ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് പറ്റുമെന്ന്. ഐ ആം അഷാംഡ് ടു ഫേസ് യു, പക്ഷേ എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ വളരെ അഷെയിംഡ് ആണ്. എനിക്ക് ഭയങ്കര വൈമനസ്യം വന്നു. ഷുഡ് അഡ്മിറ്റ് I died to you and gave you a false hope that your son is alive. I lied to you. ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞു പോയി. അത് മാത്രമല്ല, a false hope that your son is alive. It was all a lie. അത് ഒരു വലിയ കളവായിരുന്നു എന്ന് പറയാം. അങ്ങനെ പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു 2 പാരഗ്രാഫിനകത്ത് ക്ലിയർ ആക്കിയിട്ട് ലാസ്റ്റ് ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസ്, സോറി, എൻ്റെ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസ് അറിയിക്കുകയാണ്. അതിനുശേഷം വിത്ത് ലവ് അവിടെ കൺക്ലൂഡ് ചെയ്യുന്നതല്ലേ മിസ്റ്റർ ഗുപ്ത എന്നെഴുതി കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യെസ്, നമ്മളൊരു മെയിൽ എഴുതി അവസാനിപ്പിക്കേണ്ടത്. മനസ്സിലായല്ലോടാ? അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതിൻ്റെ ഫോർമാറ്റ് കറക്റ്റ് ഓർത്ത് വെക്കണം. ആ ഫോർമാറ്റിൽ വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു എന്ന് പറഞ്ഞ ഭാഗം സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, മെയിൻ ബോഡി, കൺക്ലൂഷൻ, കോംപ്ലിമെൻ്ററി ക്ലോസ്, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് സെറ്റാക്കണം. ഓക്കെ അല്ലേടാ? ദെൻ നമുക്കിനി അടുത്ത് നോക്കാനുള്ള കാര്യം ലെറ്റർ എഴുതുന്നത് എങ്ങനെയാണ്. ലെറ്റർ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് മാഷ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്ത് എഴുതേണ്ടത് എന്താണ്? യെസ്, നമ്മളുടെ അഡ്രസ്സ് എഴുതണം. ഫ്രം അഡ്രസ്സ് വ്യക്തമായിട്ട് എഴുതണം. എന്താ എഴുതണ്ടേ? ഫ്രം അഡ്രസ്സ് നമ്മൾ വ്യക്തമായിട്ട് എഴുതണം. നമ്മുടെ പേര് എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അവിടെ അഡ്രസ്സ് എഴുതുക, ഡേറ്റ് എഴുതുക. ഇനി ആർക്കാണോ നമ്മൾ അയക്കുന്നത് അത് ഇവിടെ എന്ത് ചെയ്യാം? രണ്ടാമതായിട്ട് എഴുതണം. ദെൻ അതിനുശേഷം അവരെ നല്ലൊരു സല്യൂട്ടേഷനോട് കൂടി നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം സബ്ജക്റ്റ് കൊടുക്കണം. നമ്മൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് നമ്മൾ കത്ത് അയക്കുന്നത് എന്ന് ഒഫീഷ്യൽസ് എല്ലായ്പ്പോഴും വളരെ ബിസി ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി സബ്ജക്റ്റ് കൊടുക്കണം. അതിനുശേഷം ഒരു ഒഫീഷ്യൽ ലെറ്റർ ആവുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. പേഴ്സണൽ ലെറ്റർ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നീട്ടി വലിച്ച് എഴുതാൻ പറ്റും. ഒഫീഷ്യൽ ലെറ്ററിന് എപ്പോഴും മാർക്ക് വരുന്നത് അതിൻ്റെ സ്ട്രക്ചറിനാണ്.
അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രം അഡ്രസ് എന്ന ഭാഗത്ത് നമ്മൾ അഡ്രസ്സ് എഴുതണം. അതിനുശേഷം ആർക്കാണോ അയക്കുന്നത് ആ അയക്കുന്ന ആളുടെ ഒരു അഡ്രസ്സ് അവിടെ എഴുതണം. അതിനുശേഷം നമ്മൾ സല്യൂട്ടേഷൻ സർ മാഡം എന്ന് പറഞ്ഞ് തുടങ്ങണം. ദെൻ അതിനുശേഷം എന്താണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് അവിടെ സിമ്പിളായിട്ട് മെൻഷൻ ചെയ്യണം. ആ സബ്ജക്റ്റ് മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് കൺക്ലൂഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഒരു നോർമൽ ലെവലിൽ ഒരു ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതേസമയം നിങ്ങൾ എന്താണ് ഒരു ഇൻഫോർമൽ ലെറ്റർ ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാക്സിമം വലിച്ച് വാരി എഴുതാം. അവിടെ നമുക്ക് എന്ത് വരുന്നത്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് വരുന്നില്ല. ഏറ്റവും മുകളിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്, നമ്മളുടെ അഡ്രസ്സ്. അതിനുശേഷം ആർക്കാണോ നമ്മൾ കത്തയക്കുന്നത് അവരെ ടു അഡ്രസ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് എഴുതിയാൽ മതി, ആർക്കാണോ കത്തയക്കുന്നത് ഡിയർ സഞ്ജയ് എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി. ഒരാൾക്കാണ് കത്തയക്കുന്നതെങ്കിൽ ആ ആളുടെ പേര് പറഞ്ഞ് തുടങ്ങുക. ആദ്യത്തെ വരികൾ മിക്കവാറും ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ അന്വേഷിക്കുകയായിരിക്കണം. ഹോപ്പ് യു ആർ ഫൈൻ, ഹൗ ഈസ് യുവർ മം ആൻഡ് ഡാഡ്, വാട്ട് അബൌട്ട് യുവർ ബ്രദർ, ഹൗ ഈസ് യുവർ എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. പിന്നീടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്താണോ പറയാനുള്ളത് അത് നമ്മൾ അടുത്ത ഒരു ലൈൻസിലായിട്ട് എഴുതുക. ലാസ്റ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് അവസാനിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ഏതൊരു ഫോർമുലേറ്ററിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് ഫോർമാറ്റിനല്ല, നിങ്ങളുടെ കണ്ടന്റിനാണ് എന്ത് ഇൻഫോർമൽ ലെറ്ററിന് ഇൻഫോർമൽ ലെറ്ററിന് എപ്പോഴും മാർക്ക് കിട്ടുക. ഫോർമൽ ലെറ്റർ ആണെങ്കിൽ നമ്മളുടെ ആ ഫോർമാറ്റ് പക്ഷെ നേരത്തെ കാണിച്ചിരുന്ന ഫോർമാറ്റ് എപ്പോഴും ഓർക്കുക. ഏറ്റവും മുകളിൽ ഫ്രം അഡ്രസ്സ്, അതിനുശേഷം ടു സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, അതിൽ പറയേണ്ട കണ്ടന്റ്, ലാസ്റ്റ് നല്ല കൺക്ലൂഷൻ. എന്തിനാ പറയുക, ആ കണ്ടന്റിനേക്കാൾ ഉപയോഗിച്ച് എഴുതിയ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഈ ഫോർമാറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇൻഫോർമൽ ലെറ്റർ ആവുന്ന സമയത്ത് ഈ ഫോർമാറ്റിനേക്കാൾ കൂടുതൽ എഴുതിയ കാര്യങ്ങൾ എന്താണോ ഈ എഴുതിയ കാര്യങ്ങൾക്കാണ് എന്ത് വരുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്ന കാര്യം നമുക്ക് എന്താണ്, ഒരു സ്പീച്ചാണ്. എങ്ങനെയാണ് ഒരു സ്പീച്ച് എഴുതാനുള്ളത്? സ്പീച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്പീച്ച് എപ്പോഴും നല്ല കാച്ചി സല്യൂട്ടേഷൻ ആയിരിക്കണം. നല്ല കാച്ചി സല്യൂട്ടേഷൻ എന്തുണ്ടായിരിക്കണം, ഒരു സ്പീച്ചിന് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ സ്പീച്ച് കേൾക്കുന്ന സമയത്ത് അവിടെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ തോന്നണം. അപ്പോൾ അതാണ് കാച്ചി സല്യൂട്ടേഷൻ എന്ന് പറയപ്പെടുന്നത്. രണ്ടാമത് നല്ലൊരു ഇൻട്രൊഡക്ഷൻ, നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് നല്ലൊരു കോട്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റാക്കി പോകണം. പിന്നെ എന്താ വരുന്നത്, കോംപ്രിഹെൻസീവ്, അപ്രോപ്രിയേറ്റ്, ക്ലിയർ ആൻഡ് ബ്രീഫ് കണ്ടന്റ്. നമുക്ക് ഏത് വിഷയത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അത് വളരെ സ്പഷ്ടമായി കാച്ചി കുറുക്കി നമ്മൾ പറയണം. ഒരുപാട് എലാബറേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. എ പോസിറ്റീവ് ആൻഡ് എഫക്റ്റീവ് കൺക്ലൂഷൻ, വളരെ പോസിറ്റീവായതും അതേപോലെ എഫക്റ്റീവായതുമായ ഒരു കൺക്ലൂഷൻ നമ്മൾ എന്ത് ചെയ്യണം. ലാസ്റ്റ് താങ്കിങ് ദ ഓഡിയൻസ്, ഒരു ഓഡിയൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, താങ്ക് ചെയ്യുകയും ചെയ്യണം, അവരോട് നന്ദി പറയുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്പീച്ച് വരികയാണെങ്കിൽ ആ സ്പീച്ച് വളരെ നല്ല രീതിയിൽ നമ്മൾ തുടങ്ങണം. ആളുകൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഒരു സ്പീച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് മുൻപ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, യു ആർ എ ടൂറിസ്റ്റ് ഗൈഡ്, യു ആർ asked to welcome the tourist. How do you welcome the tourist? Write the script of the welcome speech. അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ വേദിയിലിരിക്കുന്ന ആളുകളൊന്നും ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ആ ടൂറിസ്റ്റുകളെ നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനത്തെ ഒരു അനൗൺസ്മെന്റ് ആണ്, അത് ഡയറക്റ്റ് മാറ്ററിലേക്ക് വന്നാൽ മതി. ഡിയർ ടൂറിസ്റ്റ്, വെൽക്കം ടു ദ വണ്ടർലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ എന്താ പറയുക, വണ്ടർലാൻഡ് ഓഫ് ദ എക്സ്ക്യൂസിറ്റ് ബ്യൂട്ടി, I am sure you shall never regret the choice of the spot as a tourist destination എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് അതിനകത്ത് ഉൾക്കൊള്ളിക്കണം. പക്ഷേ നിങ്ങൾക്ക് വരുന്നത് ഒരു സ്കൂളിലോ മറ്റോ ഒരു സ്പീച്ച് അവതരിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ചെയ്യേണ്ട എന്താണ്, നമ്മൾ ആ ചടങ്ങിൽ എത്തിയിരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്പീച്ചിലേക്ക് വെൽക്കം ചെയ്യണം. എങ്ങനെയാ വെൽക്കം ചെയ്യാം? നമ്മൾ ചെയ്യേണ്ട കാര്യം, ഗുഡ് മോർണിംഗ് എവരിബഡി, ഹോണറബിൾ ചീഫ് ഗസ്റ്റ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങണം. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, ഒരു സ്പീച്ച് തുടങ്ങുന്ന സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ നമ്മൾ ആ പ്രസംഗത്തിന് വരുന്ന സമയത്ത് ആ സദസ്സിലേക്ക് വീണ്ടും ഒന്ന് വെൽക്കം ചെയ്യാണ്. ദെൻ അതിനുശേഷം എന്താ വരിക, ഹോണറബിൾ ചീഫ് ഗസ്റ്റ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ചിലപ്പോൾ പറയും, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എക്സ്റ്റെൻഡ് മൈ സിൻസിയർ താങ്ക്സ് ഫോർ ഗിവിംഗ് മീ എ ചാൻസ്. എനിക്ക് ഒരു ചാൻസ് തന്നതിനുള്ള നന്ദി ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എക്സ്റ്റെൻഡ് മൈ സിൻസിയർ താങ്ക്സ് ഫോർ ഗിവിംഗ് മീ എ ചാൻസ് ടു സ്റ്റാൻഡ് ബിഫോർ യു ആൻഡ് ഷെയർ മൈ വ്യൂസ് ഓൺ ദ ടോപ്പിക്. ആദ്യമായിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ ഒരു ചാൻസ് തന്ന് അതിന് നന്ദി പറയുന്നതിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയും.
അതിനുശേഷം അതാണ് നോർമൽ ലെവലിൽ നമ്മൾ ഒരു സ്പീച്ച് തുടങ്ങുന്ന സമയത്ത് പാലിക്കേണ്ട ഒരു ഫോർമാറ്റ്. എങ്ങനെയാണ്? യെസ്, എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ പറയാം ഗുഡ് മോർണിംഗ് എവരിബഡി. അതിനുശേഷം എന്താ പറയുക, അവരെ കൊണ്ടോ അവിടെ ഗസ്റ്റ് ആയിട്ടോ അവിടെ വേദിയിലിരിക്കുന്ന ആളുകൾ അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വെൽക്കം ചെയ്യണം. ഹോണറബിൾ ചീഫ് ഗസ്റ്റ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. സ്കൂൾ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹോണറബിൾ ചീഫ് ഗസ്റ്റ്, അതർ ഡിസ്റ്റിങ്യൂഷ്ഡ് പേഴ്സണാലിറ്റീസ് ഇൻ ദ ഡയസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ ആളുകളെയും വെൽക്കം ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മൾക്കൊരു ചാൻസ് തന്നതിന് നന്ദി പറയുക. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എക്സ്റ്റെൻഡ് മൈ സിൻസിയർ താങ്ക്സ് for giving me a chance to stand before you and share my views on the topic. അതെ, ഇവിടെ നിൽക്കാനും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും ഒരു ചാൻസ് തന്നുള്ള നന്ദി ഞാൻ പ്രകടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങാം. മനസ്സിലായല്ലോ? അതിനുശേഷം ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക് റിലേറ്റഡുമായിട്ട് ഒരു കോട്ടോട് കൂടി തുടങ്ങുക, കാര്യങ്ങളൊന്ന് വിശദീകരിക്കുക. ലാസ്റ്റ് നിർത്താൻ നേരത്ത് ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ, താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് വേണം അവസാനിപ്പിക്കാൻ. ക്ലിയർ ആണല്ലോ? അപ്പം മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോയം അപ്രിസിയേഷൻ ആണ്. പോയം അപ്രിസിയേഷൻ എങ്ങനെ എഴുതണം, അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസുകൾ നമ്മൾ പഠിച്ചു. പിന്നീട് എന്താ ചെയ്തത്? ഇപ്പോൾ ഈ പോയം അപ്രിസിയേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ പോകുന്ന എന്തിലേക്കാണ്? യെസ്, റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. റിപ്പോർട്ടഡ് സ്പീച്ച് ഡിസ്കസ് ചെയ്ത് ചെറിയൊരു ഇൻട്രപ്ഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരു കാര്യം അതിനകത്ത് മിസ്സാവില്ല. റിപ്പോർട്ടഡ് സ്പീച്ചിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? യെസ്, നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇമെയിൽ എങ്ങനെയാണ്, ലെറ്റർ എങ്ങനെയാണ്, സ്പീച്ച് എങ്ങനെയാണെന്നൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക നിങ്ങൾ. ബാക്കി കാര്യങ്ങൾ നാളെ നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്ററിൻ്റെ അകത്ത് വന്നിട്ട് ക്ലിയർ ആക്കി പെർഫെക്റ്റായി പഠിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങളൊരു കാര്യം മറക്കണ്ട. യെസ്, ടീച്ചർ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രിസ്മസ് കിഡിലൻ സർപ്രൈസുമായിട്ട് ഏഗൺ വരുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള എല്ലാ വിശദ വിവരങ്ങളും നമ്മൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പരമാവധി ആളുകളിലേക്ക് ഏഗൻ്റെ ഈ ഫ്രീ ലൈവ് ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്, ആ പരമാവധി ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആളുകൾക്കും 3 ഗ്രൂപ്പുകളും മിനിമം വേണം. അപ്പം അത് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പർ ഉണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്തുണ്ടാവും. ആ നമ്പറിൻ്റെ അതിനകത്ത് അപ്ലോഡ് ചെയ്യാം. ഓരോ ലൈവ് ക്ലാസ്സുകളും ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 5 പേർക്കാണ് നമുക്ക് സ്റ്റഡി കിറ്റ്. മാരത്തോൺ ലൈവ് സീരീസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് iPhone 14 ഉണ്ട്. അപ്പോൾ ഈ അവസരം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഒരുപാട് കിഡിലൻ സർപ്രൈസുകളുമായിട്ടാണ് ഏഗൻ വരുന്നത്. അപ്പം ബാക്കി നിങ്ങൾ രാവിലെ 6 മണിക്ക് മോർണിംഗ് ബൂസ്റ്ററിൻ്റെ അകത്ത് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും കാര്യങ്ങളുമായിട്ട് ശ്രീലക്ഷ്മി മിസ്സും ഞാനും വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും രാവിലെ വരിക. അതുവരെ ബൈ ബൈ.